पिछले दिनों में यूहन्ना का सुसमाचार 15वां अध्याय से कुछ बातों मैंने सीखा. കഴിഞ്ഞ ദിവസങ്ങളിൽ യോഹന്നാൻ 15 ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചു. उस पोर्शन हम सभी लोग अच्छा से जानते हैं, वैसे एक भाग है. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണത്. एकदम मधुर, एकदम सिंपल, कुछ बातों बार बार सुन के हम सबको अच्छा से जानते हैं. कुछ बातों उस यूहन्ना 15वां अध्याय में लिखा है. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ലളിതമായ കാര്യങ്ങളാണ് യോഹന്നാൻ 15 എഴുതിയിരിക്കുന്നത്. लेकिन उस 15वां अध्याय में എന്നാൽ ആ 15-ാം അധ്യായത്തിൽ का बारी के बारे में बताया. അവിടെ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പറയുന്നു. यीशु ने कहा, मैं अच्छा दाखलता हूँ. യേശു കർത്താവ് പറഞ്ഞു, നല്ല മുന്തിരിവള്ളിയാണ്, सच्चा दाखलता, अच्छा दाखलता. നല്ല മുന്തിരിവള്ളിയാണ്. और यीशु ने कहा उनका चेलों के बारे में कहा, യേശുവിന്റെ ശിഷ്യന്മാരെ പറ്റി ഇങ്ങനെ പറഞ്ഞു, हम हर व्यक्ति उस दाखलता में डालियों है. നമ്മളെല്ലാരും ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ്, ब्रांचेस है. ബ്രാഞ്ചസ് ആണ് നമ്മള്. और उसके आगे बहुत सारा बातों बता के दिया है. മുന്നോട്ട് ഒത്തിരി കാര്യങ്ങൾ യേശു കർത്താവ് പറയുന്നു. प्रत्येक रूप में उस अध्याय में പ്രത്യേകമായിട്ട് ആ അധ്യായത്തില് बार बार उपयोग करने वाला एक बात है, हमें बुलाया है फलवंत होने के लिए, फल उपजने के लिए. അവിടെ എടുത്തു പറയുന്ന കാര്യമാണ്, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. दाखलता में हर उस डालियों में, हर शाखाओं में फल उपजने चाहिए. മുന്തിരിവള്ളിയുടെ ഓരോ കൊമ്പുകളിലും ഫലം പുറപ്പെടേണ്ടത് ആവശ്യമാണ്. हर शाखा में, എല്ലാ हर കൊമ്പുകളിലും, എല്ലാ ബ്രാഞ്ചസിലും. क्या ऐसा हो सकते है क्या? അങ്ങനെ സംഭവിക്കുമോ? एक दाखलता में बहुत सारा डालियों में, ഒരു മുന്തിരിവള്ളിയിൽ ഒത്തിരി കൊമ്പുകൾ ഉണ്ടായിരിക്കും, उसमें से कोई एक ब्रांच में फल नहीं आएगा, ऐसे हो सकते है क्या? അതിലേതെങ്കിലും ഒരു കൊമ്പിൽ ഫലമില്ലാത്ത കൊമ്പുകൾ ഉണ്ടാകുമോ? ऐसा कभी हो नहीं सकते. അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. अगर दाखलता अच्छा है तो നല്ല മുന്തിരിവള്ളിയാണെങ്കിൽ हालेलुया. उधर लिखा है, यीशु ने खुद कह रहे, मैं अच्छा सच्चा दाखलता हूँ. അവിടെ എഴുതിയിരിക്കുന്നു യോഹന്നാൻ 15 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. अगर दाखलता अच्छा है तो ആ മുന്തിരിവള്ളി നല്ലതാണെങ്കിൽ हर डालियों में अच्छा फल आना चाहिए. അങ്ങനെയെങ്കിൽ മുന്തിരിവള്ളിയുടെ ഓരോ കൊമ്പുകളിലും നല്ല ഫലം ऐसा പുറപ്പെടുവിക്കും. हो नहीं सकते. ഒരിക്കലും അങ്ങനെ कोई एक ഉണ്ടാകില്ല. डालियों में फल नहीं उपज, ഏതെങ്കിലും ऐसे ഒരു हो नहीं കൊമ്പില് सकते. ഫലമില്ലാത്ത അവസ്ഥ ഉണ്ടാകില്ല. फिर यीशु ने क्यों कहा, പിന്നെ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? हालेलुया, कुछ डालियों में फल नहीं है. ചില കൊമ്പുകളിൽ ഫലമില്ലെന്ന് യേശു ऐसे എന്തുകൊണ്ടാണ് डालियों പറഞ്ഞത്? को काट के निकालने वाला. അങ്ങനെയുള്ള കൊമ്പുകളെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞത് फिर എന്തുകൊണ്ടാണ്? यीशु ने क्यों कहा, പിന്നെ എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത്? कुछ डालियों अधिक और फलवंत होना जरूरी है. ചില കൊമ്പുകൾ അധികം ഫലം കായ്ക്കേണ്ടത് ആവശ്യമാണ് എന്ന്. इसका मतलब അതിന്റെ അർത്ഥം फल एक डालिया में इंक्रीज हो सकते, बढ़ सकते. ഫലം ചില കൊമ്പുകളിൽ അത് വർദ്ധിക്കുവാനിടയാകും. ऐसे क्यों यीशु ने कहा? എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? यीशु ने कहा, इसका सबसे मुख्य बात, യേശു പറഞ്ഞ മുഖ്യമായ കാര്യം, यीशु ने कहा, യേശു പറഞ്ഞു, अगर तुम मुझ में वास नहीं करेगा तो നീ എന്നിൽ വസിച്ചില്ല എങ്കിൽ फल ला नहीं पाएगा. നിന്നിൽ നിന്ന് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കുകയില്ല. डालिया और दाखलता के साथ में एक अच्छा रिश्ता नहीं है तो, മുന്തിരിവള്ളിയും കൊമ്പും തമ്മിൽ നല്ലൊരു ബന്ധമില്ല എങ്കിൽ, एक अच्छा रिलेशनशिप नहीं है. നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ, अगर डालिया उस दाखलता में बने नहीं रहते तो മുന്തിരിവള്ളിയിൽ ആ കൊമ്പ് വസിക്കുന്നില്ല എങ്കിൽ वो फल ला नहीं सकते. അതിൽ നിന്ന് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കുകയില്ല. अभी एक चांस है, ഇപ്പോൾ ഒരു സാധ്യതയുണ്ട്. कोई भी एक डालिया, ഏതെങ്കിലും ഒരു കൊമ്പ് हालेलुया, सही में दाखलता से दूर हो गया, ആ മുന്തിരിവള്ളിയിൽ നിന്ന് ദൂരത്തായിരിക്കുന്നുവെങ്കിൽ, दाखलता से उसका संपर्क में कुछ गड़बड़ हो गया, മുന്തിരിവള്ളിയിൽ നിന്നുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എങ്കിൽ, शायद थोड़ा टूट गया होगा, ചിലപ്പോൾ അല്പം അത് മുറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. शायद कोई कीड़ा खा के एक उसका कनेक्शन का जगह हालेलुया सट गया होगा. ചിലപ്പോൾ അതിൻ്റെതായ ആ കണക്ഷനുള്ള സ്ഥലത്ത് എന്തെങ്കിലും കീടാണു വന്നിട്ടുണ്ടായിരിക്കാം. खड़ा है दाखलता में, लेकिन दाखलता से कुछ पोषण इसको नहीं मिलते, മുന്തിരിവള്ളിയോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിലും അതിൽ നിന്നുള്ള പോഷണം അത് ലഭിക്കുന്നില്ല. क्योंकि संपर्क टूट गया है, കാരണം അതുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, कम्युनिकेशन टूट गया. കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. जड़ जो पानी जो खाद मिट्टी से लेते വേര് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളവും वो വളവും एकदम
पत्तों तक पहुंचना चाहिए। അത് അതിന്റെ ഇല വരെ എത്തേണ്ടത് ആവശ്യമാണ്. जट पानी और खाद मिट्टी से खींच के ले लेगा, വേര് വളവും വെള്ളവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ लेकिन उसका पूरा प्रोसेस कहाँ होते हैं? അതിന്റെ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? पत्तों में होते हैं। അതിന്റെ ഇലകളിലാണ്. फोटोसिंथेसिस का बारे में आपने सुना है? ഫോട്ടോ फोटोसिंथेसिस, प्रकाश संश्लेषणम मलयालम, പ്രകാശ സംശ്ലേഷണത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. थोड़ा डिफिकल्ट है, प्रकाश संश्लेषणम, हालेलुया। फोटोसिंथेसिस के बारे में हम सुना है, हालेलुया। നമ്മൾ കേട്ടിട്ടുണ്ട്. कहाँ होते? ഇതെവിടെയാണ് സംഭവിക്കുന്നത്? जड़ में नहीं, വേരിലല്ല, पत्तों में होते हैं। അത് ഇലകളിലാണ് നടക്കുന്നത്. तो पत्तों जरूर होना चाहिए, അതുകൊണ്ട് ഇലകൾ ഉണ്ടായിരിക്കണം. बहुत पत्तों होना चाहिए। ഒത്തിരി ഇലകൾ ഉണ്ടായിരിക്കണം. जितने पत्तों ज्यादा होते എത്രമാത്രം ഇലകൾ കൂടുതലായിരിക്കും उतना प्रोसेसिंग ज्यादा होते। അത്രമാത്രം അതിന്റെ പ്രോസസ്സിംഗ് കൂടുതലായി നടക്കും. पत्तों नहीं है तो ഇലകളില്ല എങ്കിൽ फल नहीं आएगा, ഫലം പുറപ്പെടുവിക്കുകയില്ല. क्योंकि जड़ जितना भी पानी को खींच के लेते, കാരണം ആ വേര് എത്രമാത്രം വളം വലിച്ചെടുക്കുന്നു, पत्तों में जाके प्रोसेस होने के बाद में അത് ഇലകളിൽ പോയിട്ട് ആ പ്രോസസ്സ് നടന്നതിന് ശേഷം फल के अंदर उस जो क्या बोलते हालेलुया, फल को अन्नजम कहते हैं मलयालम में, हालेलुया। उसको प्रोटीन को, उसका जो भी उसका कार्बोहाइड्रेट है उसको स्टोर करना चाहिए। അതിൻ്റെതായ അന്നജത്തെയൊക്കെ അത് സ്റ്റോർ ചെയ്യേണ്ടത് ആവശ്യമാണ്. कहाँ स्टोर करते हैं? എവിടെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്? फल में स्टोर करते हैं। ഫലത്തിലാണ് സ്റ്റോർ सो ചെയ്യുന്നത്. कैसे प्रोसेस होते हैं? എങ്ങനെയാണ് പ്രോസസ്സ് जड़ നടക്കുന്നത്? से जो ऊर्जा पहुंचेगा पत्तों में, ആ വേരിൽ നിന്നുള്ള ഊർജം അത് ഇലകളിലെത്തും. पत्तों उसको कन्वर्ट करके फलों के अंदर रखेगा। ഇലകൾ അത് കൺവേർട്ട് ചെയ്ത് അത് ഫലം പുറപ്പെടുവിക്കുകയാകും. लेकिन ये दालिया और दाखलता के साथ में जो रिश्ता अगर टूट गया तो എന്നാൽ മുന്തിരിവള്ളി ശാഖയും തമ്മിലുള്ള ബന്ധം തകർന്നു പോയെങ്കിൽ ये खाद और पानी आगे पहुंचेगा, ആ വെള്ളവും വളവും മുന്നോട്ട് അത് എത്തുകയില്ല. धीरे धीरे पत्तों मुड़ जाएगा, गिर जाएगा, പതുക്കെ പതുക്കെ ഇലകൾ നശിച്ചു इस പോകാനിടയാകും. दालिया भी मुड़ जाएगा, ആ ഈ മുന്തിരിയുടെ ശാഖയും നഷ്ടമായി പോകും. फिर उसको काट के निकालना पड़ेगा। പിന്നെ അതിനെ മുറിച്ച് കളയേണ്ടതായി വരും. അതിന്റെ परमेश्वर का बच्चा, ദൈവമക്കളെ, प्रभु के साथ में अच्छा रिश्ता हमें बना के रखना जरूरी है। ദൈവമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ ഓരോരുത്തരും സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. मसीह जीवन बहुत पावरफुल है। ക്രിസ്തീയ ജീവിതം വളരെ ശക്തമുള്ളതാണ്. यीशु ने इसी अध्याय में कहा, യേശു ഇതേ അധ്യായത്തിൽ പറയുകയാണ്, तुम बहुत फल ला रहे। നീ വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. यीशु के चेलों को कभी भी यीशु ने कहा नहीं, യേശുവിന്റെ ശിഷ്യന്മാരോട് ഒരിക്കലും പറഞ്ഞില്ല, अरे तुम में कोई फल नहीं है, നിങ്ങൾ ഒരു ഫലവും ഇല്ല എന്ന്. तुम्हें चुन के मैं बहुत दुखी है। നിങ്ങളെ തെരഞ്ഞെടുത്ത് ഞാൻ വളരെ ദുഃഖിതനാണ് ഒരിക്കലും യേശു ऐसे പറഞ്ഞില്ല. कहा नहीं। അങ്ങനെ ഒരിക്കലും യേശു പറഞ്ഞില്ല. यूहन्ना का सुसमाचार 15 अध्याय में यीशु ने उनका बारे में क्या गवाही बताया? യോഹന്നാൻ 15-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരെ പറ്റി യേശു പറയുന്ന സാക്ഷ്യം 8वां आयत में कहा, 8-ാം വാക്യത്തിൽ പറയുന്നു, तुम बहुत, पढ़ लीजिए, मेरे पिता की महिमा इसी से होती है कि तुम बहुत सा फल लाओ, तुम बहुत सा फल लाते। നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. हालेलुया, ഹല്ലേലൂയ. आप बहुत फल ला रहे। നിങ്ങൾ വളരെ ഫലം കൊണ്ടുവരുന്നു. यीशु का चेलों बहुत फल ला रहे। യേശുവിന്റെ ശിഷ്യന്മാർ വളരെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരുന്നു. बहुत प्रार्थना के साथ इस संदेश വളരെ सुन പ്രാർത്ഥനയോടെ നമുക്ക് സന്ദേശം കേൾക്കാം. बहुत फल ला रहे। വളരെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരുന്നു. हालेलुया। इसलिए क्या हो रहे? അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? पिता का महिमा हो रहे। പിതാവിന്റെ നാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. जब अपना जीवन का द्वारा फल आएगा, നമ്മുടെ ജീവിതത്തിൽ കൂടി ഫലം പുറപ്പെടുവിക്കുമ്പോൾ परमेश्वर का महिमा देश में प्रकट होगा। ദൈവത്തിന്റെ മഹത്വം ആ ദേശത്ത് പ്രകടമായി തീരുവാനിടയാകും. इस अध्याय में यीशु ने क्या कहा मालूम? ഈ അധ്യായത്തിൽ യേശു എന്താണ് പറഞ്ഞത്? हालेलुया, मैंने तुझे बुलाया है, चुना है। ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. 16वां आयत में 16-ാം വാക്യത്തില് जरा पढ़ लीजिए, तूने मुझे नहीं चुना, मैंने तुम्हें चुना है। നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. किस काम के लिए चुना है? എന്തിനാണ് തെരഞ്ഞെടുത്തത്? नियुक्ति भी किया, जाकर फल लाने के लिए और फल बना रहने के लिए। നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. यीशु ने हमें चुना है, യേശു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. यीशु ने हमें संसार में इसलिए रखा है, യേശു നമ്മളെ ലോകത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് इधर हमसे फल लाने के लिए। നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടേണ്ടതിനാണ് നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്നത്. हालेलुया। और भी एक आयत पढ़ के मैं थोड़ा कुछ बातों बोलना चाहता പിന്നെ ഒരു വാക്യം കൂടി വായിക്കാം. हूँ। यूहन्ना 20 का 21 पढ़ लीजिए। യോഹന്നാൻ 20-21. यीशु ने फिर उससे कहा, तुम्हें शांति मिले, जैसे पिता ने मुझे भेजा है वैसे ही मैं भी तुम्हें भेजता हूं। देखो,
जैसे पिता ने मुझे भेजा है പിതാവ് എങ്ങനെയാണോ എന്നെ അയച്ചത് वैसे मैं तुमको भी भेजूं। അതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. यीशु कैसे धरती में आया, യേശു എങ്ങനെയാണോ ഭൂമിയിൽ കടന്നു വന്നത്, पिता ने किस मकसद के साथ में यीशु को भेजा, പിതാവ് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്, वैसे ही അതുപോലെ തന്നെ हालेलुया, वैसे ही അതുപോലെ തന്നെ यीशु हमें धरती में भेजा। യേശു നമ്മളെ ഭൂമിയിലേക്ക് വെച്ചിരിക്കുന്നു. यीशु धरती में आया, യേശു ഭൂമിയിലേക്ക് കടന്നു വന്നു. कैसे पिता का महिमा उसका द्वारा प्रकट हो गया, യേശുവിന്റെ ദൈവത്തിന്റെ പിതാവിന്റെ മഹത്വം യേശു കൂടി പ്രകടമായി, अपना द्वारा भी നമ്മളിൽ കൂടിയും प्रभु का महिमा प्रकट होने के लिए, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി अपना द्वारा भी നമ്മളിൽ കൂടിയും फलों लाने के लिए ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി प्रभु ने हमें धरती में भेजा। ദൈവം നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. दुनिया कैसे यीशु को पहचान लेगा, ലോകം എങ്ങനെയാണ് യേശുവിനെ മനസ്സിലാക്കുന്നത്, दुनिया कैसे यीशु का महिमा देखेगा, ലോകം എങ്ങനെ യേശുവിന്റെ മഹത്വം കാണും, जब दुनिया हम में जो फल है उस फल को देखेगा तभी നമ്മളിൽ പുറപ്പെടുന്ന ഫലത്തെ നോക്കിയാണ് ലോകം മനസ്സിലാക്കുന്നത്. तभी दुनिया को समझ में आएगा അപ്പോൾ ലോകത്തിന് ये മനസ്സിലാകുകയാണ് कौन है, ഇതാരാണ്, ये यीशु का संतान है, ഇത് യേശുവിന്റെ പൈതലാണ് ये എന്ന് മനസ്സിലാകും, परमेश्वर का बच्चा है। ദൈവത്തിന്റെ പൈതലാണെന്ന് अगर മനസ്സിലാകും. हम फलवंत नहीं है तो, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫലം हमसे പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ, फल नहीं आते तो, നമ്മൾ ഇന്ന് ഫലം പുറത്തു വരുന്നില്ല എങ്കിൽ, हालेलुया, ഹല്ലേലൂയ, कैसे यीशु का द्वारा प्रभु महिमा प्रकट किया पिता का, वैसे हमसे उस महिमा प्रकट नहीं होते तो പിതാവിന്റെ മഹത്വം യേശു കൂടി വെളിപ്പെട്ടതുപോലെ നമ്മളിൽ കൂടി കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നില്ല എങ്കിൽ, यूहन्ना का सुसमाचार में काफी बात ऐसे लिखा है, യോഹന്നാന്റെ സുവിശേഷം അനേക കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ऐसे लिखा है, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, जब तुम फल लाएगा നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുമ്പോൾ दुनिया को मालूम पड़ेगा ലോകത്തിന് മനസ്സിലാകും तुम मेरा चेला है। നീ എന്റെ ശിഷ്യനാണെന്ന്. दूसरे एक भाग में लिखा है, മറ്റു ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു, जब तुम एक दूसरे को प्रेम करेगा നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ तभी दुनिया को मालूम पड़ेगा അപ്പോൾ ലോകത്തിന് മനസ്സിലാകും तुम मेरा चेला है। നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ് എന്ന്. परमेश्वर का बच्चा, ദൈവമക്കളെ, दुनिया को मालूम पड़ना चाहिए आप यीशु का चेला है। ലോകത്തിന് മനസ്സിലാകണം നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്ന്. क्यों मालूम पड़ना चाहिए, എന്തിനു വേണ്ടിയാണ് മനസ്സിലാകേണ്ടത്, आपका द्वारा उनको पता मिलना है एक जीवित परमेश्वर है। നമ്മളെ കൂടി ലോകത്തിലുള്ളവർക്ക് മനസ്സിലാകണം ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്ന്. दुनिया उसको जानता नहीं है। ലോകം കർത്താവിനെ അറിയുന്നില്ല. इसी अध्याय में यीशु ने कहा, ഇതേ അധ്യായത്തിൽ യേശു കർത്താവ് പറയുകയാണ്, दुनिया मुझको जानता नहीं था इसलिए क्या किया, सताया, तुझे भी सताएगा। ലോകം എന്നെ അറിഞ്ഞില്ല അതുകൊണ്ട് അവർ എന്നെ ഉപദ്രവിച്ചു, നിങ്ങളെ ഉപദ്രവിക്കേണ്ടിയാണ്. क्यों सताएगा, എന്തുകൊണ്ടാണ് क्योंकि ഉപദ്രവിക്കുന്നത്, दुनिया को जानता नहीं है यीशु कौन है, ലോകത്തിന് അറിഞ്ഞില്ല യേശു ആരാണെന്ന്, यीशु का चेलों कौन है। യേശുവിന്റെ ശിഷ്യന്മാരാരാണ്. हमें क्यों दुनिया सता रहे, നമ്മളെ എന്തുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള ഉപദ്രവിക്കുന്നത്, दुनिया का लोगों को जानता नहीं है हम कौन है, ലോകത്തിലുള്ളവർ അറിയുന്നില്ല നമ്മൾ ആരാണ്. तो दुनिया को लोगों को जानना चाहिए हम कौन है। ലോകത്തിലുള്ളവർ അറിയണം നമ്മൾ ആരാണെന്ന്. किस रीति में जानना चाहिए, എങ്ങനെയാണ് അവരത് അറിയേണ്ടത്, हम यीशु का चेलों में നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്. कैसे हालेलुया जानना चाहिए, എങ്ങനെ जब അവരറിയണം, अपना फलों देख के उनको पता मिलना है एक कौन सा, നമ്മുടെ ഫലം കണ്ടിട്ട് ലോകത്തിന് മനസ്സിലാകണം നമ്മൾ ഇത് ഏത് വൃക്ഷമാണ് എന്ന്. कौन सा वृक्ष है हम, നമ്മൾ ഏത് വൃക്ഷമാണ്, दाखलता, നമ്മൾ മുന്തിരിവള്ളിയാണ്. अच्छा दाखलता में जो डालियों में है हम, നല്ല മുന്തിരിവള്ളിയിലുള്ള കൊമ്പുകളാണ് നമ്മൾ. परमेश्वर के वचन में इसे लिखा है, ദൈവവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, एक वृक्ष का फल से उस वृक्ष को पहचाने का, ഒരു വൃക്ഷത്തിന്റെ ഫലം കൊണ്ട് അതിനെ തിരിച്ചറിയാൻ കഴിയും. फल अच्छा है तो ഫലം നല്ലതാണെങ്കിൽ हल वृक्ष भी अच्छा है, വൃക്ഷവും നല്ലതായിരിക്കും. जो वृक्ष है वही फल उस वृक्ष से आने वाला है। ഏതാണോ വൃക്ഷം ആ ഫലമായിരിക്കും ആ വൃക്ഷത്തിൽ പുറപ്പെടുന്നത്. आम का पेट में कभी भी अंगूर है ना फलने वाला नहीं है, മാവിൽ നിന്ന് ഒരിക്കലും മുന്തിരിങ്ങ കടന്നു വരികയില്ല. हो सकते है क्या, അങ്ങനെ സംഭവിക്കും എപ്പോഴെങ്കിലും. जो वृक्ष है वही फल लाए। ഏതാണോ വൃക്ഷം അതിന്റെ ഫലം അത് കൊണ്ടുവരും. अगर हम दाखलता में बने रहते डालियों में तो നമ്മൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന മുന്തിരി കമ്പുകളാണെങ്കിൽ हमसे उसी अनुभव बाहर आए। നമ്മളിൽ നിന്ന് അതേ ഫലം പുറപ്പെടുവാനിടയാകും. दाखलता से कौन सा फल आते, മുന്തിരിവള്ളിയിൽ നിന്ന് ഏത് ഫലമാണ് പുറപ്പെടുന്നത്, अंकुर, മുന്തിരിങ്ങയാണ് കടന്നത്. हालेलुया, द्राख का फल आते, മുന്തിരിങ്ങയാണ് വരുന്നത്. द्राख का फल से द्राक्षरस बनते। ആ മുന്തിരിങ്ങയിൽ നിന്ന് മുന്തിരിച്ചാർ ഉണ്ടാക്കുന്നു. द्राक्षरस किस तरह का अनुभव देते, മുന്തിരി ചാറ് എങ്ങനെയുള്ള അനുഭവമാണ് തരുന്നത്, द्राक्षरस हमेशा आनंद का एक सिंबोलिज्म है। മുന്തിരിച്ചാറ് എപ്പോഴും അത് സന്തോഷത്തെയാണ് കാണിക്കുന്നത്.
द्राक्षरस आनंद दिलाने वाला एक रस है। മുന്തിരി രസം എന്നുള്ളത് നമുക്ക് हमसे സന്തോഷം जो തരുന്നതാണ്. फल आते, നമ്മളിൽ നിന്നുള്ള ഫലം, उस फल को पावर है ആ ഫലത്തിനൊരു ശക്തിയുണ്ട് लोगों का जीवन में आनंद खुशियां देने के लिए। മറ്റുള്ള ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും തരുവാനുള്ള ശക്തി നമ്മൾ പുറപ്പെടുവിക്കുന്ന सो ഫലത്തിനുണ്ട്. अगर आपने एक अच्छा फल उपजने वाला द्राक्षा डालिया है तो നിങ്ങൾ നല്ലൊരു ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരി കൊമ്പാണെങ്കിൽ अब काफी लोगों को आनंद दिलाने वाला व्यक्ति നിങ്ങൾ बनेगा। അനേകർക്ക് ആനന്ദം കൊടുക്കുന്ന ഒരു വ്യക്തിയായി തീരുവാനിടയാകും. आपका चारों तरफ बहुत लोग दुखी है, നിങ്ങളുടെ നാല് ചുറ്റും അനേകർ ദുഃഖത്തില് നിരാശയിലൊക്കെ ആയിരിക്കും. बहुत समस्याओं से गुजर, വളരെ പ്രശ്നങ്ങളിൽ കൂടി ഓരോരുത്തരും കടന്നു പോവുകയാണ്. उसका जीवन में बिल्कुल कोई आनंद नहीं। അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷം കടന്നു വരുന്നില്ല. कुछ लोग बीमार है, ചില രോഗികളായി कुछ ഭാരപ്പെടുന്നു, लोग आर्थिक तकलीफों से ചിലർ गुजर, സാമ്പത്തികമായ ബുദ്ധിമുട്ടി കൂടി ഭാരപ്പെടുന്നു, कुछ लोगों का परिवार टूट गया है, ചിലരുടെ കുടുംബം നഷ്ടപ്പെട്ടിരിക്കുന്നു, कुछ लोगों का जीवन में कोई प्रगति नहीं। ചിലരുടെ ജീവിതത്തിൽ ഒരു 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 ഉയർച്ചയുമില്ല. आपका चारों तरफ ऐसे दुखी लोगों का बहुत बड़ा एक समूह आप देख सकते हैं। നമ്മുടെ നാല് ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള വലിയ കൂട്ടരെ കാണുവാൻ കഴിയും. हालेलुया। ആമേൻ. दाखलता का बारे में नाइयों का पुस्तक 9 अध्याय में क्या लिखा है मालूम है? മുന്തിരിവള്ളിയെ പറ്റി ന്യായാധിപന്മാർ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 9 दाखलता का फल ആ മുന്തിരിവള്ളിയുടെ ഫലം आनंद दिलाने वाला फल है। അത് സന്തോഷം തരുന്നതാണ്. उसका रस आनंद दिलाने वाला रस। മുന്തിരി രസം ആനന്ദം തരുന്നതാണ്. क्या विश्वास कर सकते हैं आप? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? परमेश्वर का बच्चा, ദൈവമക്കളെ, आपका समाज में जो दुखी लोग है उसका दुख हो बदलने का आशीष फल आपके अंदर प्रभु ने दिया है। നമ്മുടെ സമൂഹത്തിലുള്ള ദുഃഖിക്കുന്നവരുടേതായ ദുഃഖത്തെ മാറ്റുവാനുള്ള ഫലം നമ്മുടെ ഉള്ളിൽ കർത്താവ് जब തന്നിരിക്കുന്നു. आपसे वैसे फलों उपजेगा, നമ്മളിൽ നിന്ന് ആ ഫലം പുറപ്പെടുമ്പോൾ दुनिया कहेगा ലോകം പറയുവാനിടയാകും, ये यीशु का बच्चा है, ഈ വ്യക്തി യേശുവിന്റെ പൈതലാണ്, यीशु का चेला है। യേശുവിന്റെ ശിഷ്യനാണെന്ന് इसका പറയും. फल से पहचानते वो कौन है। ആ വ്യക്തിയുടെ ഫലം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തി ആരാണ് എന്ന്. सभी दुनिया को आनंद दिलाने वाला फल, എല്ലാ ലോകത്തെ സന്തോഷിപ്പിക്കുന്ന ഫലം, दाखलता से जो फल आते हैं सभी दुनिया को आनंद दिलाने वाला फल। മുന്തിരിവള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന ഫലം ലോകത്തെ മുഴുവൻ ആനന്ദത്തിലാക്കുന്ന ഫലമാണ്. आपको जानते हैं നിങ്ങൾക്കറിയാം, पिछले 2000 साल से मसीह लोग इस धरती के ऊपर है, കഴിഞ്ഞ 2000 വർഷമായിട്ട് ദൈവമക്കൾ ഈ ഭൂമിയിലുണ്ട്. लेकिन अभी भी എന്നാൽ ഇപ്പോഴും दुनिया मसीह यीशु को पहचाना नहीं। ലോകം ഇപ്പോഴും യേശു കർത്താവിനെ അറിയുന്നില്ല. क्यों എന്തുകൊണ്ടാണ്? क्यों पहचाना नहीं? എന്തുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കുന്നില്ല? क्या किताबों में पढ़ा नहीं उन्होंने? അവര് പുസ്തകങ്ങൾ വായിക്കാത്തതുകൊണ്ടാണോ? जीसस क्राइस्ट कौन है करके उन्होंने पढ़ा नहीं? യേശു കർത്താവ് ആരാണെന്ന് അവർ വായിച്ചിട്ടില്ലെങ്കും. लेकिन यीशु को पहचानता नहीं अभी भी, എന്നാൽ അവർ ഇപ്പോഴും യേശുവിനെ അറിയുന്നില്ല. अभी भी यीशु को विरोध कर रहे हैं, ഇപ്പോഴും യേശുവിനെ വിരോധിക്കുന്നു, यीशु के बच्चों को विरोध कर रहे हैं। യേശുവിന്റെ മക്കളെ വിരോധിക്കുന്നവര്. क्योंकि കാരണം यीशु के बच्चों जो हम है, उसका चेलों जो हम है, യേശുവിന്റെ മക്കളായ ശിഷ്യന്മാരായ നമ്മൾ ഓരോരുത്തരും हमसे उस फल नहीं उपज रहे। നമ്മളിൽ നിന്ന് ആ ഫലം പുറപ്പെടുവിക്കുന്നില്ല. അതുകൊണ്ട് हालेलुया। जिस फल से दुनिया आनंदित होने वाला, ഏത് ഫലം കൊണ്ടാണോ ലോകം സന്തോഷിക്കേണ്ടത്, दुनिया छुटकारा पाने वाला, ലോകം വിടുതൽ പ്രാപിക്കേണ്ടത്, आमेन, हालेलुया, उस फल हमसे नहीं उपज। ആ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നില്ല. नाइयों 9 अध्याय में देख लीजिए, ന്യായാധിപന്മാർ 9 നോക്കുക, 13वां आयत पढ़ लीजिए। नाइयों 9 का 13 पढ़ लीजिए, 13 വാക്യം വായിക്കുക. 9 13 नहीं, नाइयों जजेस चैप्टर 9 वर्स 13। दाखलता ने उनसे कहा, क्या मैं अपने नए मधु को छोड़ के, देखो दाख मधु से क्या होते है? आनंद होते है। മുന്തിരിവള്ളിയിൽ നിന്ന് ആനന്ദം കടന്നു यीशु ने कहा, യേശു उनका പറയുകയാണ്, चेलों से कहा, തന്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, बहुत फल ला रहे। നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നു. इसका मतलब क्या है? അതിന്റെ അർത്ഥം तेरा എന്താണ്? फल से दुनिया को आनंद होते हैं। നിങ്ങളുടെ ഫലം കൊണ്ട് ലോകം സന്തോഷിക്കുന്നു. मैं आपको एक्सप्लेन करके दे देगा। ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. पत्रोस हो, आंद्रोस हो, പത്രോസ് ആകട്ടെ, അന്ത്രോസ് ആകട്ടെ, फिलिप हो, ഫിലിപ്പോസ് ആകട്ടെ, आम लोग था,
അവരെല്ലാം സാധാരണക്കാരായിരുന്നു. लेकिन सच्ची दाखलता से उनका संपर्क हो गया. എന്നാൽ ഒരു സാക്ഷാൽ മുന്തിരിവള്ളിയുമായിട്ട് അവർ ചേർന്നിരുന്നപ്പോൾ उनमें से फल आना शुरू. അവരിൽ നിന്ന് ഫലം പുറപ്പെടുവാൻ തുടങ്ങി. कौन सा फल आना शुरू ഏത് किया? ഫലമാണ് അവരിൽ നിന്ന് പുറപ്പെട്ടത്? जो सच्ची दाखलता में जो भी है वो ही फल आना शुरू किया. സാക്ഷാൽ മുന്തിരിവള്ളിയിൽ ഏത് ഫലമാണോ ഉണ്ടായിരുന്നത് അതേ ഫലം അവരിൽ നിന്ന് പുറപ്പെടുവാൻ. यीशु ने जो भी किया वो ही काम इन्होंने करना शुरू യേശു किया. എന്തെല്ലാം ചെയ്തു അത്ഭുതങ്ങൾ അതെല്ലാം അവരും ചെയ്യുവാൻ തുടങ്ങി. वचन में लिखा है വചനത്തിൽ എഴുതിയിരിക്കുന്നു. यीशु दो बन के उसको चेलों को भेजा. യേശു ഈരണ്ട് ആയിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. जहां भी वो लोग गया അവരെവിടെയെല്ലാം പോയോ वो वापस आके क्या कहा? അവരെല്ലാം മടങ്ങി വന്ന് എന്താണ് പറഞ്ഞത്? प्रभु जब हम लोगों के ऊपर हाथ रखा കർത്താവേ ഞങ്ങൾ ജനത്തിന്റെ മേൽ കരം വെച്ചപ്പോൾ बीमार लोग चंगा हो गया, രോഗികൾ സൗഖ്യമായി, दुष्ट आत्मा वो निकल गया. ദുഷ്ടാത്മാവ് അവരെ വിട്ട് കടന്നുപോയി. जहां शैतान का काम हो रहे, എവിടെയാണ് പിശാചിന്റെ പ്രവൃത്തി നടക്കുന്നത്, जहां माहौल बहुत खराब है, എവിടെയാണോ അന്തരീക്ഷം വളരെ जहां പ്രയാസമായിരിക്കുന്നത്, दुख भरा എവിടെയാണ് ദുഃഖം നിറഞ്ഞത്, परिस्थिति है, ദുഃഖം നിറഞ്ഞ അവസ്ഥയുള്ളത്, उधर यीशु का चेलों जब पहुंचा അവിടെ യേശു ശിഷ്യന്മാരെത്തിയപ്പോൾ परिस्थिति बदल गया. ആ അവസ്ഥ മാറുവാനിടയായി. दुख का उस वातावरण बदल गया. ദുഃഖത്തിന്റെ അന്തരീക്ഷം മാറുവാനിടയായി. അവിടെ उधर लोगों का जीवन में आनंद उत्पन्न हो गया. അവിടെ ജനങ്ങളുടെ ജീവിതത്തില് ആനന്ദം ഉണ്ടാകുവാനിടയായി. दाखलता से जो फल उपजते उसका दूसरा एक गुण, ആ മുന്തിരിയിൽ ഉള്ള അടുത്ത ഫലം, आपको जानते जो वाइन होते നമുക്കറിയാം വീഞ്ഞിനെ പറ്റി. एक मेडिसिन का रूप में उपयोग करते. വീഞ്ഞ് പലപ്പോഴും ഒരു മെഡിസിന്റെ രൂപത്തിൽ ഉപയോഗിക്കും. जो अच्छे शमरी का उस जो कहानी में നല്ല ശമരിയക്കാരന്റെ ആ കഥയില് डाकू जिस आदमी को लूट कर हमला कर रास्ता में छोड़ के चला गया, കൊള്ളക്കാർ വന്ന് ആ വ്യക്തിയെ എല്ലാം കൊള്ളയിട്ടിട്ട് ആ വ്യക്തിയെ അവിടെ ഉപേക്ഷിച്ച് वो കടന്നു. अच्छे शमरी आके क्या किया? നല്ല ശമരിയക്കാരൻ വന്ന് അവിടെ എന്താണ് उस ചെയ്തത്? पर द्राक्षरस और तेल उंडेला. ആ മുറിവേറ്റ വ്യക്തിയുടെ മേല് വീഞ്ഞും എണ്ണയും തേക്കുവാനിടയായി. द्राक्षरस और तेल उंडेला. വീഞ്ഞും എണ്ണയും തേച്ചു ആ വ്യക്തിയുടെ മുറിവിന്മേൽ. हालेलुया. द्राक्षरस को पावर है. ആ മുന്തിരി രസത്തിന് അതിനുള്ള ശക്തിയുണ്ട്. इस वुंड, इस घाव को साफ करने ആ का, മുറിവിനെ उसको हील करने का മുറിവിനെ ക്ലീൻ ചെയ്യുക, അതിനെ ഹീലാക്കാനുള്ള ശക്തിയുണ്ട്. द्राक्षरस को पावर है. ആ മുന്തിരിക്ക് അതിനുള്ള It ശക്തിയുണ്ട്. will heal wounds. സൗഖ്യം കൊടുക്കാനുള്ള ശക്തിയുണ്ട് മുന്തിരിക്ക്. आप में से जो फल आते हैं ना, നിങ്ങൾ ഇന്ന് പുറപ്പെടുന്ന ഫലം उसको एक सामर्थ्य है, അതിനൊരു ശക്തിയുണ്ട്. हीलिंग, छुटकारा, चंगाई देने का एक सामर्थ्य. സൗഖ്യത്തിന്റെ വിടുതലിനെ കൊടുക്കാനുള്ള ശക്തിയുണ്ട് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലത്തിന്. सुन रहे हैं आप लोग? നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. You have the power to heal. നമുക്ക് ശക്തിയുണ്ട് മറ്റുള്ള ഹീൽ ചെയ്യുവാൻ. You have the power to rejoice. और जो आनंद देने का शक्ति है आपके पास. സന്തോഷം കൊടുക്കാനുള്ള ശക്തിയും നമ്മളിലുണ്ട്. ആമേൻ. लेकिन एक कंडीशन, എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. फलाना चाहिए तो നമ്മൾ ഇന്ന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ दाखलता से अच्छा कनेक्शन होना चाहिए. നമ്മൾ ആ മുന്തിരിവള്ളിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കും. अभी मैं एक सवाल का उत्तर देना चाहता हूँ. ഞാൻ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നു. पिछले 2000 साल കഴിഞ്ഞ 2000 വർഷമായിട്ട് कलीसिया धरती में है. ദൈവസഭ ഭൂമിയിലുണ്ട്. पिछले 2000 साल मसीह लोग धरती में है. കഴിഞ്ഞ 2000 വർഷമായിട്ട് ദൈവ മക്കൾ ഭൂമിയിലുണ്ട്. अभी भी दुनिया का लोग यीशु को क्यों पहचानता नहीं? എന്നിട്ടും ഇപ്പോൾ ലോകത്തിലുള്ളവർ എന്തുകൊണ്ട് യേശുവിനെ അറിയുന്നില്ല? क्योंकि पिछले 2000 साल കാരണം കഴിഞ്ഞ 2000 വർഷമായിട്ട് जो मसीह लोग कहा मैं क्रिश्चियन, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വ്യക്തികള് कुछ फल नहीं उपजा. അവരിൽ നിന്ന് ഒരു ഫലവും പുറപ്പെട്ടിരുന്നില്ല. अगर वो फलवंत होते तो, അവരിൽ നിന്ന് ഫലം if പുറപ്പെട്ടിരുന്നില്ല, they were fruitful, അവര് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിരുന്നു, दुनिया का पिक्चर ये नहीं होने वाला. ലോകത്തിന്റെ പിക്ചർ ഇതായിരിക്കില്ലായിരുന്നു. हेलो, सुन रहे हैं ना आपने? ആമേൻ. ഹല്ലേലൂയ. पहले शतक का कलीसिया का आप देखो, ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ നമുക്ക് जिसका നോക്കാം. बारे में यीशु ने गवाही बताया. അതിനെപ്പറ്റി യേശു സാക്ഷ്യം क्या പറഞ്ഞു. गवाही बताया? എന്താണ് സാക്ഷ്യം പറഞ്ഞത്? तुम बहुत फल ला रहे. നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. पहले शतक का कलीसिया को यीशु ने कहा तुम बहुत. ആദ്യ നൂറ്റാണ്ടിലെ സഭയോട് യേശു കർത്താവ് പറയാണ് നിങ്ങൾ വളരെ ഫലം കായ്ക്കും. आज का जमाना का कलीसिया को अगर देखे प्रभु ऐसे एक सर्टिफिकेट देगा तो क्या कहने वाला है? ഇന്നത്തെ സഭയെ നോക്കി യേശു കർത്താവ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ क्या എന്ത് പറയും? कहेगा? क्या तुम बहुत फल ला रहे? യേശു കർത്താവ് പറയുമ്പോൾ നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന്. नहीं, एक 500 साल पहले का कलीसिया को देखो, 500 വർഷം മുന്നേ ഉള്ള സഭയെ നോക്കുക, 600 साल पहले का कलीसिया को. 600 വർഷം മുന്നേ ഉള്ള സഭയെ നോക്കുക. हालेलुया. कलीसिया एकदम नामधारी बन गया. उस जमाने के बारे में सोचो. ഒരു നാമധേയ സഭയായിട്ട് നിന്നു. पवित्र आत्मा का कुछ कामों नहीं है, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി അവരുടെ कोई वरदानों ഇല്ലായിരുന്നു. नहीं है. ഒരു കൃപാവരും അവിടെ ഇല്ലായിരുന്നു. किस तरह का कलीसिया था? എങ്ങനെയുള്ള ഒരു സഭയായിരുന്നു അപ്പോൾ?
church become powerless. ഒരു ശക്തിയില്ലാത്ത ദൈവസഭയായി Church become fruitless. ഫലം പുറപ്പെടുവിക്കാത്ത സഭയായി തീർന്നു. Hallelujah. धन्यवाद यीशु. अगर पहले शतक में जो फल लाते वैसे चेलो आगे भी फल लाया तो ആദ്യ നൂറ്റാണ്ടിലെ ആ ഫലം പുറപ്പെടുവിച്ച ശിഷ്യന്മാരെ പോലെ മുന്നോട്ട് ഫലം പുറപ്പെടുവിക്കുന്നവരുണ്ടായിരുന്നുവെങ്കിൽ आज दुनिया का परिस्थिति कुछ अलग होने वाला. ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥ ഇതായിരിക്കില്ല, വേറെ ആയിരുന്നേനെ. फर्स्ट सेंचुरी में ही ആദ്യ നൂറ്റാണ്ടിൽ തന്നെ चेलों जो उनको जानते वैसे धरती के आखिरी छोर तक गया. ശിഷ്യന്മാര് അവർക്കറിയാവുന്ന പോലെ ലോകത്തിന്റെ അറ്റത്തോളം അവർ പോകാനിടയിൽ. उनका सोच है इधर धरती के आखिरी छोर तक जाना. അവരുടെ ചിന്ത ഇതായിരുന്നു, ഞങ്ങൾക്ക് ലോക उस जमाने में उनको जो जानते वैसे नॉन वर्ल्ड कहते उसका अंत तक वो लोग गया. അന്നത്തെ കാലത്ത് അവർ അറിവിനനുസരിച്ച് ലോകത്തിന്റെ അന്ത്യം വരെ അവർ പോകാനിടയായി. उदाहरण बोले तो प्रेरित पौलुस कैसे सेवकाई करते था. ഉദാഹരണം പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്? कितना यात्रा करके मिशनरी यात्रा करके सेवा करने वाला दास था ധാരാളം पौलुस. മിഷണറി യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്ത വ്യക്തിയായിരുന്നു പൗലോസ്. एशिया यूरोप इन सारे जगहों में जाके सुसमाचार बताया ഏഷ്യയിലെ परमेश्वर യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി മിഷണറി യാത്ര ചെയ്ത വ്യക്തിയായിരുന്നു പൗലോസ്. हालेलुया. हर देश में पूरा दुनिया उनका द्वारा सुसमाचार सुना. മുഴുവൻ ലോകവും പൗലോസ് മൂലം സുവിശേഷം അറിയാനിടയായി. पौलुस का बारे में ज्यादा बाइबल में लिखा है. പൗലോസിനെ പറ്റി കൂടുതൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു. अन्य चेलों भी ऐसे काम किया. മറ്റു ശിഷ്യന്മാരും അത് തന്നെ ചെയ്തു. बाकी चेलों भी ऐसे काम किया. ബാക്കി ശിഷ്യന്മാർ അതേ പ്രവൃത്തി ചെയ്തു. उसके बारे में ज्यादा विवरण हमें बाइबल में नहीं मिल रहे, बस उतना ही. അവരെ പറ്റിയുള്ള അനേക വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല, അത്രമാത്രം. हालेलुया. ഹല്ലേലൂയ. थोमा का बारे में कहा है. തോമസിനെ പറ്റി ഇങ്ങനെ പറയുന്നു. थोमा भारत तक आया कहते. തോമസ് ഭാരതം വരെ ചേർന്ന ശിഷ്യനാണ്. भारत तक आया ഭാരതം വരെ വന്നു ശിഷ്യൻ. क्योंकि उस जमाना में भारत के साथ में मिडिल ईस्ट का संपर्क होते था. അന്നത്തെ കാലത്ത് ഭാരതവുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ट्रेड रूट जो അവർ व्यापार का जरूरियों के लिए जो आने जाने का रास्ता उस जमाने में था. വ്യാപാരം ചെയ്യുന്ന മാർഗങ്ങളൊക്കെ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. तो थोमा भारत में आ गया. അതുകൊണ്ട് തോമസ് ഭാരതത്തിൽ കടന്നു വന്നു. अब समझ लीजिए उस चेलों कितना फल लाते था. നമ്മൾ ചിന്തിച്ചു നോക്കുക, ആ ശിഷ്യന്മാർ അന്ന് എത്രമാത്രം ഫലം പുറപ്പെടുവിച്ചു. लेकिन पहले शतक के बाद में എന്നാൽ ആദ്യ നൂറ്റാണ്ടിന് ശേഷം कलीसिया के अंदर से फल आना बंद हो गया. ദൈവസഭയ്ക്കുള്ളിൽ നിന്ന് ഫലം വരുന്നത് നിൽക്കുവാൻ തുടങ്ങി. धीरे धीरे फल बिल्कुल नष्ट हो गए. പതുക്കെ പതുക്കെ ഫലം നഷ്ടമാകുവാൻ തുടങ്ങി. क्यों फल नष्ट हो गए? എന്തുകൊണ്ട് ഫലം നഷ്ടപ്പെട്ടു? यीशु ने कहा इसका कारण യേശു പറഞ്ഞു അതിന്റെ കാരണം. दाग लदा में वास करके ही फल ला सकते हैं. മുന്തിരി വള്ളിയിൽ വസിച്ചാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കൂ. अगर दालिया को दाग लदा के साथ में कनेक्शन रिश्ता संपर्क नहीं है तो उसमें से कुछ फल नहीं आएगा. കൊമ്പിന് മുന്തിരി വള്ളിയുമായിട്ട് ബന്ധമില്ല എങ്കിൽ ഒരു ഫലവും കടന്നു വരികയില്ല. धन्यवाद यीशु. अगर पिछले जमाने का पिछले पीढ़ियों को परमेश्वर के साथ में अच्छा रिश्ता होते तो കഴിഞ്ഞ തലമുറയിലെ പ്രിയമുള്ളവർക്ക് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നെങ്കിൽ आज दुनिया का कोई भी ऐसे देश नहीं होने वाला था ഇന്നത്തെ ഒരു ദേശം ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നു. जहाँ विश्वासियों नहीं. വിശ്വാസികളില്ലാത്ത ഒരു ദേശം പോലും കാണുകയില്ലായിരുന്നു. जानते अभी भी कुछ देशों में ഇപ്പോഴും ചില ദേശങ്ങളുണ്ട് विश्वासियों मिलना मुश्किल है. വിശ്വാസികൾ വളരെ കുറവായിരിക്കും, നമുക്ക് കാണുവാൻ പോലും കഴിയുകയില്ല. कारण क्या है? കാരണം എന്താണ്? पिछले पीढ़ियों फलों नहीं था. കഴിഞ്ഞ തലമുറയിലുള്ളവർ ആരും ഫലം प्रभु പുറപ്പെടുവിച്ചില്ല. के साथ में रिश्ता नहीं रखा. ദൈവമായിട്ട് നല്ലൊരു ബന്ധം അവർ വെച്ചില്ല. परमेश्वर के बच्चों में आज मैं कहना चाहता हूँ, ദൈവമക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ आप ആഗ്രഹിക്കുന്നു. सबको मैं एनकरेज करना चाहता हूँ. എല്ലാരും എൻകറേജ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. प्रभु के साथ में एक अच्छा रिश्ता जोड़ो, ദൈവമായിട്ട് നല്ലൊരു ബന്ധം വെക്കുക, अच्छा रिलेशनशिप. നല്ലൊരു റിലേഷൻഷിപ്പ് വെക്കുക യേശു കർത്താവുമായിട്ട്. दाग लदा में वास करके ही हम फल ला सकते हैं. മുന്തിരിവള്ളിയിൽ വസിച്ചാൽ മാത്രമേ നമ്മൾ ഇന്ന് ഫലം പുറപ്പെടുവിക്കൂ. उससे दूर होके हम कुछ भी नहीं कर सकते. മുന്തിരിവള്ളിയിൽ നിന്ന് ദൂരത്തായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. यीशु ने कहा बिना मुझसे आप कुछ भी नहीं कर सकते. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് Without ഒന്നും ചെയ്യാൻ me you കഴിയില്ല. cannot do anything. ഞാനില്ല നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ये हम सीखना है परमेश्वर के बच्चों. अपना बुद्धि से अपना शक्ति से कुछ भी हम नहीं कर सकते. ദൈവമക്കളെ, ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ ബുദ്ധി यीशु കൊണ്ടോ के साथ ചിന്ത में കൊണ്ടോ നമുക്കൊന്നും अच्छा ചെയ്യാൻ रिश्ता കഴിയില്ല. हम बनाएगा. യേശുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ വെക്കുകയാണ്. ऑटोमेटिक हमसे फल आना शुरू करेगा. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിത് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. आप चिंता करने का जरूरत नहीं है അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഭാരപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. कैसे मैं सेवकाई करेगा, എങ്ങനെ ഞാൻ ശുശ്രൂഷ ചെയ്യുമെന്ന്, कैसे मैं फल लाएगा, എങ്ങനെ ഞാൻ ഫലം പുറപ്പെടുവിക്കും, कैसे मुझे एक आशीष बनना है. എങ്ങനെ ഞാൻ ഒരു അനുഗ്രഹമായി वो തീരും, चिंता करने का जरूरत नहीं. അതൊന്നും ഓർത്ത് നമുക്ക് അപ്പോൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. क्या होता है मालूम है?
परमेश्वर के बच्चों का बारे में दुनिया सुना है, ये लोग प्रार्थना करेगा तो चंगाई होगा। ദൈവമക്കളെ പറ്റി ലോകം കേട്ടിരിക്കുന്ന ഇവര് പ്രാർത്ഥിച്ച സൗഖ്യം കടന്നു വരും. ये लोग भविष्यवाणी बोलने वाले लोग हैं, ഇവര് പ്രവചിക്കുന്നവരാണ്. इनके पास वरदान रहते हैं। അവർ കൃപാവരങ്ങളുണ്ട്. इसका फल आनंद देने वाला फल है, चंगाई देने वाला फल है। അവരുടെ ഫലം ആനന്ദം കൊടുക്കുന്നതാണ്, സൗഖ്യം കൊടുക്കുന്നത്. ये सोच के लोग आपको कहेगा सिस्टर मेरे लिए भी जरा प्रार्थना करो। ഇത് ഓർത്തിട്ട് അവര് പറയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हम टेंशन में आ जाएगा, നമ്മൾ ടെൻഷനിൽ കടന്നു വരും. क्योंकि हमें विश्वास नहीं है हम प्रार्थना करेगा तो कुछ होने वाला है। നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമില്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും. इतना डिमांड है, चंगाई का इतना डिमांड है, छुटकारा का इतना डिमांड है, സൗഖ്യത്തിന് വിടുതലിന് ഇത്രമാത്രം ഡിമാൻഡാണ്. लेकिन वो जो रेशियो होता है ना, डिमांड और सप्लाई का रेशियो, എന്നാൽ റേഷ്യോ കുറവാണ്. कॉमर्स में सीखते हैं ना, डिमांड सप्लाई रेशियो, हालेलुया, इकोनॉमिक्स में, हाँ हालेलुया, डिमांड और सप्लाई का जो रेशियो होता है ना, ഡിമാൻഡിന്റെ സപ്ലൈയുടെ റേഷ്യോ, डिमांड बहुत है ഡിമാൻഡ് ധാരാളമാണ്, लेकिन सप्लाई कम है। എന്നാൽ സപ്ലൈ കുറവാണ്. डिमांड सप्लाई रेशियो में गड़बड़ होते तभी क्या होने वाला है मालूम है? ഡിമാൻഡിലും സപ്ലൈയിലും റേഷ്യോയിലും പ്രശ്നം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? नंबर 1 भाव बढ़ेगा, ഒന്ന് വില വർദ്ധിക്കും, बहुत कॉस्टली बन जाएगा। ഒത്തിരി കോസ്റ്റ്ലി ആയി തീരുവടിയാകും. अभी देखो फल बहुत कम है, इसलिए फल का बहुत कॉस्ट है। ഫലം വളരെ കുറവായതുകൊണ്ട് ഫലത്തിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. दूसरा प्रॉब्लम, മറ്റൊരു പ്രോബ്ലം, सप्लाई कम है तो സപ്ലൈ കുറവാണെങ്കിൽ फिर लोग डुप्लीकेट बनाना शुरू करेंगे। അവരതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. सुन रहे हैं आपने? डिमांड का उतना सप्लाई नहीं है तो डुप्लीकेट बढ़ेगा। ഡിമാൻഡിന്റെ അത്ര സപ്ലൈ ഉണ്ടാകുന്നില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൂടുവാനിടയാണ്. कोई भी चीज बहुत मिलते उसका कोई डुप्लीकेट बनाएगा क्या? ഏതെങ്കിലും ഒരു സാധനം ധാരാളം ലഭിക്കുന്നെങ്കിൽ അതിന്റെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകില്ല. नहीं बनाएगा, അതിന്റെ उसका डुप्लीकेट बनाने का जरूरत नहीं है। അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. जो चीज मिलता नहीं है उसका डुप्लीकेट ज्यादा बनते हैं। ഏത് കാര്യമാണോ ലഭിക്കാൻ ദുർലഭമായിട്ടുള്ള അതിന്റെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത്. आज का जमाना में ഇന്നത്തെ കാലത്തും डुप्लीकेट बढ़ने का कारण ഡ്യൂപ്ലിക്കേറ്റ് വർദ്ധിക്കുന്നതിന്റെ കാരണം डिमांड का हिसाब से सप्लाई नहीं है। ഡിമാൻഡ് പോലെ സപ്ലൈ നടക്കുന്നില്ല. അതുകൊണ്ട് हेलो, यीशु ने देखा യേശു കണ്ടു कटनी बहुत है, കൊയ്ത്ത് വളരെ ഉണ്ട്, मजदूरों कम है, എന്നാൽ അതിന് ജോലിക്കാർ വളരെ डिमांड बहुत है, ഡിമാൻഡ് വളരെ കൂടുതലാണ്. लेकिन फल उपजने वाला कम है। എന്നാൽ ഫലം പുറപ്പെടുവിക്കുന്നവർ വളരെ കുറവാണ്. यीशु आज भी फल ढूंढ रहे हैं, ഇന്ന് കർത്താവ് അതുകൊണ്ട് ഫലം അന്വേഷിക്കുക, आज भी फल ढूंढ रहे ഫലം അന്വേഷിക്കുകയാണ് യേശു കർത്താവ്. हैं। यीशु ने एक अंजीर का वृक्ष में फल ढूंढा। യേശു ഒരു അത്തിവൃക്ഷത്തോട് ഫലം അന്വേഷിച്ചു. वचन में लिखा है വചനത്തിൽ എഴുതി उसमें बहुत पत्तों था। അതിൽ വളരെ ഒത്തിരി അത്തിയിലകൾ ഉണ്ടായിരുന്നു, हालेलुया, उसमें बहुत पत्तों था। ധാരാളം ഇലകൾ. और वचन में लिखा है वो सीजन नहीं था। വചനത്തിൽ എഴുതിയിരിക്കുന്നു അത് ആ സീസൺ അല്ലായിരുന്നു. फिर क्यों फल ढूंढा? പിന്നെ എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഫലം അന്വേഷിച്ചത്? क्योंकि डिमांड बहुत ज्यादा, കാരണം ഡിമാൻഡ് വളരെ കൂടുതലായിരുന്നു. क्योंकि लोग भूखा है। കാരണം ജനം വിശന്നിരിക്കുകയാണ്. हेलो, ഹല്ലേലൂയ. भूख सीजन देके आएगा नहीं। വിശപ്പ് കടന്നു വരുന്ന ഒരിക്കലും സീസൺ നോക്കിയല്ല. क्या आपको सिर्फ सीजन में भूख लगती है क्या? നിങ്ങൾക്ക് സീസണിലാണ് വിശപ്പ് കടന്നു വരുന്നത്. सुन रहे नहीं आप? समझ में नहीं आ रहे? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ? ऐसे तो सिस्टम अच्छा था, അങ്ങനെയാണെങ്കിൽ साल में एक बार फल होते तभी सिर्फ हमें भूख लगेगा। വർഷത്തിൽ ഒരിക്കൽ ഫലം ऐसे नहीं കടന്നു भाई, വരും, അപ്പോൾ നമുക്ക് हर വിശപ്പുണ്ടാകും. दिन भूख लगते। എല്ലാ ദിവസവും നമുക്ക് सीजन है सीजन नहीं है फिर भी भूख സീസൺ ആണോ लगते। അല്ലയോ അതെങ്കിലും നമുക്ക് വിശക്കും. मनुष्य का समस्या सीजन में होता नहीं, ये हमेशा होता है। മനുഷ്യരുടെ പ്രശ്നം ഒരു സീസണിൽ മാത്രം കടന്നു വരുന്നതല്ല, लेकिन എല്ലായ്പ്പോഴും. प्रॉब्लम എന്നാ പ്രശ്നം, हम सिर्फ सीजन में फल लाते। എന്നാ നമ്മൾ പലപ്പോഴും സീസണിൽ ഫലം കായ്ക്കുന്നവരാണ്. हेलो, ब्लेसी ने गवाही बताया, സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞു, फास्टिंग प्रेयर का बीच में चंगाई पाया, ഫാസ്റ്റിംഗ് പീരീഡിന്റെ ഇടയ്ക്ക് സൗഖ്യം പ്രാപിച്ചതായി. क्योंकि वो सीजन था, കാരണം അത് സീസൺ ആയിരുന്നു. क्योंकि इधर पवित्र आत्मा का काम हो रहा था। പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോടെ നടന്നുകൊണ്ടേയിരിക്കുക. सीजन में हम हालेलुया बहुत फल खाए, बहुत आनंदित हो गए। സീസണിൽ നമ്മൾ ഒത്തിരി ഫലം കഴിച്ചു. ऐसे फास्टिंग प्रेयर खत्म हो गया, ഫാസ്റ്റിംഗ് പീരീഡ് अपना ऑफ सीजन भी शुरू हो गया। നമ്മുടെ ഓഫ് സീസൺ തുടങ്ങുവാനായി. डिमांड तो कम नहीं है, ഡിമാൻഡ് കുറഞ്ഞില്ല, भूख तो कम नहीं है, വിശപ്പ് കുറഞ്ഞില്ല, हालेलुया पत्तों बहुत है, ഇലകൾ ധാരാളമുണ്ട്, लेकिन फल नहीं। എന്നാൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല. परमेश्वर का बच्चा, ദൈവമക്കളെ, आप और मैं सिर्फ सीजन में फलवंत होने वाला बन के नहीं रहना है, നമ്മൾ ഓരോരുത്തരും സീസണിൽ മാത്രം ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് क्योंकि ഇരിക്കരുത്. दुनिया बहुत भूखा है, കാരണം ലോകം വളരെ വിശന്നിരിക്കുന്നു, डिमांड बहुत है, ഡിമാൻഡ് വളരെ കൂടുതലാണ്, जरूरियों लोगों का जरूरियों बहुत है। ലോകത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. धन्यवाद यीशु। सच बोलेगा तो परमेश्वर का बच्चा अपना सोसाइटी में, अपने अगल बगल में जीने वाले व्यक्तियों के जीवन में कितना समस्याओं में
നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്നവർ, നമ്മുടെ സൊസൈറ്റിയിലുള്ളവർക്ക് എത്രയോ പ്രശ്നങ്ങളുണ്ട്. वो क्यों आपके पास आके प्रार्थना नहीं मांगते? എന്തുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്ന് പ്രാർത്ഥന ചോദിക്കാത്തത്? क्योंकि अभी तक आप में उन्होंने कोई फल देखा नहीं। കാരണം നമ്മളിൽ നിന്ന് അവരാരും ഒരു ഫലം उस रीति में കണ്ടില്ല. वो व्यक्ति आपको पहचानता नहीं है। നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് അവർ ഇതുവരെ जब മനസ്സിലാക്കി पहचाना शुरू करेगा അവർ മനസ്സിലാക്കി वो കഴിയും. खुद आके कहेगा ब्रदर मेरे लिए प्रार्थना करें, അവർ തന്നെ കടന്നു വന്ന് പറയുകയും ഞങ്ങൾക്ക് വേണ്ടി मुझे एक പ്രാർത്ഥിക്കണം, समस्या है, ഞങ്ങൾക്കൊരു പ്രശ്നം. मैंने देखा आपने दूसरे किसी के लिए प्रार्थना की, उनका जीवन में छुटकारा हो गया, ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ കടന്നു വന്നു. उनका जीवन बदल गया। അങ്ങനെ അവരുടെ ജീവിതം മാറി. मेरे लिए भी प्रार्थना। അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. फल उपजना शुरू करेगा, ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോൾ लोग ज्यादा आके डिमांड करेगा। ധാരാളം ആൾക്കാർ വന്ന് ഡിമാൻഡ് ചെയ്യടെയാകും. डिमांड को मीट करने के लिए ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി आपको बहुत प्रोड्यूस करना पड़ेगा, നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. प्रोडक्शन को बढ़ाना पड़ेगा। നമ്മുടെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുന്നവരായിരിക്കും. हेलो, प्रोडक्शन को बढ़ाना पड़ेगा। പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കണം. आप चारों तरफ देखो, നമ്മൾ നമ്മുടെ നാല് ചുറ്റും നോക്കുക. लोग बहुत समस्याओं में, ജനങ്ങൾ വളരെ പ്രസിദ്ധി കൂടി കടന്നു. काफी लोग वो शैतान लूट के, हालेलुया, मार के रास्ता में आधा प्राण में छोड़ के गया है। ചുറ്റും നോക്കുമ്പോൾ അനേകരെ പിശാച് അവരെ കൊള്ളയിട്ട് മർദ്ദിച്ച് അവശരാക്കി വഴിയിലിട്ടേക്കുന്നു. वो सब परमेश्वर का संतान है, അവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. they are the children of God। അവർ ദൈവത്തിന്റെ മക്കളാണ് അവരെല്ലാരും. आपको जानते हैं, सिर्फ हम जो कलीसिया में आके अच्छा कपड़ा पहन के बैठ रहे, सिर्फ हम नहीं, ദൈവസഭയെ കടന്നു നല്ല വസ്ത്രം ധരിച്ച് ആരാധിക്കുന്ന നമ്മൾ മാത്രമല്ല ദൈവത്തിന്റെ दुनिया മക്കള്. का हर व्यक्ति के अंदर परमेश्वर का आत्मा है। ലോകത്തിലുള്ള എല്ലാ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ്. दुनिया का हर व्यक्ति को परमेश्वर प्यार करते हैं। ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെ യേശു കർത്താവ് സ്നേഹിക്കുന്നു. उसका कपड़ा अच्छा नहीं होगा, അവർ വസ്ത്രം ചിലപ്പോൾ നല്ലതല്ലായിരിക്കും, समाज में उसको कोई जगह नहीं होगा, സമൂഹത്തിൽ അവർക്ക് നല്ല സ്ഥാനമില്ലായിരിക്കും. लेकिन प्रभु उसको प्यार करते हैं। എന്നാൽ അവർ ദൈവത്തിന്റെ പൈതലാണ്. ദൈവം आपको जितना प्यार करते हैं उतना उस व्यक्ति को भी प्यार करते हैं। നമ്മളെ സ്നേഹിക്കുന്നത് പോലെ കർത്താവ് അവരെ സ്നേഹിക്കുന്നു. हालेलुया, धन्यवाद यीशु। ഹല്ലേലൂയ. शैतान लूट के, शैतान मार के रास्ता में आधा प्राण में छोड़ के गया है। പിശാച് കൊള്ളയിട്ട് മർദ്ദിച്ച് അവരെ പകുതി ജീവനോടെ പകുതി വഴിയിലിട്ടേക്കും. क्या आपके पास द्राक्षरस है? നിങ്ങളുടെ കരങ്ങളെ ആ വീഞ്ഞുണ്ടോ? उसको चंगा करने का? അവർക്ക് സൗഖ്യം കൊടുക്കാൻ आप വേണ്ടി में से उस फल आ रहे उसको छुटकारा देने का? നിങ്ങൾ ഇന്ന് ആ ഫലം കടന്നു വരുന്നുണ്ടോ? അവർക്ക് വിടുതൽ കൊടുക്കാനുള്ള डिमांड बहुत है मेरे, ഡിമാൻഡ് വളരെ കൂടുതലാണ്. लेकिन हम में फल कम है। എന്നാൽ നമ്മൾ ഈ ഫലം വളരെ കുറവാണ്. पतरस और अंद्रुस जहां भी गया, പത്രോസ് അന്ത്രോസ് എവിടെല്ലാം പോയി, जिसके ऊपर हाथ रखा वो चंगा हो गया। ആടെ എല്ലാം മേൽ കരം വെച്ച് അവരെല്ലാം पहले शतक സൗഖ്യമായി. में पतरस का ഷാഡോ छवि गिर के लोग चंगा हो गए। ആദ്യ നൂറ്റാണ്ടിൽ പത്രോസിന്റെ നിഴൽ തട്ടിയപ്പോൾ തന്നെ അവിടെയുള്ള സൗഖ്യമായി. हालेलुया। पौलुस का रूमाल जहां डाला उधर चंगा हो गया। പൗലോസിന്റെ കർച്ചി വിട്ടെടുത്ത് സൗഖ്യം നടന്നു. क्यों? എന്തുകൊണ്ടാണ്? क्योंकि उनका सबका परमेश्वर का साथ में जो रिश्ता था वो कुछ अलग था। കാരണം അവരും ദൈവമായിട്ടുള്ള ബന്ധം വളരെ നല്ലതായിരുന്നു. उसी अध्याय में क्या लिखा है? मैंने 15 अध्याय में അതേ 15-ാം അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? You are going to testify about me. तुम मेरे बारे में गवाही बोलेगा। നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുവടിയാകും. क्यों? എന്തുകൊണ്ടാണ്? 15 अध्याय में लिखा है तुम मेरे बारे में गवाही कहेगा। 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ എന്റെ സാക്ഷികളാകും. कैसे गवाही कहेगा? എങ്ങനെയുള്ള സാക്ഷികളാകും? हालेलुया। उधर लिखा है क्योंकि तुम पहले से मेरे साथ में। കാരണം നിങ്ങൾ ആദ്യം മുതലേ എന്റെ കൂടെ ഉണ്ട്. अगर प्रभु का साथ में नहीं होते, ദൈവത്തിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, प्रभु का साथ में नहीं चलते तो ദൈവത്തിന്റെ കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ उनके पास देने के लिए कोई टेस्टिफाई करने के लिए कुछ भी नहीं होने वाला അവരുടെ था। ജീവിതത്തിലെ സാക്ഷിയായിട്ട് ഒന്നും അവർക്ക് ലഭിക്കുകയില്ലായിരുന്നു. 27वां आयत, 27-ാം വാക്യം, 27वां आयत, 15 का 27। और तुम भी गवाह हो क्योंकि तुम आरंभ से मेरे साथ रहे। देखो, जो यीशु के साथ रहते, യേശുവിന്റെ കൂടെ വസിക്കുന്നവർ they have something to share with the world. അവരുടെ ജീവിതത്തിൽ ചിലതുണ്ട് സാക്ഷ്യം പറയുവാൻ. जो यीशु के साथ रहते उनको दुनिया का साथ में देने के लिए, बांटने के लिए कुछ गवाही है, ദൈവത്തിന്റെ കൂടെ വസിക്കുന്നവർക്ക് ലോകത്തിന് കൊടുക്കാൻ ചില സാക്ഷ്യങ്ങളുണ്ട്, कुछ टेस्टिमनी है, ചില സാക്ഷ്യങ്ങളുണ്ട്, कुछ फल है। ചില ഫലങ്ങളുണ്ട് അവരുടെ ജീവിതത്തില്. अपना प्रॉब्लम, നമ്മുടെ പ്രശ്നം हम नामधारी है, നമ്മൾ നാമധേയരായിട്ട് ജീവിക്കുന്നു. हमें प्रभु के साथ में रिश्ता कमजोर है। ദൈവമായിട്ട് നല്ല ബന്ധം നമുക്ക് പലപ്പോഴും ഇല്ല.
अपने आप को परखो आज सुबह, ഇന്ന് രാവിലെ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. आप और प्रभु के साथ में रिश्ता कितना मजबूत है. നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം എത്ര ശക്തമാണെന്ന് പരിശോധിക്കാം. संडे संडे हम आराधना में आते हैं, സൺഡേ നമ്മൾ ആരാധിക്കാൻ കടന്നു വരുന്നു. बस अपना सबसे बड़ा स्पिरिचुअल अचीवमेंट वही है, നമ്മുടെ ഏറ്റവും വലിയ ആത്മീയ കൂട്ടായ്മ ഇതാണ്, संडे आराधना. സൺഡേയിൽ ആരാധന. बाकी 6 दिन ബാക്കി हम 6 दुनिया ദിവസം में जीते, നമ്മൾ ലോകത്ത് ജീവിക്കുന്നു. परमेश्वर के साथ में ज्यादा संपर्क नहीं है. ദൈവമായിട്ട് യാതൊരു കൂടുതൽ ബന്ധമില്ല. एक मामूली तरीका में थोड़ा प्रार्थना करेगा, थोड़ा वचन पढ़ेगा, സാധാരണ രീതിയിൽ അല്പം പ്രാർത്ഥിക്കുക, അല്പം വചനം വായിക്കും. ऐसे जीवन का बारे में यीशु ने कहा नहीं. അങ്ങനെയുള്ള ജീവിതത്തെ പറ്റിയല്ല യേശു പറയുന്നത്. इन एंड आउट लाइफ का बारे में कहा नहीं. ഇന്നും ഔട്ട് ആയിട്ടുള്ള ജീവിതത്തെ പറ്റിയല്ല യേശു പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് बने रहने का बारे में कहा, കർത്താവിൽ തന്നെ വസിക്കുവാനാണ് പറയുന്നത്. स्थिर रहने का बारे में कहा, സ്ഥിരതയോടെ വസിക്കുവാനാണ് 24 आवर्स यीशु के साथ में रहने का बारे में कहा. 24 മണിക്കൂർ യേശുവോട് ഒപ്പം വസിക്കുവാനാണ് പറയുന്നത്. हालेलुया. उस रीति में अगर हम भी रिश्ता बना सकते तो അങ്ങനെ നമ്മൾ യേശുവുമായിട്ടൊരു ബന്ധം വെക്കുകയാണെങ്കിൽ भले सदक अपोस्तल का जैसे हम भी फलवंत होने वाले. ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിന് ഫലം പുറപ്പെടുവാനിടയാണ്. दुनिया को आनंद दिलाने वाला फल हमसे आने वाला. ലോകത്തെ സന്തോഷിപ്പിക്കുന്ന ഫലം നമ്മൾ ഇന്ന് പുറപ്പെടുവാൻ. डिमांड जितना होते ഡിമാൻഡ് എത്രമാത്രം കൂടുതലാണ് उतना सप्लाई हमसे शुरू करेगा. അത്രമാത്രം സപ്ലൈ നമ്മൾ ഇന്ന് പുറപ്പെടുവാനിടയാണ്. आज आप में से कितने लोग प्रार्थना करेगा, അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് ഇന്ന് പ്രാർത്ഥിക്കുന്നു? प्रभु जी मेरा चारों तरफ काफी लोग संकट कष्ट उठा रहे हैं, കർത്താവേ, ഞങ്ങളുടെ നാല് ചുറ്റും അനേകർ സങ്കടപ്പെടുന്നു, കഷ്ടപ്പെടുന്നു. दुनिया को आनंद दिलाने वाला फल मुझसे उपजने दीजिए. ലോകത്തെ സന്തോഷിപ്പിക്കുന്ന ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. हालेलुया. धन्यवाद यीशु. काफी लोग आपसे कनेक्टेड है, काफी लोग आपको पहचाने वाला काफी लोग है. നമ്മളെ അറിയാവുന്ന അനേകരുണ്ട്. उनके जीवन में बहुत बड़ा समस्या है. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. वो सोच रहे उनका कोई सोल्यूशन नहीं है, അവർ ചിന്തിക്കുന്നു അതിനൊരു പരിഹാരവുമില്ല എന്ന്. लेकिन सोल्यूशन आपके पास है. എന്നാൽ സൊല്യൂഷൻ നമ്മുടെ കരങ്ങളിലുണ്ട്. You have the solution. നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. हालेलुया. आज भी यीशु काम करने वाला है. ഇന്ന് യേശു പ്രവർത്തിക്കുവാനിടയാണ്. अगर आज कलीसिया में हम गवाही सुना, ഇന്ന് നമ്മൾ ദൈവസഭ സാക്ഷ്യം കേട്ടു, उन्होंने आर्थराइटिस चंगाई की. ദൈവ ആർത്രൈറ്റിസിനെ സൗഖ്യമാക്കിയെന്ന്. फास्टिंग प्रेयर का बीच में चंगाई हो गया, अब तक उन्होंने शरीर को चेक किया, कंप्लीट हीलिंग हो गया. ഹസ്ബൻഡിന്റെ ഇടയ്ക്കാണ് സൗഖ്യമുണ്ടായത്. ഇന്നുവരെയും ചെക്ക് ചെയ്തു, പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. आर्यन अपना बीच में है. ആര്യം നമ്മുടെ നടുവിലുണ്ട്. आर्यन एक क्षण खड़ा हो जाइए. ആര്യം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. आर्यन बेटा एक क्षण खड़ा हो जाइए. इस बेटा के लिए हम पिछले काफी महीनों से कलीसिया प्रार्थना, ഈ മകന് വേണ്ടി നമ്മൾ കുറെ മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചു. गवाही है, जीवित गवाही है. ഒരു ജീവനുള്ള സാക്ഷ്യമാണ് നിൽക്കുന്നത്. ആമേൻ. कैंसर का बीमारी था बच्चों को, ക്യാൻസറിന്റെ അസുഖമായിരുന്നു ആര്യന്. उन्हें चंगाई दी. കർത്താവ് സൗഖ്യം കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. हाथ उड़ा के अच्छा हालेलुया. കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറയാം. ആമേൻ. ഹല്ലേലൂയ. आर्यन का परिवार यीशु को जानने वाला परिवार नहीं था. ആര്യന്റെ കുടുംബം നേരത്തെ യേശുവിനെ അറിയുന്ന കുടുംബമായിരുന്നില്ല. बनारस में हॉस्पिटल में ट्रीटमेंट के लिए आया. ബനാറസിൽ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ एक नर्स बहन ने सुसमाचार बताया. ഒരു നേഴ്സ് സഹോദരി സുവിശേഷം अगर उस बहन ने सुसमाचार नहीं बताया तो, ആ സഹോദരി അന്ന് സുവിശേഷം उस बहन പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ने चंगाई देने वाला यीशु के बारे में नहीं बताया तो, സൗഖ്യം കൊടുക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് ആ സഹോദരി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, मैं एक बात बोलना चाहता हूँ. ഒരു കാര്യം പറയുകയാണ്. देखो आपको भी प्रभु फल लाने के लिए बुलाया. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ഇതുപോലെ ഫലം यीशु പുറപ്പെടുവിക്കാനാണ്. चंगाई देने वाला है. നമ്മുടെ യേശു കർത്താവ് സൗഖ്യം കൊടുക്കുന്നവനാണ്. यीशु चंगाई देने वाला है. യേശു സൗഖ്യം കൊടുക്കുന്നവനാണ്. उल्पल ब्रदर का गवाही सुन. उल्पल ब्रदर क्षण खड़ा हो ഉൽപ്പൽ ബ്രദറിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. जाइए. आपका विश्वास बढ़ना चाहिए सुन के. उल्पल ब्रदर पहले बार इस कलीसिया में आया. ഉൽപ്പൽ ബ്രദർ ആദ്യമായിട്ട് സഭയിൽ വന്നപ്പോൾ क्या बोल के आया? कितने लोग जानते हैं? जानते हैं ना क्या बोल के आया? എന്ത് പറഞ്ഞാണ് വന്നത്? बच्चों नहीं था, തലമുറകളില്ലാതെയാണ് വന്നത്. शादी हो के बच्चा नहीं है बोल के इस कलीसिया में. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെയാണ് കടന്നു വന്നത്. हाँ, बिजली आंटी और अपना सुरेश ब्रदर, राजीव ब्रदर सब अपना जो नलसुपाड़ का लोग ज्यादा जानते हैं. നലസുപാലുള്ളവർക്കെല്ലാം ഉൽപ്പൽ ബ്രദറിനെ നന്നായിട്ട് അറിയാം. बच्चा नहीं बोल के इस कलीसिया में തലമുറയില്ലാതെ ഭാരത്തോട് കൂടിയാണ് കടന്നു വന്നത്. उन्होंने आशीषित किया. ദൈവം അനുഗ്രഹിച്ചു. 2 बच्चों को प्रभु ने दिया. ദൈവം 2 തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ചു. एक नहीं, ഒന്നല്ല, एक को मांगा प्रभु ने 2 दे दिया. ഒന്നിനെയാണ് ചോദിച്ച क्या കർത്താവ് प्रभु 2 काम करेगा नहीं आपका जीवन में? നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവ് बैठ പ്രവർത്തിക്കില്ല. जाओ ब्रदर. ऐसे बोलने के लिए तो कितना गवाही है. അങ്ങനെ പറയാൻ ഒത്തിരി आप സാക്ഷ്യങ്ങളുണ്ട്. में से हर व्यक्ति गवाही बोल सकते हैं. നമ്മൾ എല്ലാവർക്കും സാക്ഷ്യം പറയാൻ സാധിക്കും. അങ്ങനെ यीशु जिंदा है. हालेलुया. ओ
I can face tomorrow because He lives. All fear is gone because I know. Yes, I know. He holds my future, and life is worth the living just because He यीशु lives. जिंदा है, कल की चिंता नहीं, कल की चिंता यीशु नहीं। जिंदा है, अब डर कहाँ है ये यकीन मुझको कल सुरक्षित, अब जीवन है जीने का बल, यीशु जिंदा है. हालेलुया। यीशु जीवित है, നമ്മുടെ യേശു ജീവിക്കുന്നു. यीशु जिंदा है, നമ്മുടെ യേശു ജീവിക്കുന്നു. आज भी वो काम करेगा. ആ യേശു കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. लेकिन यीशु काम करने के लिए യേശു പ്രവർത്തിക്കുവാൻ വേണ്ടി झट नहीं डालियों में फल आते. വേരിലല്ല ഫലം വരുന്നത്, അതിന്റെ കൊമ്പുകളിലാണ്. जब डालियों झट से संपर्क में रहेगा, എന്നാൽ കൊമ്പ് വേരുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിരിക്കണം. एक क्लोजनेस में रहेगा, दूर नहीं. നല്ലൊരു ബന്ധമായിരിക്കണം, അടുത്ത ബന്ധമായിരിക്കണം. हालेलुया. ഹല്ലേലൂയ. संपर्क में रहेगा. എപ്പോഴും ആ വേരുമായിട്ട് സമ്പർക്കത്തിലിരിക്കും. क्या होने वाला मालूम है? എന്ത് സംഭവിക്കും? हमसे बहुत फल आया. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ചെയ്ത് വളരെ ഫലം പുറപ്പെടും. पहले शतक का भक्तों का विशेषता क्या है? ആദ്യ നൂറ്റാണ്ടിലെ ഭക്തന്മാരുടെ വിശേഷത They എന്തായിരുന്നു? were with Jesus. അവർ യേശുവിന്റെ കൂടെയായിരുന്നു. यीशु के साथ में चला. അവർ യേശുവിന്റെ കൂടെ നടന്നവരായിരുന്നു. प्रेरितों 3 अध्याय में അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം यीशु लंगड़ा आदमी का चंगाई हो गया. ആ മുടന്തനായ വ്യക്തിയുടെ സൗഖ്യം നടന്നപ്പോൾ आपको जानते हैं? हालेलुया. यीशु का चेलों पतरस यूहन्ना को उस जो याजकों का सभा में लेके गया, सनहद्रीम सभा में. യേശുവിന്റെ ശിഷ്യന്മാരെ ആ പത്രോസിനെ യോഹന്നാനെ അവരുടെ സംഘത്തിലേക്ക് കൊണ്ടുപോയി. हालेलुया. सनहद्रीम सभा बोलते उसको. यहूदी लोगों का धर्म का सबसे ऊंचा समाधि है, उसमें लेके गया യഹൂദന്മാരുടെ നേതാക്കന്മാരെ ആ സംഘത്തിലേക്ക് കൊണ്ടുപോയി. और उनका बारे में पूछताछ किया. അവരെ പറ്റി ചോദിച്ചു. और मालूम पड़ा ये लोग आम लोग हैं, मामूली लोग, മനസ്സിലായി ഇവര് വേറെ ऑर्डिनरी पीपल. ഇവര് സാധാരണ ജനങ്ങളാണെന്ന് മനസ്സിലായി. ये मालूम पड़ा ये लोग कोई थियोलॉजिकल कॉलेज में सीखा हुआ लोग नहीं, ഇവര് വലിയ തിയോളജി ഒന്നും പഠിക്കാത്തവരാണെന്ന് ഓർക്കുന്നു. आम लोग हैं. സാധാരണക്കാര്, तो मछुआरा लोग हैं. മത്സ്യത്തെ पतरस പിടിക്കുന്ന और यूहन्ना कौन था? മീൻപിടുത്തക്കാരായിരുന്നു. मछली पकड़ने वाला दो लोग. മത്സ്യം പിടിക്കുന്നവർ രണ്ടുപേര്. फिशरमैन. वचन में क्या लिखा है मालूम है? വചനത്തിൽ എന്താണ് जब എഴുതിയിരിക്കുന്നത്? मालूम पड़ा ये लोग आम लोग हैं അവർക്ക് മനസ്സിലായി ഇവര് സാധാരണക്കാരാണ്. और इतने बड़े चमत्कार इनका जरिया हो गया. ഇവര് കൂടിയാണ് ഇത്ര വലിയ അത്ഭുതം നടന്നത്. इस तरह का चमत्कार എങ്ങനെയുള്ള അത്ഭുതമാണ്? लंगड़े चलते हैं. മുടന്തൻ സൗഖ്യമായി. हालेलुया. ये महायाजक काफी बार देखा है. മഹാപുരോഹിത ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. इस लंगड़ा आदमी उस फाटक के बाहर बैठ के देखा है उसको. ഈ മുടന്തനായ വ്യക്തി ആ വാതിൽക്കൽ ഇരിക്കുന്നത് ഈ മഹാപുരോഹിതൻ വളരെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. काफी बार ये महायाजक को शायद इन्होंने भीख मांगा होगा. അനേക പ്രാവശ്യം മഹാപുരോഹിതനോട് ഫിഷ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. उन्होंने कुछ टुकड़ा है ना, हालेलुया, कुछ कोइन डाल के दिया होगा. ചില നാണയത്തുട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. यहूदी धर्म का सबसे ऊंचा सरदार होके भी യഹൂദന്മാരുടെ വലിയ മത നേതാവായിട്ട് इस व्यक्ति का समस्या के लिए कोई हालेलुया सॉल्यूशन उसके हाथ में नहीं था. ഈ മുടന്തനായ വ്യക്തിയുടെ വിടുതലിനുള്ള ഒരു കാര്യവും ഈ മഹാപുരോഹിതന്റെ लेकिन अभी കയ്യിൽ. गलीला से आया 2 मछुआरा लोग. എന്നാൽ ഇപ്പോൾ ഗലീലയിൽ നിന്ന് കടന്നത് 2 हालेलुया. क्या किया है? അവരെന്താണ് ചെയ്തത്? काफी साल से लंगड़ा होके बैठा, उसका हाथ पकड़ के कहा, सोना चांदी अपने हाथ में नहीं है, हम में जो है हम दे रहे तुझको. വർഷങ്ങളായിട്ട് മുടന്തരായിട്ടിരിക്കുന്നവരോട് പത്രോസ് യോഹന്നാനും പറയാണ്, സ്വർണവും വെള്ളി ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളതിന് നിനക്ക് यीशु नासरी के नाम में उठ के चलो, हाथ पकड़ के उठाया. നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് पैरों में बल आ गया. അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ കാലിലേക്ക് ബലം കടന്നു വന്നു. उठ के क्या किया लिखा है? എഴുന്നേറ്റ് എന്ത് ചെയ്താണ് उठ के क्या किया? वॉकिंग एंड लीपिंग एंड praising God. തുള്ളിയും ചാടി ആ വ്യക്തി എഴുന്നേറ്റ് मैं कुछ കർത്താവിനെ कहना चाहता മഹത്വപ്പെടുത്തി. हूं. अगर सही में चंगाई पाया तो ശരിയായ ഒരു വിടുതൽ നമ്മുടെ हम भी नाचना ജീവിതത്തിലുണ്ടെങ്കിൽ शुरू करेगा. നമ്മൾ നൃത്തം ചെയ്യാൻ തുടങ്ങും. हम क्यों नाचता नहीं है? എന്തുകൊണ്ടാണ് നമ്മൾ നൃത്തം ചെയ്യാത്തത്? क्योंकि हमें उतना आनंद दिल के अंदर नहीं നമ്മുടെ है. ജീവിതത്തിൽ അത്രയും ആനന്ദം കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് हम नामधारी है. നമ്മൾ നാമധേയരായി ജീവിക്കുന്നു. हमें अंदर कोई हालेलुया आनंद अभी तक हम पाया नहीं. നമ്മുടെ ഉള്ളിൽ ഇതുവരെ ഒരു സന്തോഷം നമ്മൾ പ്രാപിച്ചിട്ടില്ല.
मैं देखा लखनऊ का एक पास्टर अंकल, बहुत बुजुर्ग पास्टर अंकल है, ലക്നൌവിലുള്ള ഒരു പ്രായമുള്ള പാസ്റ്ററുകള് उन्होंने गाना गा रहे हैं അതേ ഒരു പാട്ട് പാടി. टैबरिन सब यूज करके। आपने देखा ना उस वीडियो? लखनऊ का एक बहुत बड़ा पास्टर टैबरिन सब यूज करके गाना गा रहे हैं। അതേ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉപയോഗിച്ച് പാട്ട് പാടി, बुजुर्ग अंकल है, नाच के गा रहे हैं। നൃത്തം ചെയ്ത് പാട്ട് പാടുക. इस बबलिंग 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 है, मेरे अंदर आनंद उमंड रहे बोल के नाच के गा रहे हैं। എന്റെ हालेलुया। ഉള്ളിൽ സന്തോഷം വരുന്നു പറഞ്ഞ് നൃത്തം ചെയ്ത് പാടുക. जब अंदर कोई आनंद नहीं है, ഉള്ളിൽ ആനന്ദമില്ല എങ്കിൽ आप उस गाना गाएगा, നമ്മൾ ഈ പാട്ട് പാടും, दुख का गाना। ദുഃഖത്തിന്റെ പാട്ട് നമ്മൾ പാടും. हालेलुया। लेकिन जब आनंद उमंडेगा, എന്നാൽ നമ്മുടെ ഉള്ളിൽ Going to dance. സന്തോഷം നിറയുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുന്നു. when you get healed, നമ്മൾ സൗഖ്യം जब आप ലഭിക്കും, चंगाई पाएगा, സൗഖ്യം you പ്രാപിക്കും. will leap, you will jump, and you will hallelujah shout with joy. തുള്ളിയും ചാടിയും നമ്മൾ കർത്താവിനെ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങും. हालेलुया। हालेलुया, मैं एक आमीन। बात आपको कहना चाहता हूं। ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. पतरस हाथ पकड़ लिया, പത്രോസ് കരം പിടിച്ചു. पतरस के अंदर से आनंद इसके अंदर बह गया। പത്രോസിന്റെ ഉള്ളിൽ നിന്നുള്ള ആ സന്തോഷം ഈ മുടന്തനായ पतरस के अंदर വ്യക്തിയിലേക്ക് से എത്തി. उस जो चंगाई इसके अंदर बह गया। പത്രോസിന്റെ ഉള്ളിലുള്ള ആ സൗഖ്യത്തിന്റെ ശക്തി വ്യക്തി ഉള്ളിലേക്ക് पतरस കടന്നു. के हाथ में सोना चांदी नहीं, പത്രോസിന്റെ കരങ്ങളിൽ സ്വർണവും വെള്ളിയും ഇല്ല, लेकिन चंगाई है। എന്നാൽ സൗഖ്യമുണ്ട്. पतरस का हाथ में फल है। പത്രോസിന്റെ കരങ്ങളിൽ ഫലമുണ്ട്. क्या आपके हाथ में फल है? നിങ്ങളുടെ കരങ്ങളിൽ ഫലമുണ്ട്. अगर आपका हाथ में फल है तो നിങ്ങളുടെ കരങ്ങളിൽ ഫലമുണ്ട് എങ്കിൽ देखो, यहूदी धर्म का बड़े बड़े सरदार लोग नहीं कर पाया वैसे काम യഹൂദ മത നേതാക്കന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് आम लोग कर रहे हैं। സാധാരണക്കാർ यीशु ചെയ്യുവാനിടയായി. का कोई भी चेला बहुत बड़ा कोई व्यक्ति नहीं था। യേശു ശിഷ്യന്മാർ ആരും വലിയ വ്യക്തികളായിരുന്നില്ല. यीशु ने ऐसे कोई किसी को चुना नहीं। യേശു അങ്ങനെയുള്ള വലിയ വ്യക്തികളെ उसका 12 തെരഞ്ഞെടുത്തില്ല. चेलों सब आम लोग था, യേശുവിന് 12 ശിഷ്യന്മാര് സാധാരണ ജനമായിരുന്നു, ऑर्डिनरी पीपल। സാധാരണ ജനമായിരുന്നു. लेकिन उस ऑर्डिनरी लोग, साधारण लोग എന്നാൽ ആ സാധാരണ വ്യക്തികൾ सच्ची दाखलता के साथ में संपर्क में आया। സാക്ഷാൽ മുന്തിരിവള്ളിയോട് അവർ ചേർന്ന് നിന്നുകൊണ്ട് क्या हो गया मालूम है? എന്ത് സംഭവിച്ചു അവരുടെ ജീവിതത്തില്? असाधारण अलौकिक कामों करने वाला लोग बन അവർ गए। അസാധാരണ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളായി उनमें से മാറുകയും फल आना शुरू किया। അവരിന്ന് ഫലം വരുവാൻ തുടങ്ങി. क्यों फल आना शुरू किया? എങ്ങനെയാണ് ഫലം क्योंकि വന്നത്? उनका कनेक्शन किसके साथ में है? അവരുടെ കണക്ഷൻ എവിടെയായിരുന്നു? मामूली दाखलता के साथ में नहीं है, സാധാരണ മുന്തിരിവള്ളിയോട് കൂടി ആയിരുന്നില്ല, हाँ स्वर्गीय दाखलता के साथ में, സ്വർഗത്തിലെ സാക്ഷാൽ മുന്തിരിവള്ളിയോടൊപ്പം अर्थात यीशु मसीह के साथ में, യേശു കർത്താവിനോടൊപ്പം जिसका रिश्ता यीशु के साथ में जुड़ा हुआ है, ആരുടെ ബന്ധമാണോ वो യേശുമായിട്ടുള്ളത് कभी मामूली नहीं ആ रहेगा। വ്യക്തി ഒരിക്കലും സാധാരണ अलौकिक कामों प्रभु उनका जरिया करने वाला അവരിൽ है। കൂടി കർത്താവ് അസാധാരണ പ്രവൃത്തികൾ ചെയ്യുവാനിടയാകും. तो प्रेरितों का पुस्तक 3 अध्याय में क्या लिखा है? അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? जब यहूदी धर्म का महायाजक को पता मिला, യഹൂദ മഹായാജകന് മനസ്സിലായി ये गलीला से आया हुआ साधारण लोग है, ഗലീലയിൽ നിന്ന് കടന്നു വന്ന ഇവര് സാധാരണ വ്യക്തികളാണ്, ये आम लोग है, ഇവര് സാധാരണക്കാരാണ്. लेकिन बहुत बड़ा चमत्कार किया है। എന്നാൽ ഇവര് വളരെ വലിയ അത്ഭുതങ്ങൾ एक ചെയ്തു. लंगड़ा व्यक्ति का चंगाई हो गया। ഒരു മുടന്തനായ വ്യക്തിയുടെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. तो पूछा इसका कारण क्या है, ഇവരോട് ചോദിക്കുകയാണ് ഇതിന്റെ കാരണം എന്താണ്, इसका रहस्य क्या है? ഇതിന്റെ രഹസ്യം എന്താണ്? ये आम लोग कैसे ऐसे बड़ा काम कर पाया? ഈ സാധാരണക്കാർക്ക് എങ്ങനെ ഇത്ര അത്ഭുതങ്ങൾ ചെയ്യാൻ उस वचन में സാധിച്ചു? लिखा है, ആ വചനത്തിൽ तो എഴുതിയിരിക്കുന്നു. कोई कहा അപ്പോൾ ആരോ പറയുകയാണ് they were with Jesus, അവർ യേശുവിന്റെ കൂടെ वो यीशु ഉള്ളവരായിരുന്നു, के साथ में था। അവർ യേശുവിന്റെ കൂടെയുള്ള मैं एक बात ശിഷ്യന്മാരായിരുന്നു. कहना चाहता ഞാൻ हूँ, ഒരു കാര്യം यूहन्ना പറയുന്നു. 15 का 27 में यीशु ने कहा, യോഹന്നാൻ 15:27 യേശു तुम പറയുന്നു, पहले से मेरा साथ में है, നിങ്ങൾ ആദ്യം മുതലേ എന്റെ കൂടെയായിരുന്നു, इसलिए you will testify about me, इसलिए तुम गवाही बोलने वाला है। അതുകൊണ്ട് നിങ്ങൾ എന്നെ പറ്റി സാക്ഷ്യം जो പറയുവാനിടയായി. यीशु के साथ में जुड़ा रहते, യേശുവിനോട് കൂടെ ചേർന്നിരിക്കുന്നു, उसका हाथ में दुनिया को देने के लिए कुछ होगा। അവരുടെ കരങ്ങളിൽ ലോകത്തിന് കൊടുക്കാനുള്ള ചില കാര്യങ്ങൾ जितना ഉണ്ടായിരിക്കും. डिमांड होते എത്രമാത്രം उतना ഡിമാൻഡ് ഉണ്ടോ सप्लाई करने के लिए उसका हाथ में होगा। അത്രമാത്രം സപ്ലൈ അവരുടെ കരങ്ങളിൽ आज ഉണ്ടായിരിക്കും. का जमाने में झूठे लोग क्यों ज्यादा आते हैं मालूम है? ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഫോഷ്ക്ക് झूठे പറയുന്നവരുണ്ടായിരിക്കുന്നത്? भविष्यवक्ता, കള്ളപ്രവാചകന്മാർ, झूठे अपोस्टल्स കള്ള അപ്പോസ്തലന്മാർ क्यों इतना ज्यादा होते हैं? എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലായിരിക്കുന്നത്? क्योंकि डिमांड सप्लाई रेशियो वैसे है। ഡിമാൻഡിന്റെ സപ്ലൈയുടെ റേഷ്യോ അങ്ങനെ डिमांड ആയതുകൊണ്ട് बहुत है लेकिन देने के लिए लोग नहीं है। ഡിമാൻഡ് വളരെ കൂടുതലാണ്, എന്നാൽ കൊടുക്കാൻ ജനം കുറവാണ്. सही चंगाई देने के लिए लोग जब जहां नहीं है, ശരിയായിട്ടുള്ള സൗഖ്യം കൊടുക്കാനുള്ള ആൾക്കാരില്ലാത്തപ്പോൾ लोग झूठे लोगों का पीछे जाएगा, नकली അപ്പോഴാണ് नकली ना डुप्लीकेट
लोगों का पीछे ഡ്യൂപ്ലിക്കേറ്റിന്റെ जाए। പുറകെ ജനം പോകുന്നത്. आज का जमाने में इतना डुप्लीकेट इसलिए बढ़ रहे हैं। അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ് വർദ്ധിക്കുന്നത്. ओरिजिनल कह रहे हम में से फल नहीं आ रहे। ഒറിജിനൽ ആയ ആൾക്കാർ പറയുകയാണ് ഞങ്ങൾ ഇത് ഫലം വരുന്നില്ല എന്ന്. क्या आप एक निर्णय लेगा? നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? वो मैं फल ना चाहता हूं। കർത്താവേ, ഞാൻ ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നു. कौन सा फल? ഏതാണ് ആ ഫലം? जो वृक्ष में वही फल लाना। ഏത് വൃക്ഷമാണോ ഞാൻ അതേ ഫലം ഞാൻ പുറപ്പെടുവിക്കാൻ जो ആഗ്രഹിക്കുന്നു. वृक्ष में वही फल लाना चाहता हूं। ഏത് വൃക്ഷമാണോ അതേ ഫലം ഞാൻ പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നു. मैं ताकलदा में लगाया हुआ व्यक्ति है, डालिया है, मुझसे दूसरे कोई फल नहीं। ഞാൻ മുന്തിരിവള്ളിയിൽ ചേർത്ത मुझसे വ്യക്തിയാണ്. वही दाक मधु आना चाहिए। എന്നിൽ നിന്ന് വേറെ ഫലമല്ല, മുന്തിരിയുടെ ഫലം തന്നെ വരണം. हालेलुया। यीशु फल ढूंढ रहे हैं, യേശു ഫലം അന്വേഷിക്കുകയാണ്. सिर्फ सीजन में नहीं, സീസണിൽ മാത്രമല്ല യേശു ഫലം അന്വേഷിക്കുന്നത്. ऑफ सीजन में भी हमसे फल സീസൺ होना അല്ലാത്തപ്പോൾ യേശു കർത്താവ് നമ്മളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നു. चाहिए। क्योंकि भूख सिर्फ सीजन में नहीं है। കാരണം വിശപ്പ് വരുന്നത് ഒരിക്കലും സീസണിൽ हमेशा മാത്രമല്ല, എപ്പോഴും വിശപ്പ് तो കടന്നു. परमेश्वर का बच्चा आपको भी हमेशा फलवंत होना है। അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ എപ്പോഴും എല്ലാ സീസണിലും ഫലം अगर आप പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. यीशु में बने रहते तो നമ്മൾ യേശുവിനോട് ചേർന്നിരുന്നു आप കഴിഞ്ഞാൽ सीजन में नहीं, നമ്മൾ സീസണിൽ മാത്രമല്ല, हमेशा आप फलने वाला है। നമ്മളെപ്പോഴും എല്ലാ സീസണിലും जो ഫലം व्यक्ति പുറപ്പെടുവിക്കുന്നവരായിരിക്കും. यीशु में बने रहते ഏത് വ്യക്തിയാണോ യേശുവിനോട് वो ചേർന്നിരിക്കുന്നത്, सीजन में नहीं, ആ വ്യക്തി സീസണിൽ മാത്രമല്ല हमेशा फलने वाला है। എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. क्योंकि वो सच्ची ताकलदा है। കാരണം അവൻ സാക്ഷാൽ सच्ची മുന്തിരിവള്ളിയാണ്. ताकलदा बोलेगा तो സാക്ഷാൽ मैं മുന്തിരിവള്ളി ऐसे പറഞ്ഞാൽ कहना चाहता है, हेवनली वाइन। ഞാൻ हालेलुया। പറയാൻ ആഗ്രഹിക്കുന്നത് സ്വർഗീയ വീഞ്ഞ്, स्वर्ग से उतराया हालेलुया ताकलदा। സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മുന്തിരിവള്ളി. थैंक यू जीसस। Amen, हालेलुया 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 हालेलुया। यीशु में बने रहो। അതുകൊണ്ട് യേശുവിനോട് കൂടെ വസിക്കുക. इस वचन का दूसरे एक भाग में मैं जल्दी प्रवेशन करके प्रार्थना करना चाहता हूं। വചനത്തിന്റെ മറ്റു ഭാഗത്തോട് പ്രവേശിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. इसी अध्याय में यीशु ने कहा, ഇതേ അധ്യായത്തിൽ യേശു जो പറയുകയാണ്, डालिया से फल आ रहे ഏത് കൊമ്പിൽ നിന്നാണ് ഫലം വരുന്നത് उसको मैंने चाटने वाला है। അതിനെ ഞാൻ ചെത്തുവാനിടയാകും. क्यों चाटने वाला है? എന്തിനാണ് ചെത്തുന്നത്? अधिक फल लाने के അത് लिए। അധിക ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. ओह माय गॉड हालेलुया। कुछ डालियों में फल जब कम है, ചില കൊമ്പിൽ ഫലം കുറവായിരിക്കുമ്പോൾ तो उस डालिया को एक प्रोसेस, एक प्रूनिंग का प्रोसेस से गुजरने देगा। ആ കൊമ്പിന് ഒരു പ്രൂണിങ്ങിന്റെ പ്രോസസ്സിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. अधिक फल लाने के लिए കാരണം അത് അധിക ഫലം കഴിക്കാൻ परमेश्वर का വേണ്ടിയാണ്. बच्चा कभी कभी ദൈവമക്കളെ, പലപ്പോഴും प्रभु ने भी अपना जीवन में कुछ संकट, कुछ समस्या, कुछ रुकावट को लाए। നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില സങ്കടങ്ങൾ, ബുദ്ധിമുട്ട് കടന്നു വരുന്നത്. क्यों ला रहे मालूम है? അതെന്തുകൊണ്ടാണ് കടന്നു क्योंकि വരുന്നത്? प्रभु आपको और तैयारी करना चाहिए। കാരണം കർത്താവ് പിന്നെ നമ്മളെ അധിക ഫലം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുകയാണ്. उस समस्या, उस रुकावट ആ പ്രശ്നം, ആ തടസ്സങ്ങള് आपको नष्ट करने के लिए नहीं, അത് നമ്മളെ നഷ്ടമാക്കുവാനല്ല. उस समस्या, उस बीमारी ആ പ്രശ്നം, ആ രോഗം आपको खत्म करने के लिए नहीं, നമ്മളെ തീർക്കുവാൻ വേണ്ടിയുള്ളതല്ല. प्रभु आपको और फलवंत बनाने के लिए छाट रहे हैं। ദൈവം നമ്മളെ പിന്നെ അധിക ഫലം കഴിക്കാൻ വേണ്ടി अगर माली ने വെടിപ്പാക്കുകയാണ്. अगर माली ने उस चाकू उपयोग नहीं करेगा तो ആ തോട്ടക്കാരൻ ആ കത്തി ഉപയോഗിച്ചില്ല എങ്കിൽ हालेलुया आप वापस हरा भरा होने वाला नहीं। നമ്മൾ പിന്നെയും പച്ചയോടെ ഫലപുഷ്ടമാകുകയില്ല. मालिक कभी कभी उस चाकू अपना जीवन उपयोग करेगा, പലപ്പോഴും തോട്ടക്കാരൻ ആ കത്തി നമ്മുടെ ജീവിതത്തിൽ क्योंकि ഉപയോഗിക്കുവാനിടയാണ്. मालिक को मालूम पड़ा കാരണം തോട്ടക്കാരന് മനസ്സിലായി, गया साल का उतना फल ये साल में नहीं, കഴിഞ്ഞ വർഷത്തെ പോലുള്ള ഫലം ഈ വർഷം ഉണ്ടാകുന്നില്ല എന്ന്. इसको और फलवंत बनाना है। അതുകൊണ്ട് ഈ വ്യക്തി ഇനിയും ഫലം പുറപ്പെടുവിക്കുന്ന कोई വ്യക്തിയാക്കണം. प्रोसेस है मेरा प्यारो, അതൊരു പ്രോസസ്സാണ്. इसलिए दुखी मत बन जाओ। അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് जब उस ദുഃഖിക്കേണ്ട. प्रोसेस से आप ആ गुजरेगा, പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ उस अनुभव के लिए प्रभु को धन्यवाद ആ देना चाहिए। അനുഭവത്തിനായിട്ട് उस ദൈവത്തിന് നന്ദി रुकावट के लिए പറയാം. धन्यवाद ആ देना चाहिए। തടസ്സത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് आपका आपका पावर बढ़ रहे उस अनुभव से, നമ്മുടെ ശക്തി വർദ്ധിക്കുകയാണ് ആ അവസ്ഥയിൽ കൂടി. आपका फल बढ़ने वाला है उस अनुभव से, നമ്മുടെ ഫലം വർദ്ധിക്കുവാനിടയാകും. आप और फलवंत होने वाला है। നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കാനിടയാകും. क्या आप में से कोई भी कुछ समस्या से गुजर रहे हैं? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം കൂടി കടന്നു പോകുകയാണ്? कोई रुकावट आपका जीवन में है? എന്തെങ്കിലും തടസ്സം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? कोई बीमारी से आज भी आप संकट उठा रहे हैं? എന്തെങ്കിലും രോഗത്തിൽ കൂടി നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണോ? चिंता मत करो, ഭാരപ്പെടേണ്ട. that's a pruning അത് process പ്രൂണിംഗ് പ്രോസസ്സാണ്. that will increase your fruit. അത് നമ്മുടെ ഫലത്തെ വർദ്ധിപ്പിക്കും. अगर प्रूनिंग हो गया इसका मतलब പ്രൂണിംഗ് ആയതിന്റെ അർത്ഥം आप और प्रभु का साथ में एक रिश्ता है। നമ്മൾ ദൈവമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. प्रूनिंग हो गया इसका मतलब आप और प्रभु का साथ में एक रिश्ता है। പ്രൂണിങ്ങിന്റെ അർത്ഥം ദൈവവും നമ്മളുമായിട്ട് നല്ലൊരു ബന്ധം. प्रूनिंग नहीं हो गया इसका मतलब നമ്മുടെ ജീവിതത്തിൽ പ്രൂണിംഗ് നടക്കുന്നില്ല എങ്കിൽ, एकदम काट के निकाल रहे इसका मतलब
അതിനെ आप और പിഴുതെടുക്കുന്നതിന്റെ प्रभु का साथ അർത്ഥം में कोई रिश्ता नहीं। നമ്മൾ ദൈവമായിട്ട് ബന്ധമില്ല എന്നാണ്. अगर कोई भी तरह का एक चाटने का अनुभव आपका जीवन में हो रहे, ഏതെങ്കിലും രീതിയിൽ ചെത്തി വെടിപ്പാക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ इसका ജീവിതത്തിലുണ്ടെങ്കിൽ मतलब അതിന്റെ അർത്ഥം आप और प्रभु में एक रिश्ता है നമ്മളും ദൈവമായിട്ട് നല്ലൊരു और ബന്ധമുണ്ട്. प्रभु उम्मीद रखा है പ്രഭു കർത്താവ് നമ്മൾ ഇന്ന് आप में से ആഗ്രഹിക്കുന്നു, अधिक फल പ്രതീക്ഷിക്കുന്നു. लाएगा। നമ്മൾ ഇന്ന് അധികം ഫലം കടന്നു വരിക हाँ, കർത്താവ് मेरे जीवन में ആഗ്രഹിക്കുന്നു. काफी बार प्रभु ने मुझे प्रूनिंग किया है। എന്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം കർത്താവിനെ പ്രൂണിങ് आज ചെയ്തിട്ടുണ്ട്. भी एक प्रूनिंग से गुजरने दे रहे। ഇന്നും പ്രൂണിങ് കൂടി കടന്നു क्यों പോകുന്നു. मालूम है? എന്തുകൊണ്ടാണ്? प्रभु जानते हैं ദൈവത്തിന് അറിയാം हल मेरा बच्चा और फल लाना है। എന്റെ മകൻ ഇനിയും ഫലം കായ്ക്കുമെന്ന്. अगर मैंने प्रूनिंग नहीं किया तो കർത്താവ് പ്രൂണിങ് ചെയ്തില്ല എങ്കിൽ हालेलुया। मैंने प्रूनिंग के बारे में थोड़ा पहले स्टडी करके देखा है। പ്രൂണിങ്ങിനെ പറ്റി ഞാൻ ചിലത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. हिंदी में चाटने का अनुभव बोलते हैं ना, हालेलुया। मैंने इसके बारे में स्टडी किया है। ചെത്തി വെടിപ്പാക്കുന്നതിനെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ प्रत्येक रूप में जो गुलाब जो रॉस होते हैं ना, പ്രത്യേകമായിട്ട് റോസാ ചെടി, उसका प्रूनिंग के बारे में मैंने सुना है। അതിന്റെ പ്രൂണിങ്ങിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. जो रॉस का पुष्पों बनाने वाला जो खेती होते है, उस खेती में प्रूनिंग करते हैं। റോസാ പുഷ്പങ്ങൾ വളരുന്ന അതിന്റെ ആ സ്ഥലത്ത് അതിന്റെ പ്രൂണിങ് दो तरह നടക്കുന്നു. का प्रूनिंग होते है। രണ്ട് രീതിയിലുള്ള പ്രൂണിങ് ഉണ്ട്. एक एक पेरिफेरल प्रूनिंग है, एकदम छोटा छोटा ऊपर से काट के तैयारी करने वाली प्रूनिंग होता है। ഒന്ന് ചെറിയ രീതിയിലുള്ള മുകളിൽ കൂടിയുള്ള പ്രൂണിങ്, एक डीप प्रूनिंग होते है, ഒരു മറ്റൊരു രീതിയിലുള്ള ഡീപ്പ് പ്രൂണിങ്. मतलब एकदम नीचे नीचे से डालियों को काटेगा। താഴെ വരെ പോയിട്ട് അതിന്റെ दो കൊമ്പുകളെ तरह का വെട്ടിക്കളയും. प्रूनिंग होते हैं। രണ്ട് രീതിയിലുള്ള പ്രൂണിങ് ഉണ്ട്. किसान कभी ऐसे दो तरह का प्रूनिंग उपयोग करेगा मालूम है? എപ്പോഴൊക്കെയാണ് ഈ രണ്ട് രീതിയിലുള്ള अगर പ്രൂണിങ്? किसान को उनका खेती से ज्यादा फूल आना चाहिए, ആ കൃഷിക്കാരന് തന്റെ ആ തോട്ടത്തിൽ നിന്ന് കൂടുതൽ റോസാപ്പൂ വരണമെങ്കിൽ हालेलुया, उन्होंने एक पेरिफेरल प्रूनिंग करेगा। ആ കൃഷിക്കാരൻ ഒരു പെരിഫറൽ ആയിട്ട് മുകളിൽ കൂടുള്ള बहुत फूल मिलेगा, ഒത്തിരി പൂ ലഭിക്കാൻ लेकिन फूल छोटा रहेगा, എന്നാൽ പൂ ചെറുതായിരിക്കും, हालेलुया, नंबर बहुत रहेगा। നമ്പർ വളരെ കൂടുതലായിരിക്കും. लेकिन उसी खेती से उनको എന്നാൽ അതേ കൃഷി बड़े സ്ഥലത്ത് बड़े क्वालिटी वाला फूल का डिमांड है। വലിയ വലിയ ക്വാളിറ്റി ഉള്ള ഫലം വേണമെങ്കിൽ उन्होंने क्या करेगा? ആ കൃഷിക്കാരൻ എന്ത് ചെയ്യും? डीप प्रूनिंग करेगा, ഡീപ് പ്രൂണിങ് ചെയ്യുവാണ്. ताकि अगले सीजन में उसी पौधे से बहुत बड़ा खूबसूरत मोटा मोटा फूलों बाहर आए। അങ്ങനെയെങ്കിൽ അടുത്ത സീസണിലേക്ക് നല്ല വലിയ വലിയ റോസാ പൂക്കൾ അതിൽ കൂടെ കടന്നു तो വരികയാണ്. कभी कभी डीप प्रूनिंग अपना जीवन में करें। പലപ്പോഴും ദൈവം ഡീപ് പ്രൂണിങ് वो നമ്മുടെ हानि के ജീവിതത്തിൽ लिए ചെയ്യും. नहीं है, नुकसान के लिए അത് नहीं। നമ്മളെ നഷ്ടമാക്കുവാനല്ല, ദുഃഖത്തിന് आप में വേണ്ടിയല്ല, से बहुत फल आएगा, നമ്മളിൽ നിന്ന് നല്ല ഫലം കടന്നു बड़ा വരാൻ फल വേണ്ടിയാണ്. आएगा। വലിയ ഫലം आप കടന്നു വരാൻ मामूली വേണ്ടി. नहीं रहेगा, आप मामूली नहीं रहेगा, നമ്മൾ പിന്നെ സാധാരണക്കായിരിക്കില്ല. ऑर्डिनरी। हालेलुया, धन्यवाद यीशु। ഹല്ലേലൂയ. मैं जानते हैं आप में से कुछ लोगों का जीवन में चाटने का बहुत अनुभव से प्रभु ने गुजरने दिया। എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ദൈവം ആ ചെത്തി വെടിപ്പാക്കലിന്റെ അനുഭവത്തിൽ കൂടെ उस കടത്തിപ്പോയി. वेदना, उस दर्द ആ വേദന आपको नाश करने के लिए नहीं, നിങ്ങളെ നഷ്ടമാക്കുവാനുള്ളതല്ല, उस നശിപ്പിക്കാനുള്ളതല്ല. वेदना ആ വേദന दुनिया के लिए आपको एक आशीष बनाने के लिए। ലോകത്തിന് മുന്നിൽ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാനാണ്. അമ്മേ, ऐसे बहुत प्रूनिंग से गुजरा एक व्यक्ति के बारे में बोल के मैं बंद करना चाहता हूँ। ഇങ്ങനെ അനേക പ്രൂണിങ് കൂടെ കടന്ന ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞു उसका നിർത്തുന്നു. नाम है जोसेफ। ആ വ്യക്തിയുടെ പേരാണ് ജോസഫ്. बहुत बड़ा प्रूनिंग का अनुभव से उन्हें गुजरा। വലിയ പ്രൂണിങ്ങിന്റെ അനുഭവത്തിൽ കൂടി യോസഫ് കടന്നുപോയി. इसलिए उल्पत्ति 49वां अध्याय में അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് 49 चैप्टर 49 में ഉൽപ്പത്തി 49 पिताजी ने जोसेफ का बारे में क्या भविष्यवाणी दिया मालूम? യോസഫിന്റെ പിതാവ് എന്താണ് തന്റെ മകനെ പറ്റി സാക്ഷ്യം പറയുന്നത്? उल्पत्ति का किताब 49 का 22 पढ़ लीजिए, 22 पढ़ लीजिए, 49 का 22, ഉൽപ്പത്തി 49 22. 49 का 22 पढ़ लीजिए। जोसेफ एक फलवंत देखो, जोसेफ एक फलवंत दाखलता। യോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി. हेलो, जोसेफ कौन है? യോസഫ് ആരാണ്? फलवंत दाखलता। ഒരു ഫലപ്രദമായ മുന്തിരിവള്ളി. बाइबल में यीशु ने कहा मैं अच्छा दाखलता हूँ, യേശു വചനത്തിൽ പറയുന്നത് ഞാൻ നല്ല सच्ची മുന്തിരിവള്ളിയാണ്, दाखलता हूँ। ഞാൻ സാക്ഷാ लेकिन മുന്തിരിവള്ളി. उत्पत्ति का किताब में ही എന്നാ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് हम एक दाखलता को देख सकते നമ്മളൊരു മുന്തിരിവള്ളിയെ हैं। वो കാണുകയാണ്. कौन है? जोसेफ। അത് യോസഫാണ്. एक अच्छा യോസഫ് मजबूत फलवंत, യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. लेकिन उसका स्थान कहाँ था? അതിന്റെ സ്ഥാനം എവിടെയായിരുന്നു? क्या लिखा है उधर?
നീരുറവിനരികെയായിരുന്നു. नालिया का किनारा में लगाया था, നീരുറവിന്റെ അരികെയുള്ള ഒരു വൃക്ഷമായിരുന്നു इसलिए യോസഫ്. इतना उनका विरुद्ध में काम हुआ, അതുകൊണ്ട് യോസഫിന് വിരോധമായിട്ട് അനേക പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ मुरझ गया नहीं, അത് നഷ്ടമായി പോയില്ല. वो मुरझ गया नहीं. അത് നഷ്ടമായി പോയില്ല. मैं 3 बात जोसेफ का बारे में कहना चाहता हूं. യോസഫിനെ പറ്റി 3 കാര്യം പറയുന്നു. जोसेफ अच्छा फलवंत दाखला था, യോസഫ് നല്ലൊരു മുന്തിരിവള്ളി, नालिया का किनारे में पानी का सोता का किनारे में लगाया दाखला था, നീരുറവിന് അരികെ നട്ടിട്ടുള്ള നല്ലൊരു വൃക്ഷമായിരുന്നു. इसलिए वो नंबर 1 फल लाया, അതുകൊണ്ട് നല്ല ഫലം യോസഫിന് फल പുറപ്പെടുവിച്ചു. लाया, ഫലം കടന്നു വന്നു. बहुत फल लाया. വളരെ ഫലം കായ്ച്ചു യോസഫ്. परिस्थिति बहुत बेकार था, പരിസ്ഥിതി जोसेफ നല്ലതല്ലായിരുന്നു. का जीवन में कभी भी सीजन नहीं था. യോസഫിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നല്ല സീസൺ ഇല്ലായിരുന്നു. 30 साल उम्र तक 30 വയസ്സ് വരെ सिर्फ चाटने का काम हो रहा था. ആ ചെത്തി വെടിപ്പാക്കുന്ന പണി തന്നെ നടന്നുകൊണ്ടേയിരുന്നു. 30 साल उम्र तक चाटने का काम 30 വയസ്സ് വരെ ഇത് ചെത്തി कौन വെടിപ്പാക്കുന്ന बर्दाश्त कर सकते हैं? ഇത് ആർക്ക് സഹിക്കാൻ കഴിയും? प्रभु ये क्या काम हो रहा है? ദൈവമേ, ഇതെന്താണ് നടക്കുന്നത്? 30 साल उम्र तक चाटने का काम. 30 വയസ്സ് വരെ യോസഫിന്റെ ജീവിതത്തിൽ ചെത്തി कभी कभी हम വെടിപ്പാക്കുന്ന complain പ്രവൃത്തി. करें, अभी आओ और कहाँ कभी फल ला सकते हैं? കംപ്ലൈന്റ് വേണമെങ്കിൽ പറയും, എപ്പോൾ ये ഞാൻ सिर्फ ഫലം चाटने का काम हो रहे. ഈ ചെത്തി വെടിപ്പാക്കുന്ന പ്രവൃത്തി തന്നെ നടക്കുകയാണ്. कभी डीप प्रूनिंग इसलिए हो रहे. ഈ ഡീപ് പ്രൂണിങ് നടക്കുന്നത് ഇതുകൊണ്ടാണ്. तेरा बहुत लंबा सीजन बाकी है. നിന്റെ വലിയൊരു സീസൺ നിന്റെ മുന്നിൽ ബാക്കിയുണ്ട്. ആമേൻ. जोसेफ का सीजन कभी बदला मालूम है? യോസഫിന്റെ സീസൺ എപ്പോഴാണ് മാറിയത്? एक दिन बंदी गृह से उनको बाहर लाया, ഒരു ദിവസം ആ തടവ് ഗൃഹത്തിൽ നിന്ന് കാരാഗ്രഹത്തിൽ പുറത്തു उसका एक കൊണ്ടുവന്നപ്പോൾ फल खाया, അതിന്റെ ഒരു ഫലം ഭക്ഷിച്ചപ്പോൾ उसका एक फल खाया. ഒരു ഫലം ഭക്ഷിച്ചപ്പോൾ फरवो को पिलाने वाला का सरदार ഫറവോനെ വീഞ്ഞു കൊടുക്കുന്ന വ്യക്തി फरवो को कहा, വീഞ്ഞിന്റെ പ്രമാണി बंदी പറയുകയാണ്, गृह में एक बंदा पड़ा है, കാരാഗ്രഹത്തിൽ ഒരു വ്യക്തിയുണ്ട്, उसके पास स्वप्नों का व्याख्यान करने का फल है. ആ വ്യക്തിക്ക് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള ആത്മാവുണ്ട്. बहुत फलवंत दाखलदा है जोसेफ. വളരെ ഫലപ്രദമായ ഒരു जहां भी മുന്തിരിവള്ളിയാണ് हो യോസഫ്. वो, എവിടെയായാലും, बंदी गृह में हो, കാരാഗ്രഹത്തിലായാലും, हालेलुया, पुतीफर का घर में हो, പോത്തിഫറിന്റെ ഭവനത്തിലായാലും, सीजन नहीं है, സീസൺ അല്ല എങ്കിലും लेकिन डिमांड सप्लाई वो मेंटेन करने वाला व्यक्ति है. ഡിമാൻഡ് സപ്ലൈ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ് उसके യോസഫ്. पास फल है. യോസഫിന്റെ കരങ്ങളിൽ എപ്പോഴും ഫലമുണ്ടായിരുന്നു. एक फल खाया कप बेरर. ഒരു ഫലം കഴിച്ച ആ വിരുന്നുവാഴി राजा को भी गवाही बोल रहे. വീഞ്ഞുവാഴി പറയുകയാണ്, രാജാവിനോട് जोसेफ സാക്ഷ്യം एक व्यक्ति പറയുകയാണ്, है, उसके पास कुछ फल है. യോസഫ് എന്ന് പറയുന്ന വ്യക്തി കാരാഗ്രഹത്തിലുണ്ട്, അവന് ജീവിതത്തിൽ एक ചില बात बोलना ഫലങ്ങളുണ്ട്. चाहता हूं. राजा ने क्या सपना देखा? രാജാവ് എന്താണ് സ്വപ്നം കണ്ടത്? राजा ने क्या सपना देखा है? രാജാവ് എന്ത് സ്വപ്നമാണ് फरो കണ്ടത്? राजा का सपना क्या है? 7 अच्छा मजबूत गाय, पशु, 7 अच्छा मजबूत गाय, और नील नदी से एकदम हड्डी जैसे 7 पशुओं बाहर आया. गाय है ना, गाय बाहर आके ये अच्छे पशु को क्या किया? खा लिया. दूसरा क्या दर्शन देखा? 7 अच्छे फूलियों है और एकदम क्या बोलते हैं, कमजोर 7 फूलियों, कमजोर फूलियों अच्छे फूलियों को खा लिया. उस सेंटेंस आपको याद नहीं रखना है, खा लिया. ഈ സെന്റൻസ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഭക്ഷിച്ചു, വിഴുങ്ങിക്കളഞ്ഞു, पक्का उसको निकाल दिया. മുഴുവനായിട്ട് വിഴുങ്ങിക്കളഞ്ഞു. कभी कभी ऐसे होते कोई देश में, പലപ്പോഴും ചില ദേശങ്ങളിൽ ഇങ്ങനെയാണ്. परमेश्वर का बच्चे का आशीषों को डिवोर करने वाला, ദൈവമക്കളുടെ खाने वाला അനുഗ്രഹത്തെ, शक्ति हो. ദൈവമക്കളുടെ അനുഗ്രഹത്തെ വിഴുങ്ങിക്കളയുന്ന ശക്തികള്. जानते हैं आपको, शायद आपका काम करने का जगह में ऐसे शक्ति होगा നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ശക്തി जो ഉണ്ടായിരിക്കും. आपका आशीष को, आपका तंदुरुस्त पशुओं को ऐसे खा लेने वाला शक्ति. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ, നിങ്ങളുടെ ആരോഗ്യമുള്ള പശുക്കളെ വിഴുങ്ങിക്കളയുന്ന ശക്തികള് आपका बिजनेस में होगा, നിങ്ങളുടെ ബിസിനസ് ഉണ്ടായിരിക്കും, आपका कॉर्पोरेट ऑफिस में होगा. നിങ്ങളുടെ ഓഫീസുകളിൽ ഉണ്ടായിരിക്കും. सुन लीजिए, एक मिनट. जितने लोग कॉर्पोरेट ऑफिस में काम करते हैं उनको मैं एक संदेश देना चाहता हूँ. നിങ്ങൾ എത്ര പേര് കോർപ്പറേറ്റ് ഓഫീസ് जो ജോലി नौकरी ചെയ്യുന്നവരോട് करते हैं उनको एक സന്ദേശം संदेश പറയുന്നു. देना चाहता हूँ. मैं कुछ दिन पहले किसी के लिए प्रार्थना कर रहा था, had a clear vision. मैं एक विजन देखा. കുറെ ദിവസത്തിന് മുന്നേ ഒരു വ്യക്തി കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് ഒരു ദർശനം കണ്ടു. एक शक्ति हालेलुया डिवोर कर रहे आशीषों को, अच्छे फलों को वो खा लेते. അനുഗ്രഹത്തെ, നല്ല ഫലത്തെ ഭക്ഷിക്കുന്നതായിട്ട് ഞാൻ ऐसे नहीं കാണുന്നു. आप मेहनत नहीं कर रहे हो, ഇതിന്റെ അർത്ഥം നിങ്ങൾ അധ്വാനിക്കുന്നില്ല आप बहुत എന്നല്ല. मेहनत कर रहे നിങ്ങൾ വളരെ അധ്വാനിക്കുന്നു. हो, लेकिन उसी कंपनी में जो एकदम क्या बोलते हैं हालेलुया उदासियों के काम करने वालों को हमेशा सब तारीफ मिलते हैं, प्रमोशन मिलते हैं.
എന്നാൽ ആ ഓഫീസില് നല്ല ജോലി ചെയ്യാത്തവർക്കൊക്കെ വളരെ അനുബോധം ലഭിക്കും. इंक्रीमेंट उसको मिलते हैं, ശമ്പളം കൂടുതൽ प्रमोशन उसको मिलते हैं. പ്രൊമോഷൻ आप അവർക്ക് सोचिए ലഭിക്കും. क्या हो रहा है, मैं इतना मेहनत करने के बावजूद भी मेरा कुछ नहीं है. सोचा നിങ്ങൾ क्या ചിന്തിക്കും ഇതെന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. मैंने प्रार्थना किया तो प्रभु ने मुझे क्या दिखाया मालूम ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചത് है? Something is there ചില ശക്തിയോടെ which ഉണ്ട്. is devouring your blessings. നമ്മുടെ അനുഗ്രഹത്തെ തിന്നുകളയുന്ന तुरंत ശക്തി. प्रभु का आत्मा मुझे कहा, പെട്ട ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, नील नदी से 7 पशुओं बाहर आया. നൈൽ നദിയിൽ നിന്ന് 7 പശുക്കൾ പുറത്തു വന്നു. नील नदी से 7 पशुओं बाहर आया നൈൽ നദിയിൽ നിന്ന് 7 പശുക്കൾ പുറത്തു और വന്നു. अच्छे पशुओं को खा लिया. ആ നല്ല मैं പശുക്കളെ आत्मा में വിഴുങ്ങിക്കളഞ്ഞു. कहना चाहता हूं, ഞാൻ ആത്മാവിൽ പറയുന്നു, Shamana Ramshel Khamana. Thank you, Holy Spirit. My God. Malte Labashakane. Actually, Egypt का blessing, the blessing of Egypt, ഈജിപ്തിലെ അനുഗ്രഹം नाइल नदी है. നൈൽ നദിയായിരുന്നു. अब सुना ना इसे? इजिप्ट को क्या बुलाते हैं? ഈജിപ്തിനെ എന്താണ് വിളിച്ചത്? नाइल नदी का നൈലിന്റെ ദാനം. गिफ्ट ऑफ नाइल, नाइल नदी का दान है ना. इजिप्ट को क्या बुलाते हैं? नाइल नदी का നൈലിന്റെ ദാനം എന്നാണ് मतलब ഈജിപ്ത്. नाइल नदी से सब कुछ इनका बाहर आता കാരണം നൈൽ നദിയിൽ നിന്നാണ് അതിനുള്ള है. അനുഗ്രഹങ്ങൾ अच्छे കിട്ടുന്നത്. 7 पशुओं कहां से बाहर आया? നല്ല 7 പശുക്കൾ എവിടെ It is coming out from Nile. നൈൽ നദിയിൽ നിന്നാണ് പുറത്തു. बुरे पशुओं भी कहां से आ रहे? ആ മെലിഞ്ഞ It is പശുക്കൾ coming out from Nile. അത് നൈൽ നദിയിൽ നിന്നാണ് പുറത്തു വന്നത്. Come on, I want to share something which is very important. ചില ഇമ്പോർട്ടന്റ് ആയ കാര്യം ഷെയർ शबना ചെയ്യുന്നു. रामथना रगदले. ഹല്ലേലൂയ. अभी नाइल से जो आ रहे पशुओं को, നൈലിൽ നിന്ന് പുറത്തു വന്ന आपका പശുക്കൾ कॉर्पोरेट ऑफिस से आ रहे आपका ब्लेसिंग्स को, കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നുള്ള നിങ്ങളുടെ आपका അനുഗ്രഹങ്ങൾ, आशीष को, നിങ്ങളുടെ आपका അനുഗ്രഹങ്ങൾ कॉर्पोरेट ऑफिस में ही खाने वाला कोई पशुओं में. നിങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ ഭക്ഷിക്കുന്ന ചില പശുക്കളുണ്ട്. आधुनिक युग का फरवो का बारे में मैं कह रहा हूँ. ഇന്നത്തെ ആധുനിക ലോകത്തിലെ ഫറവോനെ പറ്റിയാണ് ഞാൻ मॉडर्न പറയുന്നത്. डे फरवो. മോഡേൺ ഡേയിലെ ഫറവോ. मैं हमेशा फरवो के बारे में सोचते हैं, मैं एक कॉर्पोरेट ऑफिस का बॉस का रूप में मैं उनको देखते हैं. ഫറവോനെ പറ്റി പറയുമ്പോഴെല്ലാം കോർപ്പറേറ്റ് ഓഫീസിൽ ബോസിനെ പോലെയാണ് ഞാൻ क्यों കാണുന്നത്. मालूम है? എന്തുകൊണ്ടാണ്? फरवो ने क्या किया? ഫറവോൻ എന്താണ് ईट ചെയ്തത്? बनाने का काम दिया. ആ ईट बनाने का. ഇഷ്ടിക ഉണ്ടാക്കാനുള്ള कुछ समय के बाद में टारगेट बढ़ाया. കുറച്ച് സമയത്തിന് ശേഷം ടാർഗറ്റ് ये कॉर्पोरेट ऑफिस में हमेशा क्या होता है, बोले टारगेट बढ़ा के रहेगा. Corporate आप जितना office से- ज्यादा मेहनत करते हैं, കോർപ്പറേറ്റ് ഓഫീസ് എപ്പോഴും ഇങ്ങനെയാണ് ടാർഗറ്റ് अगले साल വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. टारगेट कम करेगा नहीं, അടുത്ത വർഷം ടാർഗറ്റ് കുറയ്ക്കുകയല്ല, टारगेट बढ़ाएगा. വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. क्योंकि बॉस को क्या लगेगा मालूम है? ബോസിന് अरे गया साल का टारगेट कम हो गया, इसलिए वो पूरा के इसलिए बढ़ा के देना पड़ेगा. കഴിഞ്ഞ വർഷം ടാർഗറ്റ് കുറവായതുകൊണ്ടാണ് വർദ്ധിപ്പിച്ചതെന്ന് തോന്നുന്നു. मॉडर्न डे फरवोस है. ഇന്നത്തെ കാലത്തെ മോഡേൺ कॉर्पोरेट बॉसेस आर मॉडर्न डे फरवोस. കോർപ്പറേറ്റ് ബോസുമാരെല്ലാം മോഡേൺ ഇന്നത്തെ കാലത്തെ ഫറവോന്മാരാണ്. सही बोल रहे हैं ना? पढ़ा ना बाइबल ने आपने? फरवो ने क्या किया? ഫറവോൻ എന്ത് ചെയ്തു? टारगेट बढ़ाया. അവരുടെ ടാർഗറ്റ് വർദ്ധിപ്പിച്ചു. उन्होंने बोला ईट का नंबर कम होना नहीं है, ഫറവോൻ പറഞ്ഞു ഇഷ്ടികയുടെ എണ്ണം लेकिन तेरा കുറയരുത്, फैसिलिटी पूरा काटेगा. എന്നാൽ നിന്റെ ഫെസിലിറ്റി ये साल बोनस नहीं है, ये साल इंक्रीमेंट नहीं है, ഈ വർഷം ബോണസ് ഇൻക്രിമെന്റ് ഒന്നുമില്ല, लेकिन ईट कम होना नहीं है. എന്നാൽ ഇഷ്ടികയിൽ ഒന്നും എണ്ണം കുറയരുത്. आधुनिक युग का फरवो लोग है, कॉर्पोरेट ഇന്നത്തെ बॉसेस. കാലത്തെ ഫറവോന്മാരാണ്. अगर कोई कॉर्पोरेट बॉसेस है तो मुझे माफ कर दो. ഏതെങ്കിലും കോർപ്പറേറ്റ് ബോസ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. हालेलुया. सच में आपको बोलेगा, നിങ്ങളോട് ഞാൻ പറയാം, ये सब आशीष काम से उठ के आ रहे, ഈ അനുഗ്രഹം എല്ലാം എവിടെ നിന്നാണ് नील വരുന്നത്? नदी से. നൈൽ നദിയിൽ നിന്ന്. नील नदी से ब्लेसिंग, നൈൽ നദിയിൽ നിന്ന് वही അനുഗ്രഹം. नील नदी से आपका आशीष को खाने वाला चीज भी बाहर आएगा. ആ നൈൽ നദിയിൽ നിന്ന് തന്നെ നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന കാര്യവും കടന്നു വരും. लेकिन എന്നാൽ अभी उसी देश में അതേ ദേശത്ത് रूल चेंज होने वाला है. ഭരണം മാറുവാൻ Can പോകും. somebody say उसी देश में അതേ ദേശത്ത് നമുക്ക് പറയാം रूल चेंज होने वाला ഭരണം മാറാൻ है. अब പോവുകയാണ്. तक जो रूल चल रहे हैं, ഇതുവരെയുള്ള ഭരണം नील से आशीष, नील से क्या बोलते हैं, नील नदी से आशीष, नील नदी से डिवोर करने वाला शक्ति, ये सब उधर से होते. आज से रूल बदलने वाला है. നൈൽ നദിയിൽ നിന്ന് തന്നെ അനുഗ്രഹവും അതിനെ നശിപ്പിക്കുന്ന ശക്തിയും क्यों रूल വരുന്നു. बदलने वाला है? എന്നാൽ ഇന്ന് മുതൽ റൂൾ क्योंकि മാറാൻ there is a പോവുകയാണ്. person called Joseph. എന്തുകൊണ്ടാണ് റൂൾ മാറുന്ന ഒരു വ്യക്തിയുണ്ട്, യോസേഫ്. हाँ, वो फलवंत है. ആ വ്യക്തി ഫലപുഷ്ടമുള്ള उसका फल വ്യക്തിയാണ്. नील नदी से नहीं. ആ വ്യക്തിയുടെ ഫലം വരുന്നത് നൈൽ Oh നദിയിൽ my God, I am നിന്നല്ല. preaching something, my dear Amen. church. Hallelujah. उसका फल Amen. नील नदी से नहीं है. ആമേൻ. ആ വ്യക്തിയുടെ ഫലം വരുന്നത് നൈൽ നദിയിൽ നിന്നല്ല. His gift is not from Nile, ആ വ്യക്തിയുടെ ഗിഫ്റ്റ് വരുന്നത് നൈൽ നദിയിൽ നിന്നല്ല. but his gift is from heavenly spirit. Hallelujah. സ്വർഗീയത്തിൽ നിന്നാണ് ആ വ്യക്തിക്കുള്ള അനുഗ്രഹം വരുന്നത്. स्वर्गीय परमेश्वर का आत्मा उसके अंदर है. സ്വർഗീയ ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയുടെ जिसके ഉള്ളിലുണ്ട്. अंदर स्वर्गीय परमेश्वर का आत्मा है, ഏത് വ്യക്തിയുടെ ഉള്ളിലാണ് സ്വർഗീയ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്? उसका आशीष ആ വ്യക്തിയുടെ അനുഗ്രഹം मार्केट से नहीं है. മാർക്കറ്റിൽ നിന്നല്ല. सीजन अच्छा हो नहीं हो, സീസൺ നല്ലതായിക്കോട്ടെ उसका ചീത്തയായിക്കോട്ടെ, आशीष स्वर्गीय नदी से उसको मिलेगा. ആ വ്യക്തിയുടെ അനുഗ്രഹം വരുന്നത് സ്വർഗീയ നദിയിൽ നിന്നാണ്. ആമേൻ. ഹല്ലേലൂയ. भाई जोसेफ,
സഹോദര ജോസഫ്, तुझे कहाँ लगाया है? നിന്നെ എവിടെയാണ് कहाँ നട്ടിരിക്കുന്നത്? लगाए? എവിടെയാണ് നട്ടിരിക്കുന്നത്? नालिया का, सौदे का? कौन सा सौदा? नील नदी का किनारा में तुझे लगाया है? ഉറവിന്റെ അരികിലാണ് നിന്നെ നട്ടത്. नहीं, नहीं। നൈൽ നദിയുടെ ഉറവിലാണോ? इनको नील नदी का किनारा में नहीं നൈൽ लगाया। നദിയുടെ ഉറവിന്റെ ये അടുക്കലല്ല जीवन का യോസേഫിനെ जल का നട്ടിരിക്കുന്നത്. नदी का किनारे में खड़ा है। ജീവജലത്തിന്റെ നദിയുടെ അരികിലാണ് യോസേഫ് जीवन का നിൽക്കുന്നത്. जल का नदी का किनारे में लगाए वृक्षों का विशेषता क्या है? ജീവജലത്തിന്റെ നദിയുടെ അരികിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ വിശേഷത എന്താണ്? जीवन का जल का नदी का किनारे में लगाए वृक्षों का विशेषता क्या है? ജീവജല നദിയുടെ വൃക്ഷ प्रकाशित वाक्यों में लिखा है അരികിൽ നിൽക്കുന്ന वो വൃക്ഷത്തിന്റെ 12 വിശേഷത महीने എന്താണ്? में 12 फलों लाने वाला है। 12 മാസം 12 ഫലം കായ്ക്കുന്ന सिर्फ सीजन വൃക്ഷമാണ്. में नहीं है, സീസണിൽ മാത്രമല്ല हर महीना फलवंत होने वाला है। എല്ലാ മാസവും ഫലം जोसेफ കായ്ക്കും. कुछ अलग चीज है, യോസഫ് वो सीजन में फलने वाला नहीं है, സീസണിൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയല്ല. वो ऑफ सीजन में भी फलने वाला है। സീസൺ ഇല്ലാത്തപ്പോഴും ഫലം अभी പുറപ്പെടുവിക്കുന്ന रूल വ്യക്തിയാണ്. बदलने वाला है। ഇപ്പോൾ ഭരണം മാറാൻ अभी പോവുകയാണ്. तक देश में चल रहा रूल बदलने वाला है। ഇതുവരെ ദേശത്തുള്ള റൂൾ മാറാൻ अभी तक പോവുകയാണ്. देश में कौन सा रूल चल रहे? ഇതുവരെ ദേശം ഏതായിരുന്നു റൂൾ? जब सीजन अच्छा है तो अच्छा बिजनेस, സീസൺ നല്ലതാണെങ്കിൽ നല്ല मंदी है ബിസിനസ്. मंदी है तो रोक के बैठना पड़ेगा, मंदी है तो रोके हाँ बैठना पड़ेगा। लेकिन अभी रूल बदलने वाला है। എന്നാ ഇപ്പൊ റൂൾ മാറാൻ कौन പോവുകയാണ്. आया है? ആരാണ് വന്നത്? नील से नहीं, നൈൽ നദിയിൽ നിന്നല്ല. हालेलुया। जीवन का जल का सौदा का किनारे में खड़ा है एक परमेश्वर का बच्चा, हालेलुया। बहुत फलने वाले एक परमेश्वर का बच्चा। ജീവന്റെ ജലത്തിന്റെ അരികിൽ നിന്നുള്ള ഒരു ദൈവത്തിന്റെ പൈതല്. हेलो, ആമേൻ, ഹല്ലേലൂയ. मैं एक बात आपको कहना चाहता हूं। ഒരു കാര്യം പറയുന്നു. आपका आशीषों को खाने वाला, आपका आशीषों को डिवोर करने वाला, अक्का निकालने वाला शक्तियों के ऊपर आप कैसे हालेलुया जीत पा सकते हैं मालूम है? നിങ്ങളുടെ അനുഗ്രഹങ്ങളെ മുഴുവനായി വിഴുങ്ങിക്കളയുന്ന ശത്രുവിന്റെ മേൽ നിങ്ങൾ എങ്ങനെ ജയിക്കുവാൻ കഴിയും? अब जोसेफ जैसे नालिया का किनारे में खड़ा रहो, നിങ്ങൾ യോസഫിനെ പോലെ ആ നദിയുടെ അരികിൽ നിങ്ങൾ बने रहो। അവിടെ തന്നെ വളരുക. यिर्मयाह 17 में लिखा है, യിരെമ്യാ 17 क्या लिखा है मालूम है? എന്താണ് यहोवा पर എഴുതിയിരിക്കുന്നത്? जो भरोसा रखा हुआ व्यक्ति യഹോവയിൽ ആശ്രയിക്കുന്ന വ്യക്തി नदी का किनारे में लगाए वृक्ष का समान है। നദിക്കരികെ നട്ടിയ വൃക്ഷം പോലെയാണ്. वो अकाल का मौसम में भी, ക്ഷാമത്തിന്റെ സമയത്ത്, अकाल का मौसम में भी ക്ഷാമത്തിന്റെ ऋतु बदलेगा, കാലാവസ്ഥ മാറും. हाँ अकाल का मौसम आएगा, കാലാവസ്ഥ उस मौसम में भी ഏത് കാലാവസ്ഥയിലും उसका पत्तों हरा रहेगा, അതിന്റെ ഇല പച്ചയായിട്ടിരിക്കും. उसका पत्तों हरा रहेगा, അതിന്റെ ഇല പച്ചയായിട്ടിരിക്കും. और हर ऋतु में वो फलवंत रहेगा। എല്ലാ ഘട്ടത്തിലും അത് ഫലം ऐसे लिखा है, और പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. सूखे वर्ष में भी ആ ഇരുണ്ട വരണ്ട സമയത്ത് उसका कोई चिंता नहीं होगा। അതിനൊരു ഭാരവും ഉണ്ടാകില്ല. मार्केट खराब होगा, മാർക്കറ്റ് പന്നലായിരിക്കും. हालेलुया। मंदी का सीजन चल रहे होगा, ക്ഷാമത്തിന്റെ സീസൺ ആയിരിക്കും. अकाल का सीजन चल रहे होगा, ക്ഷാമത്തിന്റെ സീസൺ ആയിരിക്കും. धूप होगी, രോ- धूप वे- है, वेल है, വെയിലായിരിക്കും. लेकिन ओ हाल उसके ऊपर लगने वाला नहीं है। അതൊന്നും അതിനെ उसके ഏൽപ്പിക്കില്ല. पत्ते हरे रहेंगे, അതിന്റെ ഇല और പച്ചയായിരിക്കും. सूखे वर्ष में भी उनके विषय में कुछ चिंता नहीं होगी, വരണ്ട സമയത്ത് അതിന് ഭാരമില്ല. क्योंकि वह तभी भी फलता रहेगा। അത് എപ്പോഴും ഫലം और പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. नील से, नील नदी से നൈൽ നദി आशीषों को खाने वाला जितना भी शक्तियों, आपका आशीषों के ऊपर नजर रखने दीजिए। നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ മേൽ കണ്ണു വെക്കട്ടെ. शमना रामथना रगदल, क्या आपका बिजनेस में कुछ हो रहे इससे? നിങ്ങളുടെ ബിസിനസ് आपका मेहनत का रिजल्ट नहीं आ रहे? നിങ്ങളുടെ क्या आपका कॉर्पोरेट ऑफिस में हो रहे? इस वचन को स्वीकार करके कहो, സ്വീകരിച്ച് मैं പറയുക, जोसेफ बनने के लिए जा रहा हूँ, ഞാൻ ജോസഫ് ആകാൻ रूल പോവുകയാണ്. बदलने के लिए जा रहा हूँ, ഭരണം മാറാൻ പോവുകയാണ്. रूल बदलने के लिए जा रहा हूँ। ഭരണം മാറാൻ अब പോവുകയാണ്. तक रूल ഇതുവരെ റൂൾ इजिप्ट का आशीष ഈജിപ്തിന്റെ नील അനുഗ്രഹം नदी से, നൈൽ നദിയിൽ നിന്ന്. लेकिन अभी से रूल അതാ ഇന്നു മുതൽ इजिप्ट का ഭരണം आशीष ഈജിപ്തിന്റെ അനുഗ്രഹം परमेश्वर का आत्मा पाया, परमेश्वर का बच्चा का ओर से ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ദൈവ you are going to become a blessing നിങ്ങൾ ഒരു അനുഗ്രഹമാകാൻ wherever you work, hallelujah, whatever you do, നീ എന്ത് you are ചെയ്താലും going to become a നീ blessing. ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. ശമന, രക്തന, രഗതല. ഹല്ലേലൂയ, hallelujah ഹല്ലേലൂയ, ആമേൻ. hallelujah शपल थल लगन शकन, सब जगह अकाल होगा, എല്ലായിടവും लेकिन ക്ഷാമമായിരിക്കും. जोसेफ का भंडार में कोई कमी ना എന്നാൽ होगा। യോസഫിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. परमेश्वर के बच्चों के लिए स्पेशल प्रोविजन है, विश्वास करो। ദൈവമക്കൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്, വിശ്വസിക്കുക. राजा का घोड़ा को भी एक हरे पत्ते नहीं मिल रहे, രാജാവിന്റെ കുതിരകൾക്കും പച്ചയായ ഇല ലഭിക്കുന്നില്ല. राजा भी उतर के ढूंढ रहे घोड़ा का क्या बोलते हैं घास के लिए। രാജാവും കുതിരയ്ക്ക് क्या പുല്ല് हालात है അന്വേഷിക്കുന്നു. देखो, राजा कभी ये काम किया नहीं, രാജാവ് ഒരിക്കലും ഈ ജോലി राजा कभी ചെയ്തിട്ടില്ല. घास काटने के लिए गया क्या? उसका രാജാവ് घोड़ों के ഒരിക്കലും लिए? പുല്ല് അന്വേഷിച്ച് പോയിട്ടില്ല. हालात उतना खराब हो गया, राजा भी निकला है
घोड़े को घास इकट्ठा करने के लिए, എന്നാൽ ക്ഷാമനിമിത്തം രാജാവും കുതിരയ്ക്ക് പുല്ല് അന്വേഷിച്ചിറങ്ങി. लेकिन एलिया को देखो, എന്നാൽ ഏലിയാവിനെ നോക്കുക, 3.5 साल 3.5 വർഷക്കാലം प्रोविजन है। ദൈവത്തിൻ്റെതായ कलश में आटा कम हुआ ആ नहीं, കാലത്തിലെ മാവ് കുറഞ്ഞില്ല, भरनी में तेल कम हुआ नहीं। ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. परमेश्वर के बच्चा आपके लिए अलग से प्रबंध करके प्रभु देगा। ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് दुनिया भूखा बैठेगा, ലോകം വിശന്നിരിക്കും, दुनिया अकाल से गुजरेगा, ലോക ക്ഷാമത്തിൽ കൂടി दुनिया अकाल से गुजरेगा, ലോക ക്ഷാമത്തിൽ लेकिन परमेश्वर का बच्चों, ദൈവമക്കളെ, हालेलुया, can you pray? നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ I have കഴിയും. the authority എല്ലാ അതോറിറ്റികളും to stop everything which is coming out from Nile. നൈലിൽ നിന്ന് വരുന്ന എല്ലാ Can you കാര്യങ്ങളും pray? സ്റ്റോപ്പായി പോകട്ടെ. I have the authority. എനിക്ക് അധികാരമുണ്ട്. नील नदी से जो उठ के आने वाला सारे जो श्राप का अक्का निकालने वाला शक्तियों को बंद करने का अधिकार जोसेफ तेरे पास है। हालेलुया। നൈൽ നദിയിൽ നിന്ന് വരുന്ന ശത്രുവിനെ ബന്ധിക്കാനുള്ള അധികാരം യോസേഫേ നിനക്കുണ്ട്. परमेश्वर के बच्चों, काफी परमेश्वर के बच्चों के जीवन में शत्रु एक काम कर रहे हैं। അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ ശത്രു പ്രവൃത്തി ചെയ്യുകയാണ്. काफी साल से अगर आपका रास्ताओं को बंद किया तो आज प्रार्थना करो, मैं परमेश्वर का बच्चा हूँ। हालेलुया, मेरे पास अधिकार है। हालेलुया। അനേക വർഷമായിട്ട് നിങ്ങളുടെ യാത്ര തടയുന്നെങ്കിൽ പ്രാർത്ഥിക്കുക, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, I'm എനിക്ക് going to stop അധികാരമുണ്ട്. that. I'm going to stop that. ഞാൻ I'm അത് going to സ്റ്റോപ്പ് stop ചെയ്യാൻ that. പോവുകയാണ്. मैं प्रैक्टिकली कुछ बात बता के दे दे। പ്രാക്ടിക്കലായിട്ട് ചില കാര്യം പറയുകയാണ്. आपका ऑफिस में जाएगा, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ 10 मिनट पहले जाओ ना, 10 മിനിറ്റ് മുന്നേ പോകുക. ऑफिस बिल्डिंग का चारों तरफ ഓഫീസ് ബിൽഡിങ്ങിന് 4 चल के ചുറ്റും प्रार्थना करना शुरू करो। പോയി मन ही मन में, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. खुला बोलने का जरूरत नहीं है। यदि होगा चारों तरफ कैसे, हालेलुया, वो लोग हालेलुया घूम के प्रार्थना की, आराधना की, वैसे എരിഹോവിന്റെ ചുറ്റും നടന്ന് सातों പ്രാർത്ഥിച്ചതുപോലെ दिन दीवार गिरा, वैसे 7 दिन दीवार गिरा, वैसे 7ാം ദിവസം മതിൽ വീണതുപോലെ हाँ हालेलुया। आपका ऑफिस में നിങ്ങളുടെ ഓഫീസിൽ थोड़ा टाइम मिलेगा आपको, നിങ്ങൾക്ക് അല്പസമയം ലഭിക്കും. हाँ थोड़ा आपका हालेलुया इंटरवल मिलेगा। ഇന്റർവെൽ ലഭിക്കുമ്പോൾ सुबह जल्दी पहुंच जाना, तो शाम को थोड़ा लेट निकल के थोड़ा हाल कॉरिडोर में चल के प्रार्थना करना शुरू करो। രാവിലെ അല്പം നേരത്തെ People may പോവുക. think you are no, आपने थोड़ा एक्सरसाइज कर रहे हैं, चलेगा ना, कॉरिडोर पर आपने थोड़ा थोड़ा रिलैक्स कर रहे प्रार्थना हैं, लेकिन अन्य भाषा में प्रार्थना करो। നാനി ഭാഷകൾ When you speak in tongues, when you speak in tongues inside your office, പ്രാർത്ഥിക്കുമ്പോൾ something miraculous will happen. ചില അത്ഭുതങ്ങൾ When you നിങ്ങളുടെ pray in your ഓഫീസിൽ heart, something miraculous will happen. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ Hallelujah. In your ഓഫീസിൽ corporate അത്ഭുതങ്ങൾ office, the power of Nile, hallelujah, നിങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിൽ നൈലിന്റെ ശക്തിയുണ്ട്. which is trying to devour your blessings. നിങ്ങളുടെ ബ്ലെസ്സിങ്ങിനെ आपका आशीषों को आपका खाने के लिए कोशिश कर रहे हो, उस नाइल का शक्ति उधर हालेलुया रुकने वाला है। നിങ്ങളുടെ ബ്ലെസ്സിങ്ങിനെ കവർന്നെടുക്കുന്ന ശക്തി അവിടെ നശിച്ചു പോകാൻ. I want to give prophecy to some of the Joseph of this church. ഈ സഭയിലുള്ള ചില ജോസഫ്മാരോട് ഞാൻ പ്രവചനം इस कलीसिया പറയുന്നു. के अंदर बैठे कुछ जोसेफ लोगों को मैं भविष्यवाणी देना ഈ चाहता हूँ। ദേവസഭയിലുള്ള ചില ജോസഫ്മാരോട് अब तक चाटने का समय था, ഇതുവരെ നിങ്ങളെ ശക്തി വെടിപ്പാക്കുന്ന वो സമയമായി. डीप हालेलुया प्रूनिंग हो गया, डीप चाटने का काम हो गया, ഈ പ്രൂണിംഗ് ആണ് നടന്നത്. बहुत साल हो गया, വളരെ വർഷങ്ങളായി. लेकिन एक लंबा सीजन अभी शुरू होने वाला है। എന്നാൽ ഇന്നും വലിയൊരു സീസൺ जोसेफ का 30वां साल उम्र से യോസഫിന്റെ 30ാം വയസ്സ് മുതൽ कभी उनके साथ में चाटने का काम हुआ नहीं। അതിനുശേഷം യോസഫിന്റെ ജീവിതത്തിൽ പിന്നെ ശക്തി लंबी उम्र प्रभु ने उसको दिया। ദീർഘായുസ് യോസഫിന് उस കൊടുത്തു. 30वां साल से ആ 30 വയസ്സ് മുതൽ उनका जीवन फ्लरिश होना शुरू ആ किया। ജീവിതം അഭിവൃദ്ധി പ്രാപിക്കാൻ My തുടങ്ങി. God, 30वां साल उम्र में 30ാം വയസ്സില് all of a sudden പെട്ടെന്ന് തന്നെ dramatic changes, ഒരു വലിയൊരു ചേഞ്ചസ് स्वप्न का तुल्य हामा शकाना हो बदलाव उनके जीवन में आ रहे। സ്വപ്ന തുല്യമായ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ Can you imagine that? കടന്നു വന്ന് നിങ്ങൾ 30वां സങ്കല്പിക്കുക. साल से क्या हो रहे? 30ാം വയസ്സ് മുതൽ എന്ത് Something സംഭവിച്ചു? like dream, ചില സ്വപ്നത്തിൽ കാണുന്ന പോലുള്ള അത്ഭുതങ്ങൾ dreamer का जीवन में, ഒരു സ്വപ്നക്കാരന്റെ अभी तक ജീവിതത്തിൽ सिर्फ स्वप्न देखा व्यक्ति के जीवन में, ഇതുവരെ സ്വപ്നം കണ്ട വ്യക്തിയുടെ अभी तक ജീവിതത്തിൽ उसका पूरा स्वप्न पूरा हो रहे। ഇതുവരെ ഇന്നു മുതൽ അദ്ദേഹത്തിന് എല്ലാ One സ്വപ്നവും by പൂർത്തിയാണ്. one. ഒന്ന് മുതൽ One by one, ഒന്ന് മുതൽ one ഒന്നായി by one, all the dreams are coming true. എല്ലാ സ്വപ്നങ്ങളും Now it is not സാക്ഷാത്കരിക്കാൻ പോകുന്നു. dreams. ഇപ്പോൾ അത് ഡ്രീം അല്ല ഒരിക്കലും. हेलो, Hallelujah. जोसेफ कह रहे क्या वापस में स्वप्न देख रहे क्या? ജോസഫ് പറയാണ് പിന്നെ ഞാൻ സ്വപ്നം കാണുകയാണ്. मैंने बहुत सपना देखा है, ഞാൻ ഒത്തിരി സ്വപ്നം मैं കണ്ട बहुत വ്യക്തിയാണ്. स्वप्न का व्याख्यान दिया है। ഒത്തിരി സ്വപ്നം क्या വ്യാഖ്യാനിച്ച ये വ്യക്തിയാണ്. सच है क्या? ഇത് സത്യമാണോ? बंद गृह खुल रहे, കാരാഗ്രഹം തുറക്കുന്നു. बंद गृह से वो बंदा बाहर आ रहे, കാരാഗ്രഹത്തിൽ യോസഫ് പുറത്തു വരുന്നു. फरो का महल में जा रहे, ഫറവോന്റെ കൊട്ടാരത്തിൽ फरो പോകുന്നു. उसको प्रधानमंत्री बना रहे। ഫറവോൻ അദ്ദേഹത്തെ जोसेफ പ്രധാനമന്ത്രിയാക്കുന്നു. सोचते हैं क्या ये सपना है? യോസഫ് ചിന്തിക്കുകയാണ് ഇതെല്ലാം സ്വപ്നമാണോ?
He may pinch himself. Hallelujah. യോസഫ് തന്നെ തന്നെ തൊട്ട് നോക്കി. Hallelujah. क्या सपना देख रहे क्या ഞാൻ സ്വപ്നം കാണുകയാണ്. नहीं सपना नहीं है भाई. യോസഫേ സ്വപ്നമല്ല. तेरा सीजन बदलने के लिए जा നിന്റെ रहा സീസൺ കടന്നു വന്നു മാറിയിരിക്കുന്നു. दुनिया के लिए जब ऑफ सीजन रहेगा ലോകത്തിന് ചിലപ്പോൾ ഓഫ് സീസൺ ആയിരിക്കും. तेरे लिए നിനക്ക് വേണ്ടി तेरा सबसे फलवंत होने वाला सीजन. ഏറ്റവും ഫലപുഷ്ടമായ സീസൺ. मैं आत्मा में कहना चाहता हूँ. ആത്മാവിൽ പറയുന്നു. ओ नंबर 1. ഒന്നാമത്. हालेलुया. जोसेफ फलवंत बन गया. യോസഫ് ഫലപുഷ്ടമായി. नंबर 2. രണ്ടാമത്. अकाल का मौसम में भी ക്ഷാമത്തിന്റെ सूखे സമയത്ത് वर्षों में भी ഉണങ്ങിയ वो വർഷം हरा रहा. उसको कोई चिंता ना था. ഫലം പുറപ്പെടുവിച്ചു. वो फलवंत रहा. ഫലം പുറപ്പെടുവിച്ചു. अकाल का मौसम में भी ക്ഷാമത്തിന്റെ वो സമയത്ത് उसको चिंता नहीं था. യോസഫിന് ഒരു ടെൻഷനുമില്ല. क्योंकि उसका आशीष नील नदी से नहीं. കാരണം യോസഫിന് അനുഗ്രഹം വരുന്നത് നൈൽ നദിയിൽ उसका നിന്നല്ല. आशीष യോസഫിന്റെ അനുഗ്രഹം जीवन का जल का नदी से ജീവന്റെ ജലമായ യേശു കർത്താവിൽ നിന്നായിരുന്നു. नंबर 3. മൂന്നാമത്. नंबर 3 മൂന്നാമത് वचन में क्या लिखा है? വചനത്തിൽ എന്താണ് ഇതിരിക്കുന്നത്? उसका डालियो തന്റെ കൊമ്പുകള് दीवार के ऊपर क्या करेगा? അതിന്മേൽ പടർന്നു चढ़ने वाला है. പന്തലിച്ചു. उसका डालियो that's going to climb over the walls. Hallelujah. That's going to scale the walls. മതിലേക്ക് പടർന്നു Oh കയറി. my God. तीसरा आशीष है. മൂന്നാമത്തെ അനുഗ്രഹം आपका डालियो दीवार को पार करेगा. നിങ്ങളുടെ കൊമ്പുകള് മതിൽമേൽ പടർന്നു കയറി. God is going to expand your territory. ദൈവം നിങ്ങളുടെ ടെറിട്ടറി എക്സ്പാൻഡ് दीवार किस चीज को दिखाते हैं? മതിൽ എന്തിനെ കാണിക്കുന്നു? भाड़ा किस चीज को दिखाते हैं? വേലി എന്തിനെ एक കാണിക്കുന്നു? सीमा को दिखाते हैं. ഒരു അതിരിനെയാണ് मैं आज सुबह कहना चाहता രാവിലെ हूं, പറയുന്നു. आज तक तुम सीमित था. ഇന്ന് വരെ നിനക്ക് आज അതിർവരമ്പുകൾ तक तुम ഉണ്ടായിരുന്നു. सीमित था. ഇന്ന് വരെ നിനക്ക് तेरा അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. भाइयों, तेरा भाइयों നിന്റെ एक സഹോദരന്മാര് सूखे कुएं में तुझे डाल दिया. ഒരു ഉണങ്ങിയ പൊട്ടക്കിണറ്റിൽ ओ നിന്നെ ഇട്ടു. उसके अंदर एक सीमा रखा. അതിന്റെ ഉള്ളിൽ ഒരു जोसेफ അതിരുണ്ടായിരുന്നു. तुम इसके अंदर हमेशा रहेगा. യോസേഫേ, നീ ഇതിന്റെ ഉള്ളിൽ എപ്പോഴും पोतीफेर के ആയിരിക്കും. घर में एक सीमा था. പോത്തിഫറിന്റെ ഭവനത്തിൽ ഒരു അതിരുണ്ടായിരുന്നു. पोतीफेर के घर में एक सीमा था. പോത്തിഫറിന്റെ ഭവനത്തിൽ ഒരു അതിരുണ്ടായിരുന്നു. कुछ चीज उसका अधिकार में नहीं दिया. ചില കാര്യങ്ങൾ അധികാരത്തിൽ जब കൊടുത്തില്ല. कारागृह में पहुंचा കാരാഗൃഹത്തിൽ उधर भी വന്നു. बहुत बड़ा एक सीमा था. അവിടെയും വലിയൊരു അതിര്. 4 दीवार के अंदर पड़ा है. 4 ചുവരിന്റെ ഉള്ളിലായി പോയി യോസഫ്. हालेलुया. लेकिन एक सीजन आ रहे. എന്നാൽ യോസഫിന് ഒരു एक സീസൺ सीजन आ रहे. കടന്നു. तेरा सीमाओं को बढ़ाने वाला, നിന്റെ അതിരുകളെ विस्तृत करने वाला एक सीजन आ रहे. വിശാലമാക്കുന്ന ഒരു സീസൺ. शमनराम धने ആമേൻ. ഹല്ലേലൂയ. दुल्का लावा शखना. फरोह ने जोसेफ को बुला के क्या कहा मालूम है? ഫറവോൻ യോസഫിനെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? अंगूठी निकाल के जोसेफ के हाथ में दे के എന്റെ മുദ്ര कहा, മോതിരം ഊരി യോസഫിന്റെ കൈ सिर्फ കൊടുക്കുകയാണ്. पोजीशन में मैं तेरा ऊपर रहेगा. പദവിയിൽ മാത്രമേ അതിന്റെ മുകളിലായിരിക്കും. ചുമതലയിൽ അല്ലെങ്കിൽ പദവിയിൽ. हालेलुया. सिर्फ पोजीशन में मैं तेरा ऊपर रहेगा. പദവി ഞാൻ നിന്റെ देखो മുകളിലായിരിക്കും. मेरा अंगूठी अभी तेरा हाथ में है. എന്റെ അധികാര മോതിരം നിന്റെ Authority is കയ്യിലുണ്ട്. with you. അധികാരം നിന്നെ राजा കാണുന്നു. का हाकिमों को बांधने का अधिकार भी अभी किसके पास है? രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരെയും പിടിച്ചുകെട്ടുവാനുള്ള My അധികാരം God. ഇപ്പോൾ യോസഫിനുണ്ട്. अभी तक सीमा था तेरा जीवन में. ഇതുവരെ നിന്റെ ജീവിതത്തിൽ अभी അതിരുണ്ടായിരുന്നു. तक कुछ दीवारों तुझे लिमिट कर रहा था. ഇതുവരെയും ചില ചൂരുകൾ നിന്നെ ലിമിറ്റ് अभी ചെയ്തു. तक 4 दीवार के अंदर तुम फंस के पड़ा था. ഇതുവരെ 4 ചുറ്റിലായിരുന്നു നീ. लेकिन हे दालिया, हे दालिया, എന്നാൽ കൊമ്പേ, हालेलुया, अगर आप सच्चे दाग लड़ा से जुड़ा हुआ है तो നല്ല സാക്ഷാ മുന്തിരിവള്ളിയോട് നീ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, नाइल से नहीं, നൈലിൽ നിന്നല്ല, जीवन का जल का सौदा से आप जुड़ा रहते हो तो ജീവന്റെ ജലവുമായിട്ട് നിനക്ക് ബന്ധമുണ്ട്. जीवन का सौदा कौन है? ജീവന്റെ ജലനദിയുടെ ഉറവ് ആരാണ്? हालेलुया. हम मलयालम में गाते हैं ना, जीवन का सौदा यीशु ही है. हालेलुया. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. हालेलुया. जीवन का सौदा कौन है? ജീവന്റെ ഉറവ് ആരാണ്? यीशु है. യേശു കർത്താവാണ്. जीवन का सौदा से अगर आप जुड़ा रहते तो ജീവന്റെ ഉറവുമായിട്ട് നമുക്ക് ജോസഫ് ചേർന്നിരിക്കുന്നുവെങ്കിൽ, तेरा दालियो യോസഫേ, നിന്റെ सीमाओं को पार करेगा. കൊമ്പുകൾ ആതിരിനെ कोई മറികടക്കുകയാണ്. कुछ भी तुझे सीमित नहीं कर सकते. ആർക്കും നിന്റെ Can somebody say, I'm going to break കഴിയില്ല. boundaries. നമുക്ക് പ്രാർത്ഥിക്കാം. I'm going to break limiting spirits. Marshall, come on. ചെയ്യുന്ന സ്പിരിറ്റിനെ ഞാൻ I'm going ശാസിക്കുന്നു. to
break every limitations. എനിക്കുള്ള എല്ലാ ലിമിറ്റേഷനെയും हलमना रमशल कमना रग प्रार्थना करो പ്രാർത്ഥിക്കുക. क्या कुछ सीमा रखा है आपका जीवन में? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതിരുകൾ शैतान कुछ सीमा रखा है आपका പിശാച് जीवन എന്തെങ്കിലും में? അതിരുകൾ इससे अधिक आप आगे बढ़ेगा नहीं बोल ഇതിൽ മുന്നോട്ട് നീ പോകരുത് Is any boundaries is kept in your life? നിന്റെ ജീവിതത്തിൽ ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടോ? In any area of your life? നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അതിര് വെച്ചിട്ടുണ്ടോ പിശാച്? अगर आपका जीवन में शत्रु एक सीमा रखा है तो शैतान एक सीमा रखा है तो इससे अधिक तुम बढ़ने वाला नहीं है. तेरा समय का इससे अधिक बढ़ने वाला नहीं है. तेरा भविष्य इससे अधिक बढ़ने वाला नहीं है. तेरा परिवार इससे अधिक बढ़ने वाला नहीं है. तेरा आर्थिक आशीषों इससे अधिक बढ़ने वाला नहीं है. നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് എവിടെയെങ്കിലും ഒരു അതിര് വെച്ചിട്ടുണ്ടോ? നിന്റെ ശുശ്രൂഷ ഇതിനപ്പുറമായിട്ട് വളരത്തില്ല. നിന്റെ കുടുംബം ഇതിനപ്പുറമായിട്ട് അനുഗ്രഹിക്കപ്പെടത്തില്ല. നിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ ഇതിനപ്പുറം വളരത്തില്ല. നീ ജോലിയിൽ ഉയർച്ച പ്രാപിക്കത്തില്ല. എവിടെയെങ്കിലും പിശാച് ഒരു അതിര് വെച്ചിട്ടുണ്ടോ? तुम उस दालिया बन जाओ. അങ്ങനെ നിങ്ങളെ ആ മുന്തിരിക്കൊമ്പായി മാറുക. कौन सा दालिया? ഏതാണ് ആ മുന്തിരിക്കൊമ്പ്? जोसेफ जैसे. യോസഫിനെ പോലെ. जोसेफ ऐसे फलवंत दाखलदा है. യോസഫ് ഫലപുഷ്ടമായ ഒരു വൃക്ഷമാണ്. जोसेफ ऐसे फलवंत दालिया है ജോസഫ് जो ഫലപ്രദമായ दीवारों को क्या किया? മുന്തിരിവള്ളിയാണ്. पार किया. മതിലിലെ ചാടിക്കടന്ന് मैं इसे कहना चाहता हूं. ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. अभी नेशंस രാജ്യങ്ങൾ, देशों ദേശങ്ങൾ तेरा आगे आके झुकने वाला है जोसेफ. നിന്റെ മുന്നിൽ വന്ന് वचन में क्या लिखा है मालूम है? വചനത്തിൽ എന്താണ് जब എഴുതിയിരിക്കുന്നത്? दुनिया का हर देश हम सुना, ലോകത്തിലെ ദേശത്തിലുള്ള that was a global hallelujah famine. ലോകത്ത് മുഴുവൻ That was a ക്ഷാമമായിരുന്നു. global famine. മുഴുവൻ ലോകത്തിൽ पूरा दुनिया ക്ഷാമമായിരുന്നു. में famine था. ലോകം മുഴുവൻ ക്ഷാമമായിരുന്നു. मैं याद कर रहा हूँ 2019 में 20 में कोविड शुरू हो गया ना. 2020 में 2019 अक्टूबर महीने में हम अपना कलीसिया में एक भविष्यवाणी दिया. 2019 കോവിഡ് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ചർച്ചിൽ ग्लोबल फामीन आ रहे. ഒരു ലോകം മുഴുവൻ ക്ഷാമം 2019 अक्टूबर 14 तारीख को मेरा याद कर रखे तो अपना कलीसिया में एक भविष्यवाणी दिया. एक ग्लोबल फामीन आ रहे, ग्लोबल अकाल आ रहे. ലോകം മുഴുവൻ ക്ഷാമം കടന്നു വരുന്ന ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. दुनिया को पता नहीं मिलेगा कैसे सामना करना है, ലോകത്തിന് മനസ്സിലാകില്ല ആ ക്ഷാമത്തെ എങ്ങനെ लेकिन നേരിടണം. परमेश्वर का बच्चों क्या करेगा? എന്നാൽ ദൈവമക്കൾ ഓരോരുത്തരും എന്ത് उसको ചെയ്യും? ओवरकम करेगा. അതിനെ ഓവർകം ചെയ്യും. 2019 अक्टूबर 14 में इसी कलीसिया में भविष्यवाणी दी. 2019 ഇതേ സഭയിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. 2020 को हम कहा दुनिया पूरा फामीन होने वाला है. 2020 നമ്മൾ കണ്ടു ലോകം तो മുഴുവൻ जानते हैं ना ക്ഷാമത്തിലൂടെ कोविड का കടന്നു. असर फिर क्या हो गया? കോവിഡിന്റേതായ കാര്യങ്ങൾ നമുക്കറിയാം. हालेलुया, धन्यवाद यीशु. अपने वो सब प्रार्थना हो रहा था. അവിടെ ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ सांडी मुझे कहा ഞാൻ പറഞ്ഞു, हालेलुया. सांडी ने एक सपना देखा. ഞാൻ ഒരു സ്വപ്നം കണ്ടു. कलीसिया में कुछ लोग आके सांडी को कह रहे मुझे कोविड पॉजिटिव हो गया. സഭയിൽ ചിലർ വന്ന് പറയുകയാണ് अपने उपवास प्रार्थना के बीच में ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ കോവിഡ് പോസിറ്റീവ് ആയെന്ന് പറയുകയാണ്. कुछ लोग कलीसिया से आके सांडी को कह रहे मुझे कोविड पॉजिटिव है. കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറയുകയായി. हम उस विषय रख के प्रार्थना किया. അഭിഷേകം വെച്ച് उस പ്രാർത്ഥിച്ചു. वो फास्टिंग प्रेयर के बीच में हम उस विषय रख के प्रार्थना किया. നമ്മുടെ ഫാസ്റ്റിംഗ് നടുവിലെ लेकिन अभी खबरों में आ रहे എന്നാൽ ഇപ്പോൾ ആ ന്യൂസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. केरला में सब बहुत कोविड है. കേരളത്തിലെല്ലാം ഒത്തിരി കോവിഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. लोग डर के बैठे हैं कोविड वापस आ रहे. ജനം ഭയപ്പെട്ടിരിക്കുകയാണ്. उस समय में लॉकडाउन बनाया, अभी तो लॉकडाउन बना भी नहीं सकते. क्या करेगा जानता नहीं है दुनिया को. അന്നത്തെ കാലത്ത് ലോക്ക്ഡൌൺ ഉണ്ടാക്കുന്നത് ചെയ്യാൻ കഴിയില്ല. लेकिन मैं आज भविष्यवाणी देना चाहता हूं. ഇന്ന് ഞാൻ പ്രവചനം अगर പറയുകയാണ്. तुम जोसेफ है तो നിങ്ങൾ ജോസഫ് ആണെങ്കിൽ तुम सीमाओं को पार करेगा. നിങ്ങൾ അതിനെ എല്ലാം Break every മറികടക്കുന്നവരായിരിക്കും. boundaries. നിങ്ങൾ എല്ലാ At ബൗണ്ടറീസിനെ the ബ്രേക്ക് time of ചെയ്യും. famine, ക്ഷാമത്തിന്റെ സമയത്ത്, अकाल का समय में भी ക്ഷാമത്തിന്റെ तेरा സമയത്ത് पत्तों हरा रहेगा. നിന്റെ ഇലകള് तू फलवंत रहेगा. പച്ചയായിരിക്കും. कोई नुकसान होने वाला नहीं. നിന്റെ ജീവിതത്തിൽ ഒരു നഷ്ടം प्रभु बच्चों आमीन बोल के स्वीकार कर ദൈവമക്കൾ दीजिए. ആമീൻ പറഞ്ഞ് चिल्ला के സ്വീകരിക്കുക. आमीन बोल के स्वीकार कर ഉറക്കെ दीजिए. ആമീൻ പറഞ്ഞ് സ്വീകരിക്കുക. ഹല്ലേലൂയ. हालेलुया, धन्यवाद यीशु. अभी क्या हो रहा मालूम है? सारे दुनिया में अकाल, മുഴുവൻ ലോകത്തിലെ ക്ഷാമം. लेकिन इजिप्ट में कुछ कमी नहीं है. എന്നാൽ ഈജിപ്തിൽ ഒന്നിനും കുറവില്ല. नील नदी से नहीं, നൈൽ നദി എന്നുള്ളതല്ല അവർക്ക്. जोसेफ का अनॉइंटिंग से, യോസഫിന്റെ അഭിഷേകം നിമിത്തം, जोसेफ का वरदान ऑपरेट हो रहे. യോസഫിന്റെ കൃപാവരം नील नदी से नहीं है. നൈൽ നദി എന്നല്ല അവർ It's not the അനുഗ്രഹം. gift of Nile. നൈലിന്റെ ദാനമല്ല It's the അവർക്ക്. gift of Joseph. ദൈവത്തിന്റെ ദാനമാണത്. It's a gift of Joseph. Joseph. ജോസഫിന്റെ കൃപാവരമായി Amen. വർക്ക് ചെയ്യുന്നത്. ഈജിപ്ത് നൈലിന്റെ ദാനമായിരുന്നു, പക്ഷെ ഇപ്പോൾ ജോസഫിന്റെ കൃപാവരം, ജോസഫിന്റെ ദാനം, ജോസഫിന്റെ ഗിഫ്റ്റ് ഈജിപ്തിൽ ഓപ്പറേറ്റ് ചെയ്യുക. പട്ടിണിയില്ലാതെ ജനം കഴിയുക. ഹല്ലേലൂയ.
जोसेफ का वरदान काम कर रहे हैं। യോസഫിന്റെ കൃപാവരം പ്രവർത്തിക്കുക. दूर दूर का देश का लोग ദൂരദേശത്ത് നിന്നുള്ളവര് सुना, കേട്ടു. क्या सुना? എന്താണ് കേട്ടത്? मिस्री में अनाज है, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് കേട്ടു. याकूब कनान में रहते, യാക്കോബ് കനാൻ दूर ദേശത്താണ്. देश है, ദൂരദേശമാണ്. याकूब का कान में भी पहुंचा, യാക്കോബിന്റെ കാതിലും എത്തി. मिस्री में अनाज है। മിസ്രയീം ദേശത്ത് ധാന്യമുണ്ട്. दूर दूर देश का लोग ദൂരദേശത്തുള്ളവര് अभी आके जोसेफ का आगे खड़ा है। വന്ന് യോസഫിന്റെ മുന്നിൽ നിൽക്കുകയാണ്. सिर्फ इजिप्ट का लोग नहीं, ഈജിപ്തിലുള്ളവർ ओ മാത്രമല്ല, दूसरा देशों का लोग आके खड़ा है। ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ വന്ന് നിൽക്കുകയാണ്. जोसेफ हमें भी कुछ दे दो, യോസഫേ ഞങ്ങൾക്ക് എന്തെങ്കിലും अपना തരൂ. देश के लिए भी कुछ करो। ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി എന്തെങ്കിലും परमेश्वर ചെയ്യുക. का बच्चा, ദൈവമക്കളെ, नेशंस രാജ്യം, नेशंस, രാജ്യങ്ങള്, माय गॉड, मलका लामा शकामना, सीमाओं बढ़ाने वाला है। അതിരുകൾ God is going to break every boundaries. ദൈവം എല്ലാ He is going to boundaries expand break your ചെയ്യപ്പെടുന്നു. territory. നമ്മുടെ Hallelujah. അതിരിനെ കർത്താവ് He വിശാലമാക്കാൻ is going to പോകുന്നു. expand your tent. Hama നമ്മുടെ shakana. ടെന്റിനെ കർത്താവ് വിശാലമാക്കാൻ പോകുന്നു. आपका तंबुओं को पूरा विस्तृत करने वाला നിന്റെ है। കൂടാരത്തെ आपका വിശാലതയിലേക്ക് तंबुओं का सीमाओं को पूरा विस्तृत करने वाला है। आपका काम करने वाला क्षेत्रों को पूरा विस्तृत करने वाला है। നിന്റെ ജോലി സ്ഥലത്തെ വിശാലമാക്കാൻ कितना പോകുകയാണ്. लोग विश्वास कर रहे हैं? എത്ര പേര് വിശ്വസിക്കുന്നു? Hallelujah. Nations are going to wait for you. രാജ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. कितना देश का राजा वो जोसेफ को चिट्ठी भेज रहे मालूम है? എത്ര ദേശത്തിലെ अपना രാജാക്കന്മാരാണ് कुछ യോസേഫിന് കത്ത് കൊടുക്കുന്നത്? हालेलुया लोगों को भेज रहे, कुछ दे दो हमें भी। ഞങ്ങളുടെ ആൾക്കാരെ അയക്കുന്ന എന്തെങ്കിലും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. दीवारों को पार किया। മതിൽ ചാടിക്കടന്ന വ്യക്തി. जोसेफ तेरा नाम दीवारों को पार करने वाला है। യോസഫേ, നിന്റെ പേര് മതിലിനെ ചാടിക്കടക്കുന്നതാണ്. My God, शमनरंदने हल्का लामा शकाना। कितना लोग प्रार्थना करेंगे എത്ര मेरे പേര് साथ? പ്രാർത്ഥിക്കും വചനം? खड़ा होकर प्रार्थना कर दीजिए। നമുക്ക് ദിവസത്തിന്റെ अगर ऐसे कुछ समस्या से गुजरते तो നിങ്ങൾ ആരെങ്കിലും ഈ പ്രശ്നം കൂടി കടന്നു പോകുന്നു, यीशु में बने रहो। യേശുവിൽ തന്നെ कभी ചേർന്ന് कभी नहीं, एक अच्छा रिश्ता बनाओ। വല്ലപ്പോഴുമല്ല, वो നല്ലൊരു चाटेगा പ്രദേശമായിട്ട്. लेकिन नष्ट करने के लिए नहीं है, നിങ്ങളെ ചെത്തി വെടിപ്പാക്കോ नुकसान के നഷ്ടമാക്കാനല്ല. लिए नहीं है। प्रभु को बनाएगा। ദൈവം നിങ്ങളെ പണിയും. God will mold you, build your life. ദൈവം നിങ്ങളെ പണിയും. कुछ 30वां साल उम्र, 30-ാം വയസ്സ്. 30 years। യോസഫിന് 30-ാം വയസ്സ്. जोसेफ का ब्रेक थ्रू का वर्ष है। യോസഫിന്റെ ബ്രേക്ക് ത്രൂവിന്റെ വർഷമാണ്. क्या क्या हो गया मालूम है? എന്തെല്ലാം സംഭവിച്ചു? हेलो, 21 साल में क्या हो गया मालूम है? I want to share something, my dear church. 21 साल में क्या हो गया मालूम है? ഒറ്റ വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു? बंदीगृह का द्वार खुल गया। കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു. उसी साल അതേ വർഷം തന്നെ प्रधानमंत्री का पदवी में पहुंचा। പ്രധാനമന്ത്രിയുടെ പദവിയിലെത്തി. उसी साल അതേ വർഷം शादी हो गया। വിവാഹം കഴിഞ്ഞു. हेलो, सुन रहे हैं आपने? നിങ്ങൾ കേൾക്കുന്നു? उसी साल शायद ना पहले बच्चा भी हालेलुया कोक में आ गया। അതേ വർഷം ചിലപ്പോ ആദ്യത്തെ 21 साल में ഒറ്റ വർഷം കൊണ്ട് ठप 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 करके ब्रेक थ्रू। എല്ലാ ബ്രേക്ക് ത്രൂ കടന്നു വരികയാണ്. ആമേൻ. 21 साल में ഒറ്റ വർഷം आप भी आश्चर्यचकित होने वाला है। നമ്മൾ पिछले काफी साल से रुक के आशीष और सब एक साथ कैसे आ रहे? ഇത്രയും നാളായിട്ട് തടഞ്ഞു വെച്ച അനുഗ്രഹമല്ല എങ്ങനെ ഒറ്റ വർഷം കൊണ്ട് കടന്നു വരുന്നു? ब्रदर सिस्टर, പ്രിയമുള്ളവരെ, मैं आत्मा में भविष्यवाणी बोलना चाहता हूँ। ആത്മാവ് നിങ്ങളോട് इस वचन को कलीसिया का हर व्यक्ति के ऊपर लाहू बना के प्रार्थना करना ഈ चाहता हूँ। വചന ദൈവസഭയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 21 साल में, इसी वर्षों में ഇതേ വർഷം തന്നെ परमेश्वर के बच्चों का कुछ जीवन का मंठलियों में ദൈവമക്കളുടെ ജീവിതത്തിന്റെ ഏരിയയില് 1 नहीं, 2 नहीं, 3 नहीं, 4 नहीं, 1 അല്ല 2 അല്ല 3 അല്ല 4 12 महीने में 12-ാം മാസത്തിൽ 12 द्वारों खोलने दीजिए। 12 വാതിലുകൾ തുറക്കട്ടെ. 12 महीने में 12 द्वारों खोलने दीजिए। 12 മാസം 12 വാതിൽ ദൈവം 12 महीने में 12 फलों लाने दीजिए। 12 ഫലം അവർ പുറപ്പെടുവിക്കട്ടെ. ओ 12 महीने में 12 മാസം 12 फल। 12 ഫലം. सीजन में भी फल, സീസണിലും ഫലം, सीजन नहीं है तभी भी फल। സീസൺ അല്ലെങ്കിലും ഫലം. 12 महीने में 12 फल, 12 മാസം 12 12 महीने ഫലം. में 12 द्वार। 12 മാസം 12 വാതിലുകൾ. क्या हो नहीं सकते? ഇത് സംഭവിക്കില്ലേ? प्रार्थना करो, പ്രാർത്ഥിക്കുക. प्रार्थना करो। ये एफदा का वर्ष है, ദഫദയുടെ വർഷമാണ്. एफदा का वर्ष है। ദഫദയുടെ വർഷമാണ്. जब परमेश्वर का मुंह से एक लफ्ज बाहर आएगा, ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം एक പുറത്തു लफ्ज വന്ന് बाहर आएगा, ഒരു വാക്ക് പുറത്തു വന്ന് एफदा, हालेलुया, खुल जाओ। തുറക്കുക. एक नहीं, ഒന്നല്ല, एक नहीं, ഒന്നല്ല, 2 नहीं, 2 അല്ല, ठप 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 करके द्वार खोलेगा। വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ മുന്നിൽ. जोसेफ का जीवन में യോസഫിന്റെ एक ജീവിതത്തിൽ एफदा हो गया। ഒരു എഫദ സംഭവിച്ചു. जोसेफ का जीवन में एक एफदा हो गया। യോസഫിന്റെ ജീവിതത്തിൽ पहले എഫദ कारागृह का द्वार खुल गया, ഒന്നാമത് കാരാഗൃഹത്തിൽ फिर राजगद्दी में पहुंचा, फिर शादी हो गया, വിവാഹം കഴിഞ്ഞു,
परिवार बढ़ा, കുടുംബം വലുതാകുവാനിടയായി. खत्म हुआ नहीं अभी, അതുകൊണ്ട് തീർന്നില്ല. अभी सीमा वो पटने वाला है. ഇപ്പൊ അതിരുകൾ कितना लोग വിശാലതയിലേക്ക് विश्वास कर പോകും. रहे हैं? എത്ര പേര് मुंह से വിശ്വസിക്കും? कबूल कर कहो, നിങ്ങളുടെ വാ വെച്ച് ഏറ്റു പറക. मुंह से कबूल कर कहो, നിങ്ങളുടെ നാവ് വെച്ച് मेरे ഏറ്റു जीवन പറക. में पूरा होने वाला है. എന്റെ ജീവിതത്തിൽ ഇത് പൂർത്തിയാകാൻ പോവുകയാണ്. काफी ആമേൻ. द्वारों मेरे आगे खुलने के लिए जा रहा हूँ. അനേക വാതിലുകൾ എന്റെ മുന്നിൽ തുറക്കാൻ പോവുകയാണ്. छाटने का समय खत्म होकर मेरे लिए भी एक नियुक्त किया हुआ समय रखा है. ചെത്തി വെടിപ്പാക്കുന്ന സമയം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ചില मेरे लिए भी एक नियुक्त किया हुआ समय रखा है. എനിക്ക് വേണ്ടി നിയുക്തമായ സമയം വന്നിരിക്കുന്നു. ओ उस समय आ रहे, ആ സമയം उस വന്നിരിക്കുന്നു. समय आ रहे. ആ സമയം काफी വന്നു. साल से मैं उस जो चाटने का अनुभव से गुजर रहा था, അനേക വർഷങ്ങളായിട്ട് ആ ചെത്തി വെടിപ്പാക്കുന്ന അവസ്ഥ കൂടി लेकिन मेरा आशीष എന്നാൽ എന്റെ അനുഗ്രഹം स्वर्ग का नदी से होते. സ്വർഗീയ നദിയിൽ നിന്നാണ്. मेरा എന്റെ आशीष അനുഗ്രഹം. दुनिया का नदी से नहीं. എന്റെ അനുഗ്രഹം ലോകത്തിലെ നദിയിൽ നിന്നല്ല. मैं रोक रहा हूं सारे दुनिया का नदी से मुझे नष्ट करने वाला शक्तियों को. എന്നെ നഷ്ടമാക്കുന്ന ലോകത്തിന്റെ നദിയിലുള്ള ശക്തികളെ ഞാൻ तालियां ശാസിക്കുന്നു. बजाकर प्रभु को धन्यवाद दे दीजिए. കരമടിച്ച് കർത്താവിന് നന്ദി दोनों तरफ പറയട്ടെ. तालियां बजाकर अन्य भाषा के साथ में അന്യഭാഷയോട് കർത്താവിനെ ആരാധിക്കാം. अलमना राम शल खमन रगदल, तालियां बजाकर दोनों तरफ अन्य भाषा के साथ में हदल पम शल खमन रगदल खड़ग शांतना आत्मा का भरपूरी पाए वो लोग अन्य भाषा का साथ में करतावे. मेरे जन्नत तोड़ो ना आपका बच्चों को चूलो 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 भर दो भर दो भर दो भर दो भर दो भर दो. हर जीवन में रास्ता खोलने दीजिए. हर बंधनों को तोड़ के प्रार्थना कर रहा हूं. यीशु का महिमावान काम हर परिवार में होने दीजिए, होने दीजिए. ओ धन्यवाद 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 यीशु, धन्यवाद धन्यवाद. शमन रमथना रगदल खड़ग शांतने हरदमन रगदल खड़ग शांतना चुपना रगदल खड़ग शांतने रगदले. हे खुलने दो, खुलने दो, यफदा होने दो, यफदा होने दो, एक यफदा होने दो, एक यफदा होने दो. आपका बच्चों का जीवन में एक यफदा होने दो, एक यफदा होने दो. शातले लमशल खमन रगदले. परमेश्वर बच्चों, अगर आप में से किसी का जीवन में ദൈവമക്കളെ നിങ്ങളുടെ ആടെങ്കിലും ജീവിതത്തില് पिछले सालों में सिर्फ चाटने का काम हो रहा था, കഴിഞ്ഞ വർഷങ്ങളെല്ലാം ചെത്തി വെടിപ്പാക്കുന്ന बहुत അനുഭവമായിരുന്നു. गहरे का चाटने का अनुभव से अब गुजर रहा था, വളരെ ആഴത്തിലുള്ള ചെത്തി വെടിപ്പാക്കുന്ന അവസ്ഥയിലേക്ക് बहुत കടന്നുപോയെങ്കിൽ, दर्दनाक अनुभव से अब गुजर रहा था, വളരെ വേദനയെ കൂടി നിങ്ങൾ കടന്നുപോയെങ്കിൽ, और अभी तक आपका एफदा नहीं हुआ. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലെ എഫത നടന്നില്ല എങ്കിൽ आज इस वचन को स्वीकार करके कहो, ഇന്ന് ഈ വചനം സ്വീകരിച്ച് जी പറയുക, मैं इस वचन को स्वीकार कर रहा हूँ. കർത്താവ് ഈ വചനം സ്വീകരിക്കുന്നു. मेरा एक लंबी एक सीजन आने वाला है. കർത്താവ് എന്റെ ഒരു നീണ്ട സീസൺ വരാൻ പോവുകയാണ്. അമ്മേ, अगर इस वचन को स्वीकार करते तो हाथ को स्वर्ग को उठा के एक क्षण प्रार्थना करो. जितने लोग इस वचन को स्वीकार करें, സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ दोनों ഉയർത്തി हाथ को പറയുക. स्वर्ग को फैला के कहो, നിങ്ങളുടെ രണ്ട് കരം ഉയർത്തി लॉर्ड आई പറയുക, रिसीव दिस वर्ड. കർത്താവേ, ഞാൻ ഇതിനെ इस receive वचन को मैं ചെയ്യുന്നു. स्वीकार कर रहा हूँ. വചനം ഞാൻ സ്വീകരിക്കുന്നു. जोसेफ का 30 साल में उसका एफदा हो गया. ജോസഫിന്റെ ജീവിതത്തിൽ 30-ാം मेरा വയസ്സിൽ 40 साल होगा, എഫത 50 साल ഉണ്ടായി. होगा, നമുക്ക് 40 ആയിരിക്കാം, 55 30 साल होगा. ആയിരിക്കാം. लेट नहीं हुआ भाई. ഒന്നും താമസിച്ചു Late പോയിട്ടില്ല. नहीं हुआ Late भाई. ആയിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. आपका जीवन में एक लंबी सीजन प्रभु खोलने के लिए दे रहे हो. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു നീണ്ട സീസൺ തുറക്കാൻ പോകുകയാണ്. हो धालिया लता में दाक लता में बने रहो. यीशु का सामर्थ्य से, यीशु का अभिषेक से യേശുവിന്റെ അഭിഷേകത്താൽ बलवंत हो जाओ. നിങ്ങൾ ഫലം यीशु പുറപ്പെടുവിക്കുക. का अभिषेक से യേശുവിന്റെ അഭിഷേകത്താൽ बलवंत हो जाओ. ഫലം പുറപ്പെടുവിക്കുക. यीशु का अभिषेक से യേശുവിന്റെ അഭിഷേകത്താൽ सीमाओं को पार करो. അതിരുകളെ Break the ചാടിക്കടക്കുക. boundaries. ബൗണ്ടറീസ് Break every barriers. എല്ലാ Break every barriers. എല്ലാത്തിനും ബ്രേക്ക് Break ചെയ്യുക. every barriers. ബ്രേക്ക് ചെയ്യുക. Break every barriers. ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുക. By the power of Jesus. യേശുവിന്റെ ശക്തിയാൽ, उसका पुनरुत्थान का सामर्थ्य से യേശുവിന്റെ ഉയർപ്പിന്റെ और ശക്തിയാൽ सीमाओं को तोड़ो. എല്ലാ അതിരുകളെ हलमनाराम शल्खमनरगदल गडग शंतना हजले लबशखने. The power of the Holy Spirit, पवित्र आत्मा का सामर्थ्य हर व्यक्ति को छूने दीजिए. जिसका बिजनेस में नुकसान आया, जिसका बिजनेस में नुकसान आया, यीशु नासरी के नाम में उसका सीमाओं को हम बढ़ा के प्रार्थना कर रहे. यीशु नासरी के नाम में हर रुकावट हट जाने दीजिए. हर बीमारी की शक्ति, हर शैतानिक कामों यीशु नासरी के नाम में निकल जाओ, निकल जाओ, निकल जाओ. फायर 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 इन द नेम ऑफ जीसस. जीसस जीसस जीसस. शमन रमथना रग शखने रमथना हलते लामा शखना रमथना. तालियां बजाकर अन्य भाषा के साथ में आत्मा का भरपूरी के साथ में आराधना करो, आराधना करो, आराधना करो. ओ
आत्मा में मैं देख रहा हूं सांबों का बिच्छुओं का शत्रु का सारे बल को कुचल डालने का बल कुछ लोगों के ऊपर आ रहे. You're going to tremble upon. You're going to tremble upon all that beast which is going to devour, which is trying to devour you. आपको खाने के लिए आया हर शक्तियों को लता डालने का सामर्थ्य, आपको अक्का खाने के लिए आया हर वन पशुओं का शक्तियों को लता डालने का सामर्थ्य आपके ऊपर आ रहे. नील नदी से उठ के आ रहे आपका आशीषों को खाने वाला. All the beast which is coming out from Nile, you are going to trample upon them. उसको लता डालने का सामर्थ्य. देखो मैं सामर्थ दूंगा, देखो मैं सामर्थ दूंगा, देखो मैं सामर्थ दूंगा, हो देखो मैं सामर्थ दूंगा. ओ सामर्थ तुझे दूंगा, सांपों और बिच्छुओं को कुचल डालने का सामर्थ तुझे दूंगा. देखो मैं दूंगा, देखो मैं कर दूंगा, देखो मैं कर दूंगा, देखो मैं कर दूंगा. के सारे सामर्थ के ऊपर अधिकार तुझे दूंगा, शत्रु के सारे सामर्थ के ऊपर अधिकार तुझे दूंगा. देखो मैं सामर्थ दूंगा, देखो मैं सामर्थ दूंगा, देखो मैं सामर्थ दूंगा, देखो मैं सामर्थ दूंगा. सांपों और बिच्छुओं को कुचल डालने का सामर्थ तुझे दूंगा, सांपों और बिच्छुओं को कुचल डालने का सामर्थ तुझे दूंगा, और बिच्छुओं को कुचल डालने का सामर्थ तुझे दूंगा, सांपों और बिच्छुओं को कुचल डालने का सामर्थ तुझे दूंगा. मैंने जब ये वचन बोला, जब आखिरी का समय हुआ, परमेश्वर की आत्मा ने मुझसे कहा तुम्हारे आशीषों को जो निकलने वाला कुछ बीस्ट नाइल के जो नदी से बाहर आता है. 7 വർഷത്തെ അനുഗ്രഹങ്ങളെ തിന്നുകളയാൻ 7 വന്യജീവികൾ വനപശുക്കൾ ഹല്ലേലൂയ അല്ലെങ്കിൽ 7 പശുക്കൾ 7 beasts which is coming out from Nile. Hallelujah. 7 साल का जो आशीष को खाने के लिए निकाल लेने के लिए 7 जो बीस्ट जो जानवर जो है नई नदी से बाहर आया. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ബ്ലെസ്സിങ്ങിനെ തിന്നു കളയുന്ന ചിലതുണ്ടാകാം. हमारे आशीष को खा जाने वाला നമ്മൾ ഉഴപ്പി ഇരുന്നാൽ ശത്രു അത് തിന്നും. अगर आप आलसी बनकर रहे तो शत्रु പക്ഷെ ജോസഫിനെ പോലെ पर यूसुफ के समान ആത്മാവിന്റെ കണ്ണുകൊണ്ട് ചിലതിനെ കണ്ട് आत्मा के आंखों से अगर ശത്രു ഇടുന്ന പദ്ധതിക്ക് മറുപദ്ധതി ഒരുക്കിയാൽ, जो शैतान जो पद्धति बना रहे उसके विरुद्ध एक पद्धति बनाकर ശത്രു ഇടുന്ന പദ്ധതിയെ പൊളിക്കാനുള്ള പദ്ധതി ആത്മാവിൽ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, अगर आप आत्मा में शैतान जो നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്, विरुद्ध एक पद्धति നീ बनाओ, പ്രാർത്ഥിക്കാൻ തുടങ്ങ്. तुम प्रार्थना करते शुरू करो. റൂള് മാറാൻ പോവുക. रूल बदलने वाला है. ദേശത്തിന്റെ സ്ട്രാറ്റജി നീയായി നീ തീരുമാനിക്കുന്നത്. अभी तू जो देश का जो നിന്റെ स्ट्रैटेजी ഓഫീസിന്റെ സ്ട്രാറ്റജി നീയാ തീരുമാനിക്കുന്നത്. ऑफिस का स्ट्रैटेजी വിശ്വാസം ഉണ്ടോ? डिसीजन लोगे. വിശ്വാസം ഉണ്ടോ? विश्वास के साथ ആത്മാവിൽ നീ കണ്ടു തുടങ്ങിയാൽ, आत्मा में अगर आप देखना शुरू करोगे ആത്മാവിൽ तो കണ്ടു തുടങ്ങിയാൽ, आत्मा में देखना शुरू करोगे तो നദിയിൽ നിന്ന് കയറി വരുന്ന പശുക്കളെ നിന്റെ കൃപാവരത്തിന്റെ നിന്റെ അനോയിന്റിങ്ങിന്റെ അധികാരം കൊണ്ട് നീ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. नदी में से जो बाहर आने वाले जो जानवरों है उसको जो तुम्हारे जो कृपा से जो उसके आशीष अनुग्रह से तुम वो तोड़ने वाले हो. അതിനെ നീ മെതിച്ച് കളയാൻ പോവുകയാണ്. उसको तुम तोड़ने वाले हो. तुम उसको लता डालने वाला है. Going to tremble upon them. Hallelujah. ശത്രുവിനെ നിന്റെ കാൽക്കടി നീ മെതിച്ച് കളയാൻ പോവുകയാണ്. വിശ്വാസമുണ്ടോ?
വിശ്വാസമുണ്ടോ? हाँ, क्या आप विश्वास करते വിശ്വാസമുണ്ടോ? हो? ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചു വരുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റ്, मैं इस दिनों में पढ़ के आ रहा हूँ, एक बहुत ही ऐसा मुख्य सब्जेक्ट है, the beast that killed kings. जो बीस्ट है जो राजाओं को मारा. The beast that killed, you know that beast? നിങ്ങൾക്ക് ആ ബീസ്റ്റിനെ അറിയാമോ? क्या आप जानते हो उस बीस्ट को? Lust is the least. Lust is the beast. ഒത്തിരി വലിയ രാജാക്കന്മാരെ തകർത്ത് കളഞ്ഞ ഒരു ബീസ്റ്റ് ഉണ്ട് കേട്ടോ. ऐसा एक दानव है जो बहुत ही राजाओं को गिराया है. അത് ലസ്റ്റ് ആയിരുന്നു. वो लस्ट था. ഡേവിഡ്, സോളമൻ, डेविड, सुलेमान, ഇവരുടെയൊക്കെ പരാജയം എന്താ? इन सब का जो पराजय जो था, അവർ ജയിക്കേണ്ട ഒരു ബീസ്റ്റിനെ അവർ ജയിച്ചില്ല. उन्होंने जो एक देव പക്ഷെ ആത്മാവിൽ ഞാൻ ഈ പകൽക്കാലം പറയുക, पर मैं आत्मा में कहना ദൈവമക്കൾ चाहता ചിലതിനെ ചവിട്ടാൻ പോകുക. हूं, जो परमेश्वर के बच्चे लोग कुछ चीजों को The beast which is कुचलने trying वाले to हैं. kill your anointing. Hallelujah. बीस जो आपके आशीष को, अनुग्रह The को beast which is खा जा trying to रहा है. kill kings. Hallelujah. जो बीस जो आपके आशीष को खा जा रहा है. राजाओं को खत्म करने वाला वन पशुओं को तुम लता डालो. Hallelujah. Lot of beasts are there. बहुत जानवरों में ഒത്തിരി ഹല്ലേലൂയ മൃഗങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി മൃഗങ്ങളുണ്ട് बहुत सारे जानवर നമുക്ക് हैं ജയിക്കേണ്ടതായിട്ട്. हमें जीतने के लिए. ദാവീദ് ജയിച്ചു. दाविद जीता, സിംഹത്തെ കീറി, जो सिंह को फाड़ कर, കരടിയെ കീറി, जो ഭാലു बालू को फाड़ कर, ഗോലിയാത്തിനെ കീറി. गोलियात को फाड़ कर, കീറിക്കോണം നിങ്ങൾ. तुम भी फाड़ देना. ചിലതിനെ കീറിക്കോണം. कुछ चीजों को फाड़ നിന്റെ डालना. ബ്ലെസ്സിങ്ങിനെ തിന്നുന്ന പല ശുശ്രൂഷകന്മാരെയും जो പല आशीष को खा रहे हैं, അപ്പോസ്തലന്മാരെയും कई अपोस्तल लोग തിന്നു കളഞ്ഞ മൃഗം ഏതാണെന്നറിയാമോ? खा जाने वाला जो जानवर कौन ശിംശോനെ होता है? തിന്ന മൃഗം ഏതാണെന്നറിയാമോ? जो सैमसन को खाया हुआ ലസ്റ്റ്. ഹല്ലേലൂയ. वो है मोह. പല അഭിഷക്തന്മാരെ തകർത്ത് കളഞ്ഞത് പാപം, ലസ്റ്റ്. जो कहीं दासों को गिराया है वो है मोह. പല ദൈവദാസന്മാരെ തിന്നു കളഞ്ഞത് बहुत सारे परमेश्वर के दासों को खाया गया. ദ്രവ്യാഗ്രഹം, ഹല്ലേലൂയ, लालच. ചവിട്ടാൻ തയ്യാറാണ്. क्या आप कुछ चलने के लिए तैयार നമ്മൾ हो? ജയിക്കേണ്ട ബീസ്റ്റാ. आप जो जीतने वाले एक നൈൽ നദിയിൽ നിന്ന് जानवर കയറി हैं. വരുന്ന 7 ബീസ്റ്റിന്റെ ഒരു മെസ്സേജ് ഒരിക്കൽ ഞാൻ പറയാം എന്തെങ്കിലും. मैं एक बार नाइल The नदी 7 से beasts which came out from Nile. जो Hallelujah. 7 जानवरों के बारे में मैं इस संदेश आपसे ശമന. शेयर करूंगा. രാജാക്കന്മാരെ തിന്നു കളഞ്ഞത് അതിനകത്തുണ്ട് കേട്ടോ. राजा को खाया हुआ റോയൽ जानवर അനോയിന്റിങ്ങോട് है. നിന്നവരെ, രാജകീയ അഭിഷേകത്തോട് നിന്നവരെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റിയ ചില പാപ സ്വഭാവങ്ങളുണ്ട്. അഭിഷേകത്തിന്റെ കുറവല്ല, അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവനാ. യൂദ അപ്പോസ്തലനായിരുന്നു. क्या यूदा अपोस्तल था? അപ്പോസ്തൽ യൂദ. പക്ഷെ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. पर എന്താ കാരണം? चांदी के सिक्के के लिए परमेश्वर को അവനെ त्याग തിന്ന दिया. ബീസ്റ്റ്. ഹല്ലേലൂയ. उसने उसको जो खाया हुआ जानवर जो था, ദൈവമക്കളെ, परमेश्वर के बच्चों, ജോസഫിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ, यूसुफ का अभिषेक हो तो ही, ജോസഫിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ अगर आपके पास यूसुफ का अभिषेक हो तो ही നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. जीत पाओगे. ഇന്നും നൈലിൽ നിന്ന് പൊങ്ങി വരുന്ന ശക്തികളുണ്ട്. अब भी नाइल नदी में से बाहर आने वाली कई शक्तियां ജോസഫിനെ हैं. പോലെ यूसुफ के समान പാപത്തെ വിട്ടോടിയെങ്കിൽ മാത്രമേ पाप से दूर भागोगे तो ही നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. तुम जीत पाओगे. എങ്കിൽ മാത്രമേ നിന്റെ അതിരുകൾ വിശാലമാകത്തുള്ളൂ. तो ही तुम्हारा जो सीमा जो है वो और बड़े विशाल हो വചനം जाएगा. സ്വീകരിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. जो इस वचन को स्वीकार कर रहे हो उसके लिए ओ हम देखो आशीष मैं सामर्थ दूंगा, देखो मैं सामर्थ दूंगा, हाँ देखो मैं सामर्थ दूंगा, ओ देखो मैं सामर्थ दूंगा. सामर्थ तुझे दूंगा, ओ सामर्थ बिच्छुओं को कुचल डालने का सामर्थ तुझे दूंगा. देखो मैं अधिकार, देखो मैं अधिकार दूंगा. देखो मैं अधिकार दूंगा, देखो मैं अधिकार दूंगा, ओ देखो मैं अधिकार दूंगा. शत्रुओं के सारे नाम के ऊपर अधिकार तुझे दूंगा. शत्रुओं के सारे नाम के ऊपर अधिकार तुझे दूंगा. देखो मैं सामर्थ दूंगा, देखो
तुझे दूंगा। यीशु हमारा विजय है, उस क्रूस पे हमारी जीत है। शैतान को उसने कुचल डाला, जीत हमेशा हमारा है। यीशु हमारा विजय है, उस क्रूस पे हमारा जीत है। शैतान को उसने कुचल डाला, जीत हमेशा हमारा है। देखो मैं अधिकार दूंगा, देखो मैं अधिकार दूंगा, हाँ देखो मैं अधिकार दूंगा, देखो मैं अधिकार दूंगा। शत्रुओं के सारे सामर्थ के ऊपर अधिकार तुझे दूंगा। ओ शत्रुओं के सारे सामर्थ के ऊपर अधिकार तुझे दूंगा। हालेलुया। यीशु नासरी के नाम है। हर व्यक्ति के जीवन में आज का वचन का जरिया प्रकट होने वाला हर छुटकारा प्रकट होने दीजिए। എല്ലാവരുടെ ജീവിതത്തിൽ ഈ വചനത്തിൽ നിന്ന് പ്രകടമാകാൻ പോകുന്ന ആ വിടുതൽ ഉണ്ടാവട്ടെ. बहुत फल लाने के लिए हमें मदद कर दीजिए। കുറെ ഫലം കായ്ക്കാൻ വേണ്ടി നീ കർത്താവ് നീ സഹായിക്കണമേ. जोसेफ कैसे फलवंत बना वैसे फलवंत बनने के लिए ജോസഫ് എങ്ങനാണോ ഫലം പുറപ്പെടുവിച്ചത് അതുപോലെ തന്നെ हमें भी मदद कर दीजिए। ഞങ്ങളെയും प्रजा കർത്താവേ को ഇടയാക്കണം. आशीषित करके प्रार्थना कर रहा हूं ജനത്തെ അനുഗ്രഹിച്ചു यीशु के പ്രാർത്ഥിക്കുന്നു नाम में। യേശുവിൻ നാമത്തിൽ आमेन, आमेन, ആമേൻ ആമേൻ ആമേൻ. प्रवचन का सब गाय में हम